ഗുഡ് ഈവനിങ് മക്കളെ. നിങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരും കീം പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളായ നിങ്ങൾ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ അധ്യാപകരായ ഞങ്ങളും അതുപോലെ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം വളരെ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മുടെ മെറ്റീരിയൽ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിച്ചതൊക്കെ അതുപോലെ എക്സാമിന് വന്ന വിവരങ്ങൾ കുട്ടികൾ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് തവണ നിങ്ങളോട് ക്ലാസ്സിൽ എല്ലാ അധ്യാപകരും അതുപോലെ റൈസിന്റെ ഡയറക്ടേഴ്സ് ഒക്കെ നിരന്തരമായി നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യം, യൂട്യൂബ് ചാനൽ വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടിരുന്നിട്ടുണ്ടാവും. അതായത് NCERT ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കൂ എന്ന് നിങ്ങളോട് നിരവധി തവണ പറഞ്ഞു. അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഇത്തവണ കീമിന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ അത് വളരെയധികം നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം NCERT ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് പുറത്തേക്ക് പോവാതെ, അതായത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റുന്ന രൂപത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ നമുക്ക് കീമിന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം കുട്ടികളുടെ റിപ്ലൈ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചില മിസ്റ്റേക്കുകളോ ഒന്ന് രണ്ട് തെറ്റുകളോ ഒക്കെ വരുത്തിയവരും ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഇന്നൊരു ലൈവ് ക്ലാസ്, അപ്പൊ നമ്മുടെ ലൈവ് ക്ലാസ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ച മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ശരി തന്നെയാണോ, നമ്മൾ എഴുതിയ മെത്തേഡ് ശരി തന്നെയാണോ, നമ്മുടെ ആൻസർ ശരി തന്നെയാണോ. ഇപ്പൊ നമ്മൾ പല ആൻസർ കീസ് കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ ശരിയാവണമെന്നും ഒന്നുമില്ല. കാരണം ഒഫീഷ്യൽ ആൻസർ കീ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ വളരെയധികം പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ വളരെയധികം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിയാണോ, കറക്റ്റ് തന്നെയാണോ സാർ പറയുന്നത്, ഇങ്ങനെ തന്നെയല്ലേ ഞാൻ ചെയ്തതെന്ന് ഒരു കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് നമ്മുടെ ലൈവ് ക്ലാസ് എന്നും. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ ലൈവ് തുടങ്ങാൻ പോവാണ്. അപ്പോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു വന്ന ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് കയറാം. അപ്പൊ നമ്മുടെ ഫിസിക്സ് ആണ്, നിങ്ങൾക്കറിയാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോണ ഫിസിക്സ് ആണ്. അപ്പൊ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ലൈവിൽ വളരെയധികം ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ് ഫോക്കസ് ചെയ്തിരിക്കുക എല്ലാവരും. സോ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഷൻ കോഡ് A3 ആണ്. ശ്രദ്ധിക്കുക എല്ലാവരും, A3 ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേർഷൻ കോഡ് അനുസരിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങും മുമ്പേ തന്നെ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന വേർഷൻ കോഡ്, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A3 ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഫിസിക്സ് കെമിസ്ട്രി പേപ്പർ A3 ആണ്. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് തുടങ്ങാൻ പോവാണ്. ഓക്കെ, സോ ലിസൺ ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാവരും ശ്രദ്ധിക്കുക. ദി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് L is 3 seconds. L ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 3 seconds ആണ്, 3 സെക്കൻഡുകളാണ്. ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് 4 times. പെൻഡുലത്തിന്റെ ലെങ്ത് നിങ്ങൾ 4 ഇരട്ടിയാക്കാൻ. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അവർ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് കണ്ടോ, ഇൻക്രീസ് ഇൻ ടൈം പീരീഡ് ആണ്, ഫൈനൽ ടൈം പീരീഡ് അല്ല. അവിടെ തെറ്റിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്കറിയാം ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π√L/g എന്നാണ്. ഓക്കെ ആണ് എല്ലാവരും, ഈ ഫോമിൽ എല്ലാവർക്കും അറിയാം. ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് അല്ല. സോ T1/T2 ഈസ് ഈക്വൽ ടു √L1/L2. അങ്ങനെയാണെങ്കിൽ നമുക്ക് T1/T2 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, T1 അങ്ങനെ കിടക്കട്ടെ, T2 കണ്ടുപിടിക്കണം. ഓക്കെ, T2 ഈസ് ഈക്വൽ ടു √L/4L ആണ്. കണ്ടോ, L കണ്ടോ. സോ ആൻസർ 1/2. ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടി? T2 ഈസ് ഈക്വൽ ടു ഡബിൾ ദാറ്റ് ഓഫ് T1. T1 എത്രയാണ് ക്വസ്റ്റ്യനില്? 3 സെക്കൻഡ് ആണ്. അപ്പോ ഫൈനൽ ടൈം പീരീഡ് 6 സെക്കൻഡ് ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ ഈ 6 എഴുതും മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് പേർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഈ 6 സെക്കൻഡ് അല്ല, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇൻക്രീസ് ഇൻ ടൈം പീരീഡ് ആണ്, ഫൈനൽ ടൈം പീരീഡ് അല്ല. അപ്പൊ നേരത്തെ ടൈം പീരീഡ് 3 ആണ്, ഇപ്പോഴത്തെ ടൈം പീരീഡ് 6 ആണ്. സോ ഇൻക്രീസ് ഇൻ ടൈം പീരീഡ് 6 - 3 എത്രയാണ്? 3 seconds ആണ്. ഓക്കെ ആണെന്ന് കരുതുന്നു എല്ലാവരും. ഇൻക്രീസ് ഇൻ ടൈം പീരീഡ് ആണ് ചോദിച്ചത്, ആൻസർ 3 seconds ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ശരിയല്ല, തെറ്റുത്തരമാണ്. ഉത്തരം തെറ്റാണ് നമ്മൾ എഴുതേണ്ടത്, തെറ്റായ ഉത്തരം നമ്മൾ കണ്ടെത്താനാണ്. ഓക്കെ, ഇവര് ഓപ്ഷൻ, നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കാൻ കണ്ട മനസ്സിലായാലും ഒരു വേവ്സ് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഞാനൊരു വേവ് വരയ്ക്കാൻ പോവാണ്. നിങ്ങൾക്കറിയാം സ്റ്റേഷനറി വേവിനെ പറ്റി എല്ലാവർക്കും അറിയാം, സ്റ്റാൻഡിങ് വേവ്സ്. ഡയഗ്രാം ഇങ്ങനെയല്ല വരിക, ഇങ്ങനെയാണല്ലോ ഒരു വേവ് പോകേണ്ടത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് കണ്ടില്ല നിങ്ങൾ, ഈ 2 പാർട്ട് ചേരുന്നതാണ് നമ്മുടെ ഒരു വേവ് ലാംഡ. ഇത് കണ്ടോ, ഇതാണ് നിങ്ങളുടെ വേവ് ലാംഡ. ഞാൻ കണ്ടോ കുറച്ച് കട്ടിക്ക് വരച്ചിരിക്കണോ, ഇതാണ് നിങ്ങളുടെ വേവ് ലാംഡ. ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്ത വേവാണ്, അതിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്ത റിഫ്ലക്റ്റഡ് വേവ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ടോട്ടൽ എന്താണ് ലാംഡ എങ്കിൽ അവരുടെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് അടുത്തടുത്തുള്ള 2 സക്സസീവ് നോഡുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ലാംഡ ആണെന്നാണ് ഓപ്ഷൻ 1. നിങ്ങൾ നോക്കുക, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് നോഡ് എന്ന് കരുതുക.
ഇതാണ് അടുത്ത നോഡ് എന്ന് കരുതുക. അല്ലെ ഇത് രണ്ട്, ഇത് ഫസ്റ്റ് നോഡ്, ഇത് രണ്ടാമത്തെ നോഡ്, സെക്കൻഡ് നോഡ്. നോക്കിക്കേ നിങ്ങൾ, വളരെ വ്യക്തമാണല്ലോ. ഇറ്റ് ഈസ് ലാംഡ ബൈ 2. കണ്ടോ, ഇറ്റ് ഈസ് ലാംഡ ബൈ 2. ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്താ? എ എന്താ? സെപ്പറേഷൻ ബിറ്റ്വീൻ ടു സക്സസീവ് നോഡ് ഈസ് ലാംഡ എന്നാണ്. അപ്പോൾ തെറ്റാണ്. കറക്റ്റ് ആൻസർ എത്രയാണ്? ലാംഡ ബൈ 2 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, കറക്റ്റ് ഉത്തരം മീൻസ് ഈ തന്നിരിക്കുന്നതിൽ തെറ്റ്, നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഓപ്ഷൻ എ മാർക്ക് ചെയ്യണം, അല്ല ഉത്തരം കറക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ആക്സിലറേഷൻ കറസ്പോണ്ടിങ് ടു വെലോസിറ്റി ഓഫ് എ ബോഡി അണ്ടർഗോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അവരൊരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ ഒന്നും പിറകിൽ പോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് ഒരു സിമ്പിൾ പെൻഡുലം എടുക്കുക. നിങ്ങൾ ഒരു സിമ്പിൾ പെൻഡുലം നിങ്ങൾ നോക്കുക, അതിന്റെ എക്സ്ട്രീം പൊസിഷനിൽ അവന്റെ ആക്സിലറേഷൻ മാക്സിമം ആണ്. ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ എന്തിനാണ് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ പിറകിൽ പോകുന്നത്? എന്തിനാണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ അതിന്റെ എക്സ്ട്രീം പൊസിഷനിൽ അതിന്റെ ആക്സിലറേഷൻ മാക്സിമം ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അവിടെ വെലോസിറ്റി എന്താണ് മക്കളെ? 0 ആണ്. കണ്ടോ, മാക്സിമം ആക്സിലറേഷൻ വരുന്ന സ്ഥലത്ത് വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? റേഷ്യോ ആണ്. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ആക്സിലറേഷൻ ടു കറസ്പോണ്ടിങ് വെലോസിറ്റി. അപ്പൊ എ മാക്സിന്റെ വാല്യൂ എന്ത് തന്നെ ആയിക്കോട്ടെ, ഡിനോമിനേറ്റർ എന്താണ്? 0 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഇൻഫിനിറ്റി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 ഓക്കെ ആണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ പ്രോട്ടോൺ മൂവിംഗ് ഇൻ ആൻ ഇലക്ട്രിക്കൽ ഫീൽഡ് 3e. നമുക്കറിയാം പ്രോട്ടോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജും സെയിം ആണ്. ഇതിനിപ്പോ എന്ത് സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കാം, ബേസിക് NCERT നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിൽ ചെന്ന് കയറിയാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ മക്കളെ? EQ ആണ്. അപ്പോ ഇയുടെ വാല്യൂ അവർ തന്നിരിക്കുന്നത് 3e എന്നാണ്. ഇൻറ്റു ചാർജ് Q, ഇറ്റ് ഈസ് E. കണ്ടോ, so your answer is 3e into E. It is option C. So fourth question the answer 100% ആൻസർ ഓപ്ഷൻ സി ആണ്. 3e into E ആണ്. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. F is equal to EQ. Okay, going to next question. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, around a stationary charge of +5 microcoulomb, നടുക്കൊരു +5 മൈക്രോകൂളമിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. another charge -5 coulomb is taken once around a circle. ഒരു വട്ടം ചുറ്റിച്ചോളൂ. നിങ്ങൾ പഠിച്ചതാണ് ഇലക്ട്രിക് ചാർജുകളെ നിങ്ങൾ അതേ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് വർക്ക് ഡൺ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് എന്നാണ്. നിങ്ങൾ അതേ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഈ സെന്റേഡ് ചാർജിന് ചുറ്റുമുള്ള എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യൽസ് സെയിം ആണ്. അങ്ങനെ പറഞ്ഞാലും കണ്ടോ, ഇവിടെയുള്ള എല്ലാ പോയിന്റുകൾക്കും പൊട്ടൻഷ്യൽ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ഏത് പോയിന്റിലേക്ക് പോയാലും വർക്ക് ഉണ്ടാവില്ല. നോ വർക്ക് ഡൺ. കാരണം വർക്ക് നടക്കണമെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. ഇവിടെ അതില്ലല്ലോ, പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ല. സോ ആൻസർ എത്രയാണ്? വർക്ക് ഡൺ വിൽ ബി 0. ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ദി ചാർജ് പ്രസന്റ് ഇൻ ഡബിളി അയണൈസ്ഡ് ഹീലിയം ആറ്റം. എന്താണ് മക്കളെ ഡബിളി അയണൈസ്ഡ്? ഡബിളി അയണൈസ്ഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ്, ദാറ്റ് മീൻസ് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിരിക്കും. ശരിയല്ലേ? പ്ലസ് പ്ലസ് മീൻസ് 2 ഇലക്ട്രോൺ പോയി. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 into 10 - -19. അപ്പൊ 2 പോയാലോ? into 2. So your answer is 3.2 into 10 - -19. It is option E. Okay, then 7th question. ഇതെല്ലാം നമ്മുടെ മെറ്റീരിയൽ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ശ്രദ്ധിക്കുക. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഇത് കണ്ടോ, ഈ കപ്പാസിറ്റൻസിന്റെ ഗ്രൂപ്പിംഗ് ആണ് 3 സീരീസ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ക്ലാസ്സുകളിലെല്ലാം നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരേ കപ്പാസിറ്റൻസുകളാണെങ്കിൽ ഒരേ വാല്യൂ ആണെങ്കിൽ ഒരാളുടെ വാല്യൂവിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 മൈക്രോഫാരഡ് ഡിവൈഡഡ് ബൈ 3, ഉത്തരം എത്രയാ? 1 മൈക്രോഫാരഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഇത്രയും മാറ്റിയിട്ട് പകരം അവിടെ ഒരു 1 മൈക്രോഫാരഡ് വെച്ചിരിക്കുക. ഇനി നോക്കാം, ഈ നിങ്ങൾ വെച്ച 1 മൈക്രോഫാരഡും ഈ 2ഉം പാരലൽ ആണ്. സോ അവിടെ എന്ത് വരും? 3 വരും. വീണ്ടും സംഭവിക്കുക എന്താ? എഗെയിൻ 3 കണ്ടോ, 3 ഈ 3 3കളും വീണ്ടും സീരീസ് ആവുന്നു. വീണ്ടും അത് 1 ആവുന്നു. ആ 1 വീണ്ടും 2 ആയിട്ട് പാരലൽ ആവുന്നു. എഗെയിൻ 2 + 1 വീണ്ടും 3 പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫൈനൽ 3 ഇവിടെ വരുന്നു. സോ യുവർ ആൻസർ ഈസ് ഫൈനലി 3 in series. So your answer is 3 microfarad divided by 3. So your answer is 1 microfarad. It is option B. It is option B. So moving on to the next question. എട്ടാമത്തെ ചോദ്യം, the electrostatic force between a proton and electron. പ്രോട്ടോണും ഇലക്ട്രോണും certain distance. നമുക്കറിയാം പ്രോട്ടോണിൽ ഇലക്ട്രോണും ചാർജ് സെയിം അല്ലേ മക്കളെ? ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആയിരുന്നുള്ളൂ. അപ്പൊ പ്രോട്ടോണും ഇലക്ട്രോണും എടുത്താലും നിങ്ങളുടെ ചാർജ് എന്ത് തന്നെ? സെയിം തന്നെ. സെപ്പറേറ്റഡ് ബൈ എ certain distance. certain distance എന്നേ പറയുള്ളൂ. അവിടുത്തെ ഫോഴ്സ് F1 ആണ്. പിന്നുള്ള ചോദ്യം എന്താ?
ഇതേ ഇലക്ട്രോൺ മറ്റൊരു പോസിട്രോണുമായിട്ടാണ്. പോസിട്രോണിന് ചാർജ് വ്യത്യാസമൊന്നും ഇല്ലല്ലോ, സെയിം ആസ് ദാറ്റ്. ഒരു ആന്റി ഇലക്ട്രോൺ അല്ലേ പോസിട്രോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്രോട്ടോണിനെ മാറ്റി പോസിട്രോൺ കൊണ്ടുവച്ചാലും ഫോഴ്സിൽ എന്തില്ല, ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സോ നിങ്ങളുടെ 8ന്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, 1:1 തന്നെയാണ്. 9ാമത്തെ ചോദ്യം, എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജും കൺസർവേഷൻ ഓഫ് എനർജിയും നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ഓർത്തു നോക്കുക, ഇവർ ഈ ക്വസ്റ്റ്യനിൽ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണ്. പക്ഷേ നിങ്ങളിതാ ഇതൊന്ന് നോക്കിക്കേ, നമ്മളിത് പഠിച്ചിട്ടുള്ളതല്ലേ, ക്രിച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ. കറന്റ് എന്ററിംഗ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ലീവിംഗ് ദി ജംഗ്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ജംഗ്ഷൻ റൂൾ, കറന്റ് റൂൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. NCERT ടെക്സ്റ്റ് എടുത്ത് നോക്കുക, കൃത്യമായിട്ട് പോയിന്റ് പറയേണ്ടതിനകത്ത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൂപ്പ് റൂൾ അഥവാ മെഷ് റൂൾ അഥവാ വോൾട്ടേജ് റൂൾ, KVL എന്ന് വിളിക്കുക സംഭവം, ക്രിച്ചോഫ് വോൾട്ടേജ് ലോ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി ആണെന്ന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിൾ ആയ തിയറിയാണ്. സോ യുവർ ആൻസർ ഈസ് ഇറ്റ് ഈസ് ഓപ്ഷൻ സി. 9ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 10ാമത്തെ ചോദ്യം, ചൂസ് ദി. വീണ്ടും കണ്ടോ, ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനകത്തൊന്നും ഇൻകറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കണം. നിങ്ങൾ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യുക. റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ശരിയാണ്, കോപ്പർ ഒരു മെറ്റലാണ്. റെസിസ്റ്റിവിറ്റി ഓഫ് ജെർമേനിയം സെമി കണ്ടക്ടർ ആണ്, അത് കുറയും, ശരി ഉത്തരമാണ്. റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ്, ശരി ഉത്തരമാണ്. റെസിസ്റ്റിവിറ്റി ഓഫ് നിക്രോം ഷോസ് എ വീക്ക് ഡിപെൻഡൻസ് വിത്ത് ടെമ്പറേച്ചർ, ഓക്കെ ആണ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കുക, റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാ പറയുന്നത്. മനസ്സിലാക്കണം, ഇൻസുലേറ്ററുകൾ വളരെ ഉയർന്ന ടെമ്പറേച്ചറുകളിൽ അവര് കുറച്ച് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. They will start conducting at a higher temperature, around 3000 Kelvin. അത്രയും ഉയർന്ന ടെമ്പറേച്ചറിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, കണ്ടക്ഷൻ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഓപ്ഷൻസ് ഇ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ കഴിയില്ല. സോ അതിൽ റോങ് ആൻസർ ആണ്. സോ 10ന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, 11ാമത്തെ ചോദ്യം, 3 റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിങ് 3 റെഡ്, ബ്ലാക്ക്, ഓറഞ്ച്. നമ്മൾ എഴുതുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, ബി റോയ്. ഇത്രയും മതിയോ? കാരണം നമുക്ക് അത്രയും കളേഴ്സേ പറഞ്ഞിട്ടുള്ളൂ. റെഡ് 0, 1, 2 കണ്ടോ. അപ്പൊ നമ്മൾ റെഡിന് എന്ത് കൊടുക്കും? 2. ബ്ലാക്ക് 0, സോ ഇറ്റ് ഈസ് 20i ഇൻറ്റു 10⁻². ഓറഞ്ചിന് എത്ര പവർ? 3 കണ്ടോ, 20 ഇൻറ്റു 10⁻3. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാണ്, 20 ഇട്ടിട്ട് കൂടെ 3 0 ഇട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇതാണ് നിങ്ങളുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ. പക്ഷെ അവർ പറയണ്ടോ 4ാമത്തെ കളർ ഇല്ല എന്ന്. 4ാമത്തെ കളർ ഇല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് നോ കളർ. ടോളറൻസ് പഠിച്ചവരല്ലേ മക്കളെ നിങ്ങൾ? നമുക്ക് ടോളറൻസ് വാല്യൂ ഗോൾഡ്, സിൽവർ, നോ കളർ. ഗോൾഡ് ആണെങ്കിൽ 5%, സിൽവറിന് 10%, നോ കളറിന് 20% ടോളറൻസ് ലെവലാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഇതിന്റെ 20% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. സോ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയുന്നു. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 200 ഇൻറ്റു 20. So you can choose it is option D. Plus or minus. Tolerance can be positive or negative. So നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ടോളറൻസ് ആണ് അവർ ചോദ്യം. വാല്യൂ ഓഫ് ദി ടോളറൻസ് നമുക്കറിയാം, നോ കളർ എന്ന് പറഞ്ഞാൽ 20% ആണ്. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, അതിന്റെ ടോളറൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, മെറ്റീരിയൽ വൈഡ്ലി യൂസ്ഡ് ടു മേക്ക് വയർ വൗണ്ട് റെസിസ്റ്റർ ഈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് NCERT കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാംഗനീൻ ആണ് ഉപയോഗിക്കുക. മാംഗനീസിന്റെയും കോപ്പറിന്റെയും നിക്കലിന്റെയും ഒരു അലോയി ആണ് ഈ മാംഗനീൻ എന്ന് പറയുന്നത്. അവനെയാണ് നിങ്ങൾ വയർ വൗണ്ട് റെസിസ്റ്റർ ഉണ്ടാക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ 12ന്റെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ എ. 13ാമത്തെ ക്വസ്റ്റ്യൻ, an electron and a proton moving with the same velocity we enter into a uniform perpendicular magnetic field. മക്കളെ നിങ്ങൾ പഠിച്ചാൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രോണോ പ്രോട്ടോണോ ചാർജ് ഉള്ള ആരായാലും ചെന്ന് കയറിയാൽ അവൻ അവിടെ കിടന്ന് കറങ്ങും. ഇറ്റ് വിൽ എക്സിക്യൂട്ട് സർക്കുലർ മോഷൻ. ഇതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അത് എന്ത് ചെയ്യും? സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ബൂത്തും രണ്ടുപേരും ബോത്ത് മൂവിങ് സർക്കുലർ പാത്ത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഓക്കെ ആണല്ലോ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ നിങ്ങൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യാം. അപ്പൊ എന്തൊക്കെ സംഭവിക്കും? എല്ലാ ഓപ്ഷനിലും നിങ്ങൾ കൊടുത്തിരിക്കണ്ടോ കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇതിനെപ്പറ്റി മാത്രമാണ് പറയാൻ പോവാം. അപ്പൊ ഞാൻ ആ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് എഴുതാം. BIAN is equal to C theta. എല്ലാരും പഠിച്ചാണ്. ഇതിനകത്ത് നമ്മൾ സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക θ/I. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഞാൻ SI എന്ന് ഇടാണ് കേട്ടോ. S മീൻസ് സെൻസിറ്റിവിറ്റി, കറണ്ട് എന്ന് കാണിക്കുക, I എന്ന് ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾ നോക്കാം θ/I. സോ കറണ്ട് സെൻസിറ്റിവിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് ഇതിനകത്തൊന്ന് എടുക്കാം.
തീറ്റ ബൈ ഐ. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആൻസർ എന്താ? BAN/C. സോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോ? നമ്പർ ഓഫ് ടേൺസ് നിങ്ങൾ ഡബിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾ നോക്കുക, കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, കണ്ടോ? ഇനി ബാക്കി ഇവിടെ നമുക്ക് നോക്കണം. ചിലതിനകത്ത് ഡബിൾ ചെയ്യുന്നെന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, പലയിടത്തും പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, അപ്പൊ തന്നെ ആൻസർ എഴുതാം. എന്നാലും കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടെ പറയട്ടെ. തീറ്റ ബൈ വി ആണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, SV. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ ഡിവൈഡ് ബൈ വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, തീറ്റ ബൈ വോൾട്ടേജ് V = IR അല്ലേ മക്കളെ? V = എന്താണ്? IR ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് തീറ്റ ബൈ ഐ കണ്ടോ? അതെന്താണ്? ഇറ്റ് ഈസ് കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഈ ഫോർമുല വളരെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ന്യൂമറേറ്റർ ഡബിൾ ചെയ്യും, SI ഡബിൾ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? വേറൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഈ കോയിലിന്റെ ടേൺസ് ഡബിൾ ചെയ്യുന്നതനുസരിച്ച് ആ കോയിലിന്റെ റെസിസ്റ്റൻസും കൂടുകയല്ലേ? അപ്പോ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസും ഡബിൾ ചെയ്യപ്പെടും. അപ്പൊ മേളിൽ ഡബിൾ ചെയ്തു, താഴെയും ഡബിൾ ചെയ്തു, ദേ ക്യാൻസൽസ്. അപ്പൊ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. സോ 14ന്റെ ആൻസർ നിങ്ങൾ ഒന്നും നോക്കേണ്ട, ആൻസർ ഓപ്ഷൻ ഡി ആണ്. കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്യപ്പെടും, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, ശ്രദ്ധിക്കുക. 15ാമത്തെ ചോദ്യം, ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഈസ്. സോ ബിയുടെ വാല്യൂ ഞാൻ വാല്യൂ എന്ന് എഴുതാണ്, കാരണം മൂവിംഗ് ചാർജിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വാല്യൂ ഇട്ട് ചെയ്യാൻ ന്യൂമറിക്കലാണ്. ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് 0.4 × 10⁻⁵ ടെസ്ല. ഇറ്റ് ഈസ് അന്യൂൾഡ് ബൈ എ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി സെന്റർ ഓഫ് സർക്കുലർ റിംഗ്. റിംഗിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് π സെന്റിമീറ്റർ എന്നാണ്. സോ π × 10⁻², സെന്റിമീറ്റർ എന്ന് മീറ്റർ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം. നമ്മൾ വളരെ സിമ്പിൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കുലർ കോയിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? μ0I / 2R അല്ലേ മക്കളെ? എന്ത് സിമ്പിൾ ഇക്വേഷൻ. അപ്പൊ ബിയുടെ വാല്യൂ എത്രയാ? 0.4 × 10⁻⁵ is equal to μ0ന്റെ വാല്യൂ 4π × 10⁻⁷ ഇൻറ്റു കറണ്ട് കണ്ടുപിടിക്കാനാണ്. 2 × റേഡിയസിന്റെ വാല്യൂ π × 10⁻². ഇതിനെ സോൾവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യം π അവിടെ തന്നെ കട്ടായി, 2 ഇവിടെ തന്നെ കട്ടായി, ഇവിടെ -2 കട്ടായി. സി അപ്പൊ നിങ്ങളുടെ ആൻസർ നോക്കി, ഈ ടേം എല്ലാം കൂടി ഇപ്പുറം കൊണ്ടുവന്നാൽ മതി. ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, അപ്പൊ 0.4 ഡിവൈഡഡ് ബൈ ഈ 2 മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കട്ടായി പോയി. 0.4/2. സോ യുവർ ആൻസർ ഈസ് 0.2 ആംപിയർ. കണ്ടോ എന്ത് വൃത്തിയായിട്ട് ആൻസർ കിട്ടി? 0.2 ആംപിയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ആണ്, പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ എല്ലാവരും? 0.2 ആംപിയർ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. 15ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർ സിമിലർ ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. സിമിലർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് എന്താണെന്ന് അതിനകത്ത് സംശയം. നമ്മൾ NCERT ടെക്സ്റ്റ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സോളിനോയിഡ് ഈസ് ഈക്വലന്റ് ടു എ ബാർ മാഗ്നറ്റ്. ഇതിലപ്പുറം എന്താ നമുക്ക് വേണ്ടി? ഒരു സോളിനോയിഡ് എന്തിന് തുല്യമാണ്? ഒരു ബാർ മാഗ്നറ്റിന് തുല്യമാണ്. സോളിനോയിഡിന്റെ എൻഡിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ബോത്ത് ആർ ദി സെയിം. അതായത് സോളിനോയിഡിന്റെ എൻഡുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതിയാലും ഒരു ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എഴുതിയാലും രണ്ടും സെയിം ആണ്. സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഇറ്റ് ഈസ് ഓപ്ഷൻ എ. 16ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 17ലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദി ഡയറക്ഷൻ ഓഫ് എഡ്ഡി കറന്റ്. യെസ്, ലെൻസസിലോ പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഡയറക്ഷൻ ആണ്. A choke coil is pure inductor used for controlling. പഠിച്ചിട്ടുള്ളതാണ് ചോക്ക് കോയിലിന്റെ ഉപയോഗം. ഓപ്ഷൻ സി നമുക്ക് ചെക്ക് ചെയ്യാം. RMS വാല്യൂ ഓഫ് AC കറന്റ് ഈസ് √2 ടൈംസ് പീക്ക് വാല്യൂ. അത് തെറ്റല്ലേ അവർ പറയണേ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? IRMSന്റെ ഇക്വേഷൻ എന്താ? I0/√2 എന്നാണ്. IRMSന്റെ വാല്യൂ I0/√2 എന്നാ. ഓപ്ഷൻ സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? IRMSന്റെ വാല്യൂ √2 ടൈംസ് പീക്ക് വാല്യൂ എന്നാണ്. തെറ്റല്ലേ അത്? 1/√2 അല്ലേ വരണ്ടേ? അപ്പൊ ആൻസർ ഓപ്ഷൻ സി തെറ്റാണ്. സോ നമുക്ക് ശരി ഉത്തരമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുക തെറ്റുത്തരത്തിനെയാണ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇതിനകത്ത് നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി. അതാണ് റോങ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 18ാമത്തെ ചോദ്യം, റേഷ്യോ ഓഫ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ സോളിനോയിഡ്. അവിടെ നിർത്തുന്നു. സോളിനോയിഡിലെ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി ഡെൻസിറ്റി ആണ്. ഇറ്റ് ഈസ് എനർജി ഡെൻസിറ്റി. ഒരു സോളിനോയിഡിന്റെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് സോളിനോയിഡിന്റെ എനർജി ഡെൻസിറ്റി ഇക്വേഷൻ? B²/2 μ0 ആണ്. ഇത് നമ്മൾ EM വേവിലും പഠിക്കുന്നതാണ്. എനർജി ഡെൻസിറ്റി ഓഫ് എ സോളിനോയിഡ് ഈസ് ഗിവൺ ബൈ B²/2 μ0. അടുത്തത്
എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് കപ്പാസിറ്റർ, കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റി ഓർമ്മയുണ്ടോ? ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ഇതിന്റെ റേഷ്യോ എടുക്കാനല്ലേ അവർ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. നോക്കിക്കോ, ഇതിന്റെ റേഷ്യോ എടുത്തോ മക്കളെ. ബി സ്ക്വയർ ബൈ 2 mu 0 ഡിവൈഡഡ് ബൈ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. കണ്ടല്ലോ, നമ്മുടെ ആൻസർ റെഡിയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ mu 0 എപ്സിലോൺ 0 ഇൻറ്റു E സ്ക്വയർ എന്ന് വരികയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടല്ലോ, 2 കട്ട് ചെയ്ത് പോയി. ഇനി നിങ്ങൾ നോക്കാം, ഈ mu 0 എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രകാശത്തിന്റെ വേഗത പഠിച്ചിട്ടില്ലേ? നമ്മൾ എന്താണ് c is equal to 1 by root of mu 0 epsilon 0. അപ്പോ c സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 1 by mu 0 epsilon 0. അപ്പോ mu 0 into epsilon 0 is taken as 1 by c square. കണ്ടോ, mu 0 epsilon 0 is taken as 1 by c square. അപ്പൊ നിങ്ങൾ എന്താ ഉത്തരം? b square by 1 by c square into e square. ഈ c സ്ക്വയറിനെ ചവിട്ടി മേളിൽ കൊണ്ടുപോവാ. നിങ്ങളുടെ ആൻസർ റെഡിയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് b square c square divided by e square. It is option B. സോ 18ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ബി സ്ക്വയർ സി സ്ക്വയർ ഡിവൈഡ് ബൈ ഇ സ്ക്വയർ. ഓക്കെ, ഫൈൻഡ് ദി മിസ്മാച്ച് ബെയർ. ഇൻഡക്ഷൻ ഫർണസ്, എഡി കറന്റ് ഒക്കെയാണ്. എ സി ജനറേറ്റർ, ആർമേച്ചർ കോയിൽ വേണമല്ലോ എ സി ജനറേറ്റർ, അത് കിടന്ന കാരണം LCR സർക്യൂട്ടിലല്ലേ നിങ്ങൾ റെസൊണൻസ് പഠിച്ച്. മിസ്മാച്ച് ബെയർ കണ്ടോ നിങ്ങൾ? ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ഡി സിയിൽ വർക്ക് ചെയ്യുക? ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എവിടെയാ ഡി സിക്ക് കിട്ടുക? ഡി സി സപ്ലൈ. നിങ്ങൾ അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമുണ്ട്. എ സി വോൾട്ടേജിന് മാത്രമേ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും പറ്റുള്ളൂ. എന്തിനെ പറ്റില്ല? ഡി സി പറ്റില്ല. ഡി സിയെ നമുക്കൊരു ട്രാൻസ്ഫോമറിൽ കൊടുക്കാൻ കഴിയില്ല. സോ നമുക്ക് ട്രാൻസ്ഫോമർ ഡി സി വോൾട്ടേജ് മിസ്മാച്ച് പെയർ തന്നെയാണ് മക്കളെ. അപ്പൊ നമ്മുടെ ആൻസർ അവർ പറഞ്ഞിരിക്കുന്നത് മിസ്മാച്ച് പെയർ ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. എ സി വോൾട്ടേജ് ഇക്വേഷൻ ആണ് കണ്ടോ. 330 into sin 100 pi t is applied to a capacitor produces a current of. എന്താ പ്രശ്നം? നമ്മൾ പഠിച്ചിട്ടില്ലേ, എന്തിന്റെ ഇക്വേഷൻ എഴുതിയാലും v എഴുതിയാൽ നിങ്ങൾ എഴുതുക v0 sin omega t. കറണ്ട് എഴുതിയാൽ നിങ്ങൾ എഴുതുക I0 sin omega t. ചിലപ്പോൾ പ്ലസ് ഓർ മൈനസ് ഒരു ഫേസ് ഡിഫറൻസ് കൂടി വരാം. കറണ്ട് ആയതുകൊണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദി സർക്യൂട്ട് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരാം. ചില ആൾക്കാർക്ക്, ഉദാഹരണം കപ്പാസിറ്ററിനും ഇൻഡക്ടറിനും ഒക്കെ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. ഇവിടെ തീർച്ചയായിട്ടും 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്, കോസ് ആണ് കണ്ടോ. പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, V0യുടെ വാല്യൂ എത്രയാ? 330. കണ്ടോ, I0യുടെ വാല്യൂ എത്രയാ? 1.5. നിങ്ങൾക്ക് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിരോധം, റെസിസ്റ്റൻസ് തന്നെയല്ലേ, XC അല്ലേ. XC കണ്ടുപിടിക്കാൻ അതിപ്പോ ഈ സർക്യൂട്ട് തന്നെ വേണോ? ഏത് സർക്യൂട്ട് ആണെങ്കിലും ഇതിപ്പോ കപ്പാസിറ്റീവ് അല്ലെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ആൻസർ മാറാനൊന്നും പോകുന്നില്ലെന്നേ. V0 by I0. സോ നിങ്ങളുടെ ആൻസർ 330 ഡിവൈഡ് ബൈ 1.5 തന്നെയായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സോ യുവർ ഓപ്ഷൻ ഈസ് 220. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. 220 ohms ആണ്. ഓക്കെ, 21 റേഡിയോ വേവ്സ് ആണ്. ഈ റേഡിയോ വേവ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാം? നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. റേഡിയോ വേവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം, നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ റേഡിയോ വേവ് ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ എത്ര തവണ പേടിച്ചിട്ടുണ്ട്? നമ്മൾ പറയാറുണ്ട് നമുക്ക് മൊബൈൽ ടവറുകൾ നമ്മുടെ ബോഡിക്ക് ഹാനികരമാണ്. എന്തുകൊണ്ടാണ്? റേഡിയോ വേവുകളുടെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങളാണല്ലോ നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്താ പ്രശ്നമുള്ളത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സെല്ലുലാർ ഫോൺ ടു ട്രാൻസ്മിറ്റ് ദി വോയിസ് കമ്മ്യൂണിക്കേഷൻ. അതായത് റേഡിയോ വേവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് സെല്ലുലാർ ഫോണിൽ തന്നെയാണ്. നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ് റേഡിയോ വേവ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 22. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി. നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്നത് ആരാന്ന് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന കാര്യമല്ലേ മക്കളെ? എന്താണ്? ഇൻഫ്രാറെഡ് റേസ് ആണ് എന്തുണ്ടാക്കുക? നമ്മുടെ ഭൂമിയിൽ ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23 പോവാം. ദി പവർ ഓഫ് കറക്റ്റീവ് ലെൻസ് ഈസ് -4d. എന്ത് എളുപ്പമാ? പവറിന്റെ ഇക്വേഷൻ എന്താ? 1 by focal length. 1 by focal length. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക മീറ്ററിലാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. നെഗറ്റീവ് വന്നെങ്കിൽ അത് കോൺകേവ് അല്ലേ? പവറും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വന്നാൽ ആ സാധനം കോൺകേവ് ആണ്. അപ്പൊ നമ്മൾ കോൺകേവ് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1/4. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 0.25 മീറ്റർ ആണേ. അപ്പൊ നമുക്ക് അതിനെ പിടിച്ച് സെന്റിമീറ്റർ ആക്കാം. 25 സെന്റിമീറ്റർ. സോ ഇറ്റ് ഇസ് എ കോൺകേവ് ലെൻസ്. ഇതെന്താണ്? ഒരു കോൺകേവ് ലെൻസ് ആണ്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഇസ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് -25 സെന്റിമീറ്റർ. സോ 23rd ക്വസ്റ്റ്യൻ സെറ്റ് ആണ്. അടുത്തതിലേക്ക് പോവാം.
24. വീണ്ടും കണ്ടോ, നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാമോ? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു തരുന്നത്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നോക്കുക. വീണ്ടും കണ്ടോ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ്. എന്താണ് 24th നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റാൻ നോക്കട്ടെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, കൂളർ എയർ ഹാസ് ഹയർ, അതെല്ലാം ശരിയാണല്ലോ. എ ശരിയാണ്. ബി ഹോട്ടർ എയർ ഈസ് ലെസ് ഡെൻസർ, അത് ഓക്കെയാണ്. കൂളർ എയർ ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ ഹോട്ടർ എയർ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ശ്രദ്ധിച്ചോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇൻക്രീസസ് വിത്ത് ഡെൻസിറ്റി ആണ് ശരിക്കും വരേണ്ടത് അല്ലേ. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് കൂടുതലാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേ, ഡിക്രീസസ് ആണ്. അപ്പൊ തെറ്റുത്തരം ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. ഓക്കെ, സോ 24ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 25ാമത്തെ ചോദ്യം, പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡന്റ് ഓൺ എ തിൻ പ്രിസം, കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ. നമുക്കൊന്ന് നോക്കാം. ഒരു പ്രിസം വരയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു പ്രിസത്തില് പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് വീണു, കണ്ടോ? എന്തായിരിക്കും സംഭവിക്കുക? ഇങ്ങനെയല്ലേ ഇത് പോവുക? അപ്പൊ നിങ്ങൾ ഒരു പ്രിസത്തിന് സംഭവിച്ച എന്താ, പ്ലെയിൻ വേവ് ഫ്രണ്ടിനെ, നമ്മൾ ഇതൊരു ലൈവ് ക്ലാസ്സിലും പറഞ്ഞ കാര്യം തന്നെയാണിത്. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിനെ മറ്റൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആക്കുകയാണ് പ്രിസം ചെയ്യുക. പക്ഷേ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ, കോൺവെക്സ് ലെൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു കോൺവെക്സ് ലെൻസിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാരലൽ ബീമിനെ പറഞ്ഞു വിട്ടാൽ ഇത് വന്ന് കൺവെർജ് ചെയ്യും. കണ്ടോ, ഇത് വന്ന് കൺവെർജ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് എന്താണ്? യു വിൽ ഗെറ്റ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്, ഓർ യു ക്യാൻ കോൾ ഇറ്റ് എ കോൺകേവ് വേവ് ഫ്രണ്ട്. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇത് കോൺകേവ് ആണ്. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കണേ? കോൺകേവ് മിറർ ആണ്. യെസ് മക്കളെ, കോൺകേവ് മിററിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പാരലൽ ബീം വന്ന് വീണാലും ഇത് ഇങ്ങനെയല്ലേ വരിക, കൺവെർജ് ചെയ്യല്ലേ വരിക. അപ്പോഴും വേവ് ഫ്രണ്ട് എന്താണ്? സ്ഫെറിക്കൽ തന്നെയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് പ്രിസത്തിന് മാത്രമാണ് നമുക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ട് തരാൻ കഴിയുക, ബാക്കി എല്ലാം സ്ഫെറിക്കലാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഉത്തരം ഏതാ? ഓപ്ഷൻസ് ഓരോന്ന് ശ്രദ്ധിക്കാം. ഇതന്നെ കണ്ടോ, ഇതെല്ലാം തെറ്റല്ലേ? കോൺകേവിൽ നിന്ന് കിട്ടുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണോ? അല്ല. പ്രിസത്തിൽ നിന്ന് കിട്ടുന്ന സ്ഫെറിക്കൽ ആണോ? അല്ല. പ്രിസത്തിൽ നിന്ന് കിട്ടുന്ന പ്ലെയിൻ ആണ്. കോൺവെക്സ് ലെൻസും കോൺകേവ് മിററിൽ നിന്ന് കിട്ടുന്ന പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണോ? അല്ല. കോൺവെക്സ് ലെൻസും പ്രിസവും തരുന്നത്, കോൺവെക്സ് ലെൻസ് തരും, പ്രിസം തരില്ല, ഇവൻ തരില്ല. അതും തെറ്റാണ്. ഓപ്ഷൻ ഈ ശരി ഉത്തരമാണ്. കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ്. ഓക്കെ, 25ന്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഇമാജിനറി. ഇത് നിങ്ങൾ എത്രയോ തവണ കേട്ട കാര്യം തന്നെ ആയിരിക്കും മക്കളെ. നമ്മൾ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എയറിൽ സെറ്റ് ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് ലാംഡയ്ക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് എല്ലാവർക്കും അറിയാം. ലാംഡയ്ക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ലിക്വിഡിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ലാംഡയ്ക്ക് വരുന്ന വ്യത്യാസം എന്താ? ലിക്വിഡിൽ ഇറക്കി വെക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ ലാംഡ ബൈ എൻ ആയിട്ട് കുറയും. എന്നിന് ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവർ മ്യൂ എന്നാ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഞാൻ എഴുതുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബീറ്റ എയറിന് ഞാൻ ബീറ്റ എന്ന് കൊടുത്താൽ ബീറ്റ ലിക്വിഡിന് എന്ത് കൊടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണേ? ബീറ്റ ബൈ മ്യൂ. ശരിയല്ലേ? കാരണം വേവ് ലെങ്തിന് പ്രൊപ്പോർഷണൽ ആണല്ലോ. വേവ് ലെങ്തിന്റെ വാല്യൂ ലാംഡ ബൈ മ്യൂ ആയിട്ട് കുറയുന്നുള്ളത് കൊണ്ട് മീഡിയത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ബാൻഡ് വിഡ്ത്തിന്റെ വാല്യൂ മ്യൂ ടൈംസ് കുറയും. പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻ തലതിരിച്ച. ശ്രദ്ധിച്ച് കേൾക്കാം. ഇത് പലർക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് തലതിരിച്ച, ശ്രദ്ധിച്ച് കേൾക്കാം. ഇതാണല്ലോ സംഭവം. അപ്പൊ ഞാൻ എഴുതാൻ ശ്രദ്ധിക്കാം. ബീറ്റ എയറിനെ നിങ്ങൾ മ്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലിക്വിഡിന്റെ ബാൻഡ് വിഡ്ത്ത് കിട്ടും. ലിക്വിഡിലുള്ള എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് നിങ്ങൾക്ക് കിട്ടും, ബാൻഡ് വിഡ്ത്ത് കിട്ടും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഇമാസിഡിനെ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ, അപ്പോഴത്തെ ബാൻഡ് വിഡ്ത്ത് ആണ് ബീറ്റ. കണ്ടോ? അപ്പോ ഹിയർ ഗിവൺ ബീറ്റ എന്ന് പറയുന്നത് ഇവർ തന്നിരിക്കുന്നത് ലിക്വിഡിലെ ബാൻഡ് വിഡ്ത്തിനാണ്. തിരിച്ചേറി ചോദിച്ചാൽ മോനെ മ്യൂ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ അല്ലേ വേണ്ടത്? ചിലർ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ല ശരി ഉത്തരം. ശരി ഉത്തരം ഇതാണ്. കാരണം ക്വസ്റ്റ്യൻ തിരിഞ്ഞ് ലിക്വിഡിലാണ് അവർ ബീറ്റ എന്ന് തന്നത്, എയറിലെയാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബീറ്റ എയർ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ബീറ്റ ലിക്വിഡ്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. മ്യൂ ഇൻറ്റു ബീറ്റ ആണ് നിങ്ങളുടെ ശരി ഉത്തരം. ഓക്കെ, അപ്പം ബി അല്ല, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. 27ാമത്തെ ചോദ്യം, 2 rays of light A and B are falling on a glass slab at angles 45 degree and 60 degree. കണ്ടോ? 2 റേസ്, എ എന്ന് പറയുന്ന ലൈറ്റ് റേയും ബി എന്ന് പറയുന്ന ലൈറ്റ് റേയും 45 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും വന്ന് വീഴാണ്. ഇതില് എ എന്ന റേ പാർഷ്യലി പോളറൈസ്ഡ് ആവുന്നു, അതവിടെ കിടക്കട്ടെ, അതിനകത്തൊന്നും പോകണ്ട. ബി പക്ഷെ എന്താണ്? കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫുള്ളി റിഫ്ലക്റ്റഡ് ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിച്ച പേര് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് കോൾഡ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഓർ പോളറൈസിംഗ് ആംഗിൾ. എന്നിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ?
tan p is equal to mu. എന്ത് സിമ്പിളാ, tan p is equal to mu. ഇവര് തന്ന p വാല്യൂ എത്ര ഡിഗ്രിയാ? 60 degree. So tan 60 is equal to mu. So your answer is √3. It is 1.732. 1.732. Mu is equal to tan p. എന്തെളുപ്പോ നിങ്ങൾ 45 ഡിഗ്രി എടുക്കല്ലോ കേട്ടോ. അത് പാർഷ്യൽ പോളറൈസേഷൻ നടന്നിട്ടുള്ളൂ. ഫുള്ളി പോളറൈസേഷൻ നടന്ന 60 ഡിഗ്രിയിലാണ്. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ. മൊമെന്റ ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവരുടെ റേഷ്യോ ഞാൻ എഴുതാം. P1 is to P2 is to P3 എന്ന് പറയുന്നത് 3:1 എന്നാണ്. എന്നിട്ട് ലാംഡ ചോദിച്ചിരിക്കുക. നമുക്കറിയാലോ ഡി ബ്രോഗ്ലി വേവ് ലെങ്തും ലാംഡയും എച്ചും പിയും തമ്മിലുള്ള റിലേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു h/p. അപ്പൊ പി പ്രൊപ്പോർഷണൽ ടു എന്താ മക്കളെ? 1/λ ആണല്ലോ. അപ്പൊ നിങ്ങളോട് λ1 ഈസ് ടു λ2 ഈസ് ടു λ3 ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതണം? 1/p1 ഈസ് ടു 1/p2 ഈസ് ടു 1/p3 എന്നല്ലേ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ പറ ഇതിന്റെ റേഷ്യോ ഡിനോമിനേറ്ററിലേക്ക് പോട്ടെ. 1/3 ഈസ് ടു 1/2 ഈസ് ടു 1/1. ഇങ്ങനെയല്ലല്ലോ ഓപ്ഷൻ. ഫുൾ റേഷ്യോനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6. 3 കട്ട് ചെയ്യുന്നു 2, 2 കട്ട് ചെയ്യുന്നു 3, 6 6 ആയിട്ട് വരുന്നു. സോ യുവർ ആൻസർ ഈസ് 2 ഈസ് ടു 3 ഈസ് ടു 6, 236, 236. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. 28ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 236. 2 ഈസ് ടു 3 ഈസ് ടു 6. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. വിച്ച് ഓഫ് ദി മെറ്റീരിയൽ ഈസ് നോട്ട് സെൻസിറ്റീവ് ടു വിസിബിൾ ലൈറ്റ്? നിങ്ങൾ പഠിച്ച എന്ത് കാര്യമാണ് ഇതിനകത്ത് അതുപോലെ വന്നിക്കണം. നോക്കിയേ, നിങ്ങൾ പഠിച്ചില്ലേ വർക്ക് ഫംഗ്ഷൻ ആൽക്കലി മെറ്റൽസിന് ഏറ്റവും കുറവാണ്. സീഷ്യം, ലിഥിയം, പൊട്ടാഷ്യം, സോഡിയം ഇവർക്കൊക്കെ വർക്ക് ഫംഗ്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിസിബിൾ ലൈറ്റിൽ കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് നടക്കും? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും സോഫ്റ്റ് മെറ്റൽസ് ഒഴികെ ബാക്കിയുള്ളവർക്കായിരിക്കണമല്ലോ ഈ വിസിബിൾ ലൈറ്റ് നടക്കാത്ത. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഏതാണെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കുക. ഇറ്റ് ഈസ് കാഡ്മിയം. ബാക്കിയെല്ലാം സോഫ്റ്റ് മെറ്റൽസ് ആണ്. അപ്പൊ അവർക്കെല്ലാം വിസിബിൾ ലൈറ്റ് കൊണ്ട് തന്നെ എന്ത് നടക്കും? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പോസിബിൾ ആണ്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 29 ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കാഡ്മിയം. സോ 30, ക്വസ്റ്റ്യൻ നമ്പർ 30. ദി എനർജി ഇക്വലന്റ് ഓഫ് 5 gram ഓഫ് എ സബ്സ്റ്റൻസ്. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി നിങ്ങൾ ആരും കേൾക്കാത്ത ഫോർമുലയല്ല. E is equal to mc square. So energy mass equivalence, mass energy equivalence നോക്കാം. 5 gram 5 into 10 raised to minus 3. C യുടെ സ്ക്വയർ 3 into 10 raised to 8 the whole square. That is equal to 5 into 10 raised to minus 3 into 9 into 10 raised to 16. 9 into 5 45 into 10 raised to 13. അത് തന്നെയല്ലേ ഓപ്ഷൻ സി. കണ്ടോ, 4.5 into 10 raised to 14. 4.5 into 10 raised to 14. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. സോ 30യുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ. So, hi, we'll start with question number 31. The incorrect statement. The nuclear density is independent of the mass number A of the nucleus. Average binding energy per nucleon is very high for light nuclei. Nuclear forces are strongest in nature. In radioactive nucleus, the half-life period is directly proportional to mean life. Becquerel is the SI unit of activity of a radioactive substance. So, we are supposed to get the incorrect statement from the question.
So nuclear density independent of the mass number of the nucleus. So we know that we have to consider the mass to get the nuclear density because mass by volume is the density. And now the second question is average binding energy per nucleon is very high for light. Of course, it is because binding energy per nucleon, the number of nucleons inside the nucleus will consider to calculate the binding energy. So if you are considered lighter nuclear, definitely the binding energy per nucleon will be very high for this case. So that the incorrect statement, okay, we are supposed to get the incorrect statement. Average binding energy per nucleon is very high for the lighter nucleus. So we can mark this as a incorrect statement for the concerned question number 31. Now question number 32. In Bohr atom model, the total energy of the electron in hydrogen atom is minus 3.4 electron volt. Then its angular momentum about the nucleus of the atom is, we know that angular momentum is the integral multiple of the nh by 2 pi. So we can write MBR is equal to nh by 2 pi. This is our concern, nh by 2 pi. So if we know that angular momentum is nh by 2 pi, and you know this is minus 3.4 electron volt is the energy of the electron which is gained at the second orbit where n is equal to 2. So if you are substituting n for 2 in this case, you will get the answer as h by pi. So that right answer to the question number 32 will be h by 2 pi. Now question number 33. In a nuclear reactor, the ratio of number of fission produced by a given generation of neutrons to the number of fission of the preceding generation is known as. So we know that a nuclear fission process is the splitting up of a heavier nucleus into two lighter nuclei. So during the birth of every lighter nucleus, there will be an emission of neutrons. So that one nuclear fission means it will give rise to 3 electroneutrons approximately. So if you are considering this as a future process, then the preceding process will occupy a concept like this, so that we can consider that this is a multiplication factor, because it's not quality factor, it's not the nuclear reaction factor, it is multiplication factor. So the right answer to question number 33 will be multiplication factor. Now question number 34. The special purpose diode operated or working under the forward bias is R. So we know that special purpose diodes are used for some special kind of purposes, and we have learned about Zener diode. Zener diode is a voltage regulator, usually we are using in circuits, but this is a special purpose diode. They were asking you, it is forward biased. Zener diode is a reverse biased PN junction diode, but this is a forward biased concept they were asking. So that for you, the special purpose diode operated or working under the forward bias characteristic light emitting diode, its answer will be LED. So that's the right answer to the question number 34, LED. Now question number 35. If the potential at A is greater than the potential at B, then the equivalent resistance of the circuit across AB is. Since we know that Wheatstone bridge principle, there are resistors, let us mark it as R1, R2, and this as R3 and R4. On taking the ratio R1 by R2 is equal to R3 by R4. If so, if this ratio satisfies, we can remove this 4 ohm resistance circuit. If so, you removed, then the circuit will be, since the diode connected here is forward biased, so that it will give you the current through the branch. So you can, it become so like this. This is the concept. So this will be 3, this will be 6, and this will be 2, and this will be 4, since they are balancing this ratio. Okay, so that you will get the answer like this. It is 3 plus 6 will be the one of the branch resistance, 2 plus 4 with another branch. So overall resistance R will be 9 into 6 divided by 9 plus 6. So it will be approximately 54 by 15. It will be 3.6 ohms will come as your answer. So the right answer to the question number 35 will be option E. Now question number 36. When light falls on a solar cell, the generation of EMF happens due to. We know that solar cell is also a PN junction diode. It consists of 2 layers of N region as well as a P region. When light is exposed to one of the region, definitely there will be a production of electron hole pair production will begin, because that energy, the photon energy that is utilized to break the bonds at the near the junction of the PN, and because of the breaking of the bond, every bond breaks, there will be a formation of electron and hole pair.
So this electron hole pair altogether collected, and that constitutes a large potential energy. It is of course behind the EMF. So that we can pick up the right option, generation of electron hole pair only. Let us check the second option also, generation and collection of electron hole pair only. Third, collection of electron and hole pair only. Fourth, generation, separation, collection of electron hole pair. So when we compare option A and D, that would be the more better choice. Generation, separation and collection of electron hole pairs. So the right answer to the question number 36 will be option D, and the option E is separation and collection of electron and hole pair. So we have to generate, we have to separate, and we have to collect it. This is the actual concept. The right answer to question number 36 will be option D. Now question number 37. Logic gates are given inputs A is equal to 0, B is equal to 1 in case A, and A is equal to 1, B is equal to in case B. The gate giving output of Y is equal to 1 for both the cases. Then these are. So let us mark here A, B are the two inputs. Okay, and Y will be the output. For an input of 0 and 1, you are getting an output 1. And for the second case, it is giving A value as 1, B value as 0, you are getting Y value as 0 once again. So that you know this is 0 and 1, you are getting output as 1. Most probably it will be an OR gate because additive gate. And we know the Boolean expression for additive gate, Y is equal to A plus B. So A is the one of the input, B is the one of the input, another input. Then if you are giving at least one of the input, you will get output as, okay, concept. This is the Boolean expression for the OR gate. Similarly, for an input A, you are getting, okay, another for an input B 0, you are still getting 1 means you can check the NAND gate, the output of an AND gate given to the NOT gate. So if you suppose you are giving, you know that AND gate function only when two inputs are available. Okay, when two inputs are available, output will be 1. If output is 1, then will be 0. So output of this NAND gate will be something like this. So that one of the input is present here, then output will be 0. If output is 0 means then output of this gate will be 1. That means it's a NOT gate. This is a NOT gate. This is an AND gate. Okay, so this will be the NAND gate. This is the combination of NAND gate. Okay, so if NAND gate is like this, then definitely you will get a result like this also. So that the gates giving output if of Y is equal to 1 for both the cases are OR and NAND. So the right option to the question number 37 will be option B. Now the question number 38. The minimum length of the dipole antenna for a carrier wave of frequency of 200 megahertz is nearly. We know that this is dipole. Okay, and the given frequency is 200 megahertz. So we are supposed to get the length of the dipole. Length of the dipole is equal to half of the wavelength of the carrier frequency because it is a dipole. If it is monopole, usually it will be the 1/4 of the wavelength. So this is, okay, dipole, you can take the half of the wavelength. Then if so, then you know 200 megahertz is the frequency. Then you know that frequency is equal to C by lambda. Then lambda is equal to C by nu, you can consider here. So if you are substituting lambda as C by nu, then you will get C by 2 nu. Then C is 3 into 10 raised to 8 divided by 2 into nu is 200 into 10 raised to 6. You are getting, because it is 200 megahertz is your answer. So you can cancel these terms. You will get it as 3 by 4, which is equal to 0.75 meter. So the right answer to the question number 38 will be option E, 0.75 meter. Now question number 39. In communication system, the device used to convert energy from one form to another form is. Usually we know every signals that are converted some of the mechanical forms. So a radio station usually transmits audio signals by converting a sound in the mechanical form into electromagnetic pulses. So the device used to convert any mechanical form to electrical pulses are known as transducers. So the answer to the question will be transducer. And there are some of these repeaters: strengthening signal, amplifier, strengthening signal, attenuation means losing signal, antenna is to as a receiver part. So that when we compare all these options, we know that this is the right answer to the question number 39, option B. Now question number 40. The dimensional formula for the power of
a lens. You know, power of a lens is a reciprocal of focal length. The power is equal to reciprocal of focal length, and focal length usually we are expressing in meter. Okay, so diopter is the unit of the power, that is a meter inverse. So that unit will be meter inverse. If you are writing its dimension, it will be L raised to minus 1. So out of the given options, you can pick up the dimension having L raised to 1. So the option A will be the right option to the question number 40, option A. Now question number 41. The technology related with the Bernoulli's principle used. The technology, usually we know it is the concept of if the air, in case of an aircraft, if you are considering aircraft and you know the wings and the upper part of the aircraft is okay like this, lower part is something like this, and you know that when the air travels a longer distance, okay, like this through the upper part of the aircraft, that reduces the air pressure there. Okay, so that the air pressure below is greater and compared to the upper part, so that it is getting a push in the upward direction. So this is the concept and working of the aeroplane, that is the Bernoulli's concept. So we can say that the technology related with the Bernoulli's principle used in is which one? Aeroplane. Now question number 42. The final result of sum of the numbers 523.32, let us write here 523.32, then second one is 1.21524, and third is 107.3. So 4 is there, 2 is there, 5 is there, and now here it is 3 is there, and here it will be 8. Okay, and here it will be 1, and here will be 2. Okay, sorry, 3, and this will be 6. Okay, this will be the summation of these values. Okay, usually in the usual techniques. Okay, so these are the concept. Okay, and now out of the for 3 values given here, the least number of significant figures are, in this case it's 4 significant, so you can round this answer to the 4 significant. So that means you can round this for 8, and you know the digit next to the 8 will be greater than 5, then you can add by 1 here, but it's not so, so that it is 3 only. You don't want to do anything here, just pick up the value 631.8. So that the right answer to the question will be 631.8. So that is the answer to the question number 42. Now question number 43. A cyclist starting from rest moves with uniform acceleration and covers 120 meter in 10 seconds. Then his acceleration in meter per second. He is starting from rest moves with uniform acceleration. So we can use the equation S equal to ut plus half at square. So if you are using this equation F is equal to half at square, then you know initial value starting from rest is mentioned there, so that u will be 0, and this 120 is your S. So you can write 120 is equal to 0 plus half into a into 10 square, because time is given as 10 seconds is also given. Okay, if suppose you are doing this, will be 240 by 10 square is equal to a is your answer. So will be 2.4. So answer will be 2.4 meter per second square. So the right answer to the question number 43 will be option C. Now question number 44. The angle made by vector r is equal to 3i vector plus 3j with the axis is. We know that angle, okay, usually this is the concept. Okay, this is the theta, and we can just pick up the values like this. Then tan theta is equal to change in y coordinate by change in x coordinate, delta y by delta x. Then theta is equal to tan inverse delta y by delta x. This is the concept. Since you know that this is the y coordinate and this is the change in x coordinate, so if you are substituting that value there, tan inverse 3 by 3, which will be 1, you will get as tan inverse 1, tan inverse 1. Okay, that is equal to 45 degree. Okay, so your answer will be tan inverse 1 means okay, it's you are supposed to get the value of as 1 means you will get sin 45 by cos 45, so that means it will be 45 degrees. So the answer will be 45 degree. So option E will be the answer to the question number 44. Now question number 45. In projectile motion, the physical quantity that remains invariant throughout is. So in case of a projectile motion, you know this is the case, this is the concept.
So it is the velocity you are supposed given to the body, and you know after certain moments when you mark the components of velocity, this is your v cos theta component, and this is your v sin theta component. It depends upon the velocity you are given. So at the maximum height, you know this v cos theta will remain as it is and v sin theta will turn, and after some time, see here, v cos theta is exist, v sin theta reverses its direction. Okay, that means they were asking you the physical quantity that remains invariant throughout. Vertical component of velocity, it is variant. Horizontal component of velocity, that is invariant. Kinetic energy, okay, variant. Potential energy is variant. Linear momentum also is variant. So that the remains invariant throughout is horizontal component of velocity. So the right answer to question number 45 will be option B. Now question number 46. Given below are the velocity time graph of 5 particles A, B, C, D and E. The correct graph from the following VT plots in which the velocity of the particle as a time function of time. See here it is square is given, function of time is given here. So if you know that the concept of displacement time, you know S is proportional to T square. Since you are supposed to get the plot between V and T, and it is a second degree term is given here, so it most probably it will be a parabolic equation. So that this will be the concept, option A. So the graph will be parabolic because it is T square. Sin time is given as T square. Okay. Now question number 47. Which one of the following is not a contact force? The force, which is in contact. So frictional force is a contact force. Buoyant force when the body is immersed in liquid is also a contact force. Air resistance when the body floating in air, also contact force. Viscous force when the body immersing in a liquid. Gravitational force is a force at a distance, so that is not a non-contact force. So the right answer, which one of the following is not a contact force? Gravitational force is not a contact force. Question number 48. Two bodies of masses m and m are having kinetic energies in the ratio 1:2. Their momenta p1, p2 are in the ratio. So two bodies having masses m and 4m. So we know that kinetic energy K is equal to P square by 2m is the equation. Okay, so they are given their masses is 4m and their kinetic energy ratio they were asking us momenta. So we can write from this equation P is equal P proportional to P is equal to 2, P square is equal to mk, then P1 square, let us mark it as P1 square is equal to 2 mk1, m1 k1. Similarly, P2 square is equal to 2 m2 k2. Okay, so on taking the ratio, then we'll write P1 by P2 whole square is equal to here m1 by m2 into k1 by k2. Okay, so this is the answer which we are getting when we are taking. So we are supposed to get the ratio of P1 and P2. M1 is m and the other one is 4. So we can mark as m by 4m into K1. The ratio is given, have kinetic energy is given as ratio is 1:2. That means K1 by K2 ratio is 1:2. That's 1 by 2. Let us mark it as 1 by 2. So P1 by P2 is equal to, let us mark here, P1 by P2 is equal to 1 by, it is K1 by K2, 1 by 8. Okay, and it's a square root, it is equal to 1 by 2 root 2. Okay, so this is the condition which we are getting it as 1 by 2 root 2. P1 by P2 is equal to 1 by 2 root 2, 2 is true. So the right answer to the question will be P1 by P1 is to P2 is equal to 1:2 root 2 will come as the answer to the question. Okay, so this is the concept. Now question number 49. Work energy theorem is the integral form of. It is basically, it's a direct question. Its answer is Newton's second law. Question number 50. In which one of the following statement is correct? In elastic collision, both momentum and kinetic energy conserved. In inelastic collision, a collision is said to be inelastic only when the kinetic energy is not conserved. So it's mentioned there in elastic collision, both momentum and kinetic energy are conserved. So it's wrong statement. Question B.
In inelastic collision, momentum is conserved and the kinetic energy is not conserved. In inelastic collision, momentum is conserved, kinetic energy not conserved. That's true. Option C, in elastic collision, momentum is conserved and kinetic energy is not conserved. It is false because kinetic energy is also conserved in elastic collision. In inelastic collision, momentum is not conserved, kinetic energy is conserved. It's absolutely wrong. In elastic collision, momentum is not conserved, kinetic energy is also wrong. So the concept is here. In inelastic collision, momentum is conserved, kinetic energy is not conserved. That's the right answer to the question number 50. Now 51. In a tug of war, two opposite teams pull the rope with an equal and opposite forces. So if it is the tug, okay, then they are pulling each other, okay, in this direction by giving some force F1 and F2. Equal and opposite 20 kilonewton at each end of the rope. If the equilibrium condition exists in the rope, the tension in it. So you know that when equilibrium condition exists, okay, the net force at a particular point will be 0. That means if 20 kilonewton force is, okay, applied here, then at equilibrium condition exists in the rope, the tension in it will be 20 kilonewton at every point on the rope. Okay, so that's the right answer to the question number 51. Now question number 52. A toy car of mass 80 gram is maintained to move horizontal circle of radius 0.8 meter with velocity v meter per second. The centripetal force on it is 10 Newton, then the value of the v in meter per. And we know that centripetal force Fc is equal to mv square by r. This equation. And they were asking us the value of v. Okay, so you are supposed to isolate the v. Then we can write mv square is equal to r into Fc, then v square is equal to r into Fc by m. Then r is given here as, okay, 0.8 meter, so we'll substitute here 0.8 meter into centripetal force given here as 10 Newton divided by, and the mass is given as 80 gram, so you can write as 80 into 10 raised to minus 3 kilogram. Okay. So if suppose you are writing here, it will get answer like this: 0.8 v square is equal to, okay, v square is equal to 8 by, okay, 8 by 8 into 10 raised to minus 2. Okay, 8 by 8 into 10 raised to minus 2. Then 8 cancel, you will get v is equal to 1 by 100, which v square is equal to 1 by 100. Then v is equal to 1 by root 100 is equal to 10. Okay, so your answer will be 1 by 10. V is equal to 1 by 10. Okay, so that's your answer, which you get mv square by r. Okay, then v square is equal to, it's coming, sorry, it is, correction is there. It's not, okay, it is 10 raised to minus 2. This, okay, v square is equal to, v square is equal to, this is coming 8 by 8 into 10 raised to minus 2, which is equal to 1 into 10 raised to 2. Then v square is equal to root 100, which is equal to, v is equal to 10 meter per second. So the right answer to the question number 52 will be option E, 10 meter per second. Now question number 53. A man weighing 70 kilogram is riding on a cart of mass 30 kilogram, which moves along a level floor at a speed of 3 meter per second. If he runs on the cart so that his velocity relative to the cart is 4 meter per second in the direction opposite to the motion of the cart, the speed of the center of mass of the system is. So let us mark here. This is the cart. Okay, a man is weighing, okay, 70 kilogram is there. Okay, and the mass of the cart is 30. Okay, 30 is given, and it is traveling with a velocity 3 meter per second. And okay, and the velocity, if he runs the cart so that his velocity relative to the cart is 40. Okay, that means if the relative velocity is 4, then v relative is equal to 4. Okay, 4 meter per second.
then velocity of man is equal to 4 minus 3 is equal to 1 meter per second will be the velocity of man in this case. Okay, then the speed of the center of mass of the system. So let us mark here VCM. We have the formula M1 V1 plus M2 V2 divided by M1 plus M2. So M1 is 70 into, let us take this velocity as minus 1, plus M2 is 30, and that velocity is already taken as plus, okay, because it is a given velocity, so that we can already take it as positive. So it is plus 3, so that this one is minus 1, okay, because it is directed in this, okay, divided by 70 plus 30. Okay, so answer is minus 70 plus 90 divided by 100. So our constant will give here minus plus 20 by 100 is equal to 1 by 5. That means equal to 0.2 meter per second will be the velocity. So the right answer to the question number 53 will be 0.2. Now question number 54. Two persons stand at the edges of rotating circular platform at diametrically opposite points. If they start moving towards each other with uniform velocity, then it's so this is the two persons at the edge of a rotating circular platform. Suppose it is a circular platform. Then they start moving towards each other with the uniform velocity. They are okay. They start move each other with the uniform velocity. Okay. Okay. That means, okay, then its angular velocity decreases. One of the concept angular velocity, we know what is angular velocity. Moment inertia. When they move comes closer, moment inertia, you know, usually when they move away, it is increases, decreases. Okay, so it is given angular velocity increases, instead of that they are given decreases. Moment of inertia increases instead of, okay, decreases. Moment inertia remains constant, no way, since the distance is decreasing. Now angular velocity increases, moment of inertia decreases. That is the right option, option D. Now let us see the last option also. Both angular velocity and moment inertia remains constant in no way. So the right option to the question number 54 will be option D. Now 55. A solid metal cylinder A and a hollow metal cylinder B have same mass, but their radii are in the ratio 2:1. Then the ratio of their respective moment inertia about their own axis. We know that in case of solid cylinder, I1 is equal to, let us mark it as mr1 square by 2, and for the second one, okay, I2 is equal to, let us mark it as mr square, that is hollow cylinder. Okay, so they are given same mass, but their radii are 2:1, the ratio of the respective moment of inertia. So let us mark it as I1 by I2 is equal to mr1 square by 2 divided by mr2 square. So that let us mark here, cancel, so we'll get r1 square divided by, okay, 2r2 square will be the ratio. Okay, so out of this they were asking us then the ratio of, okay, okay, this you are supposed to get ratio of moment inertia about their own axis. Okay, ratio of, okay, so it's given as 2:1 is given there. Okay, so masses there, solid metal have metal same mass, but their radii are 2:1. Okay, that means r1 is to r2 is given as 2:1. Okay, and now here we are getting r1 square 1 by 2 into r1 by 2 r2 whole square is the concept. Okay, so if you are giving 2:1, then it will be 1 by 2 into 2 by 1 whole square is equal to 4. You can cancel this, you will get 2. That means answer will be 2:1. So the ratio will be 2:1. Okay, so the right answer to the question number 55B will be 2:1. Now question number 56. The angular momentum of a particle with respect to origin will not be 0. Okay, will not be 0. The directional line of linear momentum passes through the origin. Okay, first concept is that one. Second is the particle is at the origin. Third is the angle between the position vector and the linear moment is 180. Then fourth, linear momentum vanishes. The angular momentum of the particle with respect to origin will not be 0. Angular momentum, we know that is equal to linear momentum into radius, or we can write r cross p, which is equal to rp sin theta. This is the concept about the angular momentum.
So if theta value is 0, sine 0 is 0, then angular momentum vanishes. That means linear momentum, see here, if the value of theta is 0, then angle becomes 0. That means angular momentum of a particle with respect to origin will not be 0. Okay, the linear momentum will not be 0 if the linear momentum vanishes. So the concept, so that you can consider the right answer to the question. Question number 56 will be option D, the linear momentum vanishes. Okay, similarly, the angle between the position vector and linear momentum is 90. So angular momentum will not be 0. So sine 90 is 1. Okay, fine. So the option to the question number 56 will be option D. Now question number 57. The minimum speed at which the object of 1 kilogram mass is thrown from the surface of moon so that it does not fall back to the moon. So usually it's a direct question. We are supposed to get the value, take the value accordingly. But still we know that escape velocity from any of the surfaces can be written as 2gm by r. Suppose if you are giving the value of g, 2 into 6.6 into 10 raised to, if you are giving the value of these constants, okay, in their order, it is 2 into g into the mass of the, okay, moon is taken as approximately 10 raised to 22. We can go more accurately, 7, okay, into 10 raised to 22 we can consider, and radius is approximately, we can take it as of the order compared to earth, it is 1767 into 10 raised to 3 meter. Okay, and similarly we have the 10 raised to minus 11 g value will be there. Altogether when we are substituting this value, approximately we will get it as 2.3. So here 2 into 6.6 into, okay, it is not 173 and 3767. We can consider 6.10 raised to minus 11 into 10 raised to 22, okay, divided by, here it is 3.767 into, okay, into 7 divided by 10 raised to 6. Okay, when we are substituting all these values here, we will get approximately it is 2.3 km per second. So that the right answer to the question number 57 will be option E. Now question number 58. Weight of a body of mass m in its free fall above the surface of earth. It's absolutely 0 because it is free fall. So under such circumstance, okay, weight of a body m, mass m means free fall above the surface of earth. We know under this circumstance, when the body falls downward, we know we can write here the effective force, okay, net force experienced by the body is equal to m into g minus a. Since it is falling under free fall, a is equal to g. So let us mark it as g minus g, which is equal to 0. That means under certain special conditions, we can consider the apparent weight of the body as the actual weight, and so in this case answer will be option E, 0. Now question number 59. Two satellites A and B are orbiting a planet in a circular orbit with radii 2r and r respectively. If the speed of the satellite A is 2v, then speed of the satellite B. Okay, so these are the two satellites. Okay, they are revolving in two orbits. So let's write this equation. VE is equal to root of 2gm by, okay, it is VA RA. Okay, so let us mark it as to root of 2gm by RA. And in the second case, it is VB is equal to root of 2gm by RB. Okay, so on taking the ratio of these two values, VA by VB is equal to, on taking this we will get root of RB by, that is RA. Okay, this is the ratio which we are getting. Okay, now they were asking us the speed of satellite B, they were asking. So RB, so it is given here 2R and R are the ratio. That means RA by RB is given as 2R by R. Okay, so two side the ratio of their R, so it is equal to 2. Okay, so it's given here. So VA by
VB is equal to reciprocal of that one. So it is 1 by root 2. Now they are asking us just the value of VB. So that VB is equal to, okay, root 2 times of which one? VA. Okay. So the speed of satellite A is given here as 2V. So you can just substitute it as which one? Root 2 into 2V. That means we can rewrite it as 2 root 2V as the answer. So right option to the question number 59 will be 2 root 2V. Now question number 60. Gravitational potential energy associated with the 2 point masses, each of 1 kilogram, separated by a distance of 1 centimeter in joule is. Gravitational potential energy. Gravitational potential energy. Potential energy is equal to GMM divided by R. So if so, then it is G as G only, M is 1 into, okay, 1 divided by R is given in centimeters. So we can write 1 into 10 raised to minus 2 meter. So it is equal to 100 G. So the right answer to the question number 60 will be option B, 100 G. So that's it. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥ. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നമ്പർ 61 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ റിലേറ്റീവ് വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് ബിറ്റ്വീൻ ഏത് ടെമ്പറേച്ചറിന്റെ ഇടയിലാണ് റിലേറ്റീവ് വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് കോൺസ്റ്റന്റ് ആവുന്നതാണ്? ഓപ്ഷൻ എ ആണ് 0 ഡിഗ്രി സെൽഷ്യസ് ടു 37 ഡിഗ്രി സെൽഷ്യസ്. അത് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, മനുഷ്യന്മാരും ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 62 പോവാം. ഇഫ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് വയർ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു 10 times the stress applied to a wire of length L, then the change in length of the wire is. നമുക്കറിയാം യങ്സ് മോഡുലസ് Y is equal to എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് എന്ന് എഴുതാം. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ന്യൂമറിക്കലി ഈക്വൽ ടു 10 times സ്ട്രെസ് ആണ്. അപ്പൊ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1/10 ആണ് വരിക. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു 1/10 ആണ്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു L/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.1. എത്രയാണ്? 0.1 L ആണ് വരുന്നത്. ആൻസർ ഈസ് എ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 62. ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഏത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64. An ideal Carnot engine working with source temperature T1, source temperature ആണ് T1, and sink temperature T2 ആണ് സിങ്കിന്റെ ടെമ്പറേച്ചർ, has efficiency eta ആണ് efficiency. Then the value of the ratio of T1/T2 ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1 ആണ്. അങ്ങനെയാണെങ്കിൽ T2/T1 എന്ത് എഴുതാം? T2/T1 ഈസ് ഈക്വൽ ടു
1 മൈനസ് ഈറ്റ എന്ന് എഴുതാം. നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ് T1/T2 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എടുക്കണം. T1/T2 നമുക്ക് എന്ത് എഴുതാം? T1/T2 is equal to 1/1 മൈനസ് ഈറ്റ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ അപ്പൊ നമുക്ക് നെക്സ്റ്റ് 65ലേക്ക് പോവാം. A process in which the amount of heat supplied to the system goes fully to change the internal energy and temperature is. നമുക്കറിയാം ടെമ്പറേച്ചർ റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റേണൽ എനർജി റേസ് ആണ്. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അതായത് വർക്ക് 0 ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ ഇന്റേണൽ എനർജി റേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വർക്ക് 0 ആവുന്ന എവിടെയാണ്? അഡിയബാറ്റിക്കൽ വർക്ക് 0 ആണോ? അല്ല. സൈക്ലിക് പ്രോസസ്സിൽ വർക്ക് 0 ആണോ? അല്ല. ഐസോബാറിക്കൽ വർക്ക് 0 ആണോ? അല്ല. ഐസോ തെർമലിൽ വർക്ക് 0 ആണോ? അല്ല. ഐസോകോറിക് പ്രോസസ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ്സിലാണ് എന്ത് വർക്ക് 0 ആകുന്നത്. അവിടെ സപ്ലൈ ചെയ്ത് ഹീറ്റ് കംപ്ലീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇന്റേണൽ എനർജി റേസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ ലിക്വിഡ് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഹാസ് ഫ്രീ സർഫസ് ഓഫ് ഇറ്റ്. അതെന്താണ്? ഒരു കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. എ ഗ്യാസ് ഈസ് കംപ്രസിബിൾ. ഗ്യാസിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? ഗ്യാസ് ഏത് നമ്മൾ ഒരു എവിടെയാണോ നിൽക്കുന്നത് അതിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്താണ്. ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ കംപ്ലീറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Pressure in a fluid at rest is same at all points which are at the same height. Pascal's law അല്ലേ ആണ്. അടുത്ത് the surface of water in a capillary is concave. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാപ്പിലറി റേസ് ആണ് ഉണ്ടാവുക. അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്? അക്യൂട്ട് ആണ്. അക്യൂട്ട് ആകുമ്പോൾ അവിടെ എന്താണ്? കോൺകേവ് സർഫസ് ആണ് ഉണ്ടാവുക. സർഫസ് ടെൻഷൻ ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അല്ലല്ലോ, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയാ? സർഫസ് ടെൻഷൻ എന്ന് പറയാ. അപ്പൊ ഇ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഇത് വളരെ നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഡൗട്ടൊക്കെ വരും. പലർക്കും ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം റേറ്റ് ഓഫ് ദ 3 ഐഡന്റിക്കൽ സിൽവർ കപ്സ് എ ബി സി. ഐഡന്റിക്കൽ ആണ് സിൽവർ കപ്പ് കേട്ടോ. 3 മെറ്റീരിയൽ ആണുള്ളത്. 3 മെറ്റീരിയൽ ആണ്. 3 ലിക്വിഡിന്റെയും ഡെൻസിറ്റി സെയിം ആണ്. 3 മെറ്റീരിയലും സെയിം ടെമ്പറേച്ചറിലാണ്. വിച്ച് ഈസ് ഹയർ ദാൻ ദ ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് ആണ്. സറൗണ്ടിങ് ടെമ്പറേച്ചറിനെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? തുറന്നു വെച്ചാൽ ഹീറ്റ് പുറത്തേക്ക് വരും. ആ ഒരു ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നമുക്കറിയാം എന്താണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ റേഷ്യോ ഓഫ് ദിയർ സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോ തന്നിട്ട് നമുക്ക് എഴുതാം SC എന്ന് പറയുന്നത് എത്രയാണ്? 1:2:4 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം റേറ്റ് ഓഫ് കൂളിംഗ് dQ/dt is equal to A into delta theta എന്നാണ് വരിക. ഓക്കെ, dQ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ചേഞ്ച്, ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? Q is equal to MC theta ആണ്. നമുക്ക് എന്ത് എഴുതാം? MS theta ആണ്. dQ is equal to MS dt divided by small dt. സ്മോൾ dt എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു A into delta theta. ഇവിടെ A കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ തീറ്റ കോൺസ്റ്റന്റ് ആണ്. ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, സെയിം കപ്പിലാണ് വെക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എമ്മും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ dt എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? 1/s ആണ്. പ്രൊപ്പോർഷണൽ ടു 1/s ആണ്. അതായത് സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണെങ്കിൽ റേറ്റ് ഇതായിരിക്കും. നമ്മളിപ്പോൾ കോൺസ്റ്റന്റ് ടൈം എടുക്കുക. എല്ലാത്തിനും 3 മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ 3 ലിക്വിഡിൽ നമ്മൾ കോൺസ്റ്റന്റ് ടൈമാണ് എടുക്കുന്നത്. ഒരേ ടൈം ഇന്റർവെൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ ഡിഗ്രീസ് ചെയ്യല്ലേ, കൂളിംഗ് അല്ലേ, ടെമ്പറേച്ചർ ഡിഗ്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിഫിക് ഹീറ്റ് ആണ്. അതായത് സ്പെസിഫിക് ഹീറ്റ് കൂടുതലുള്ള ആൾക്കാരെ ടെമ്പറേച്ചർ കുറയുന്നത് വളരെ പതുക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്ഷൻ വരിക? സ്പെസിഫിക് ഹീറ്റ് കൂടുതലുള്ള ആരാണ്? 4 ആണ്. 4 ആണ് ഏറ്റവും പതിയെ കൂളാവുക. പിന്നെ ആരാണ്? B ആണ്. SC കൂൾ ലെസ് ദാൻ SB കൂൾ ലെസ് ദാൻ SA ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് A കൂൾ ഫാസ്റ്റർ ദാൻ B ആൻഡ് C ആണോ? അല്ല, അത് തെറ്റാണ്. B കൂൾസ് ഫാസ്റ്റർ ദാൻ C ബട്ട് സ്ലോവർ ദാൻ A. B കൂൾസ് ഫാസ്റ്റർ ദാൻ C ആൻഡ് ലെസ് ദാൻ A. ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. A കൂൾസ് ഫാസ്റ്റർ ദാൻ B ആൻഡ് C. ആ ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ അത് 2 ആൻസർ കറക്റ്റ് ഉണ്ട്. ബിയും കറക്റ്റ് ആണ്, സിയും കറക്റ്റ് ആണ്. ഇനി വേറെ നിങ്ങൾക്ക് ഓപ്ഷൻ കറക്റ്റ് ഉണ്ടോ നോക്കാം. C കൂൾസ് ഫാസ്റ്റർ ദാൻ B ആൻഡ് A. അല്ലല്ലോ, അത് തെറ്റാണ്. B കൂൾസ് ഫാസ്റ്റർ ദാൻ A ആൻഡ് C. അതുമല്ല, അതും റോങ് ആണ്.
ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 68. എ പോളി അറ്റോമിക് മോളിക്യൂൾ ഹാസ് 3 ട്രാൻസ്ലേഷണൽ 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് 2 വൈബ്രേഷണൽ മോഡ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ CP/CV ആണ് ചോദിച്ചിട്ടുള്ളത്. CP/CV is equal to 1 + 2/F ആണ്. ഇവിടെ F എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പൊ എത്രയാണ് വരുന്നത്? 3 ട്രാൻസ്ലേഷണൽ ഉണ്ട്, 3 ട്രാൻസ്ലേഷണൽ പ്ലസ് 3 റൊട്ടേഷണൽ. നമുക്കറിയാം ഓരോ വൈബ്രേഷൻ എന്ന് പറയുന്നത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പൊ 2 വൈബ്രേഷണൽ നോഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 എണ്ണം വരും. ടോട്ടൽ 10 ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1 + 2/10. 1 + 2/10 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1 + 1/5 വരും. 6/5 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഇ ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 69ലേക്ക് പോവാം. The RMS speed of molecule of an ideal gas at 27 degrees Celsius is 200 meter per second. When the temperature is increased to 327 degrees Celsius, the RMS speed of the molecule is changed to. നമുക്കറിയാം VRMS ഇക്വേഷൻ അറിയാലേ. VRMS is equal to √3/2 kBT ആണ്. അതായത് RMS സ്പീഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു √T ആണ്. ടെമ്പറേച്ചറിന്റെ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എന്ത് എഴുതാം? VRMS ഈസ് പ്രൊപ്പോർഷണൽ ടു √T ആണ്. നമുക്ക് സെക്കൻഡ് മോളിക്യൂൾ അല്ലേ, നമുക്ക് VA VB എന്ന് എടുക്കാം. അപ്പൊ VB ഡിവൈഡഡ് ബൈ VA ഈസ് ഈക്വൽ ടു √T2 ഡിവൈഡഡ് ബൈ T1. ഇവിടെ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മൾ എന്ത് ചെയ്യണം? കെൽവിനിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ √327 എന്ന് പറഞ്ഞാൽ എത്ര വരും? 600 ഡിവൈഡഡ് ബൈ 300. VB is equal to 2 വരും. √2 VB is equal to √2 into VA ആണ് വരിക. VA ന്റെ വാല്യൂ എത്രയാണ്? 200 ആണ്. 200 into 1.41 എത്രയാണ് വരിക? 282.8 ആണ്. സി ആട്ടോ ഓപ്ഷൻ. 282 ആണ് വരിക. 1.4 ഡബിൾ എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പോൾ 2 × 2 എന്ന് പറയുന്നത് 282.8 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 70. No process is possible whose sole result is the transfer of heat from a colder object to a hotter object. Colder object നിന്നും hotter objectലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹീറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. This is Cauchy statement for ഏതാണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. 0th ലോ അല്ല, ഫസ്റ്റ് ലോ അല്ല, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 71. In a gas at STP, if n is the number density of molecules and r is the radius of the molecule, then the mean free path of the molecule is inversely proportional to. ഇവിടെ ശ്രദ്ധിക്കണം, inversely proportionality ആണ്. അപ്പൊ നമുക്കറിയാം mean free path lambda is equal to 1/√2 pi d square n ആണ്. ഇവിടെ d എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്. പക്ഷെ നമ്മളിവിടെ റേഡിയസ് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 റേഡിയസ് ആണ്. അപ്പൊ ഡയമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? പ്രൊപ്പോർഷണൽ ടു r സ്ക്വയർ ആണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/, എന്ത് എഴുതാം നമുക്ക്? r സ്ക്വയർ n ആണ്. r സ്ക്വയർ n. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 72. A tuning fork produces 4 beats per second with both 26 cm and 25.2 cm of stretched sonometer wire. Frequency of the fork is, നമുക്കറിയാം ഫ്രീക്വൻസിയും ബീറ്റ്സും തന്നതിനാൽ എന്താണ്? F1 F2. അതായത് ഇതിന് നമ്മൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് 4 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2 ലെങ്ത്തിലുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ F2 മൈനസ് F1 ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? 8 ആണ്. പിന്നെ നമുക്ക് എന്താണ് അറിയാവുന്നത്? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2L ഇൻറ്റു √μ/T ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/L എന്ന് എഴുതാം. ഓക്കെ ആണോ? അപ്പൊ F1/F2 ഈസ് ഈക്വൽ ടു L2/L1 എന്ന് എഴുതി കൂടെ L2/L1 എന്ന് എഴുതാം. അപ്പൊ F1/F2 ഈക്വൽ ടു L2/L1. L1ന്റെ വാല്യൂ എത്രയാണ്? 25.2 ഡിവൈഡഡ് ബൈ 26 ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഡെസിമൽ മാറ്റി എന്ത് ചെയ്യാം? 252 ഡിവൈഡഡ് ബൈ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 260 എന്ന് എഴുതാം. ഓക്കെ,
ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. F1 നമ്മൾ F2ന്റെ ടേമിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ F1 എന്താണെന്ന് എഴുതാൻ നമുക്ക്. F1 ഈസ് ഈക്വൽ ടു 252 ഡിവൈഡഡ് ബൈ 260. F2 ആണ്. നമ്മൾ ഈ F1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ എന്ത് വരും? F2 മൈനസ് 252 ഡിവൈഡഡ് ബൈ 260 F2 ഈക്വൽ ടു 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? F2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. 260 F2 മൈനസ് 250 F2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 8 ഇൻറ്റു 260 വരും. ഓക്കെ, ഇവിടെ 260 252 F2 കുറച്ചാൽ എത്രയാണ് വരുന്നത്? 8 F2 ആണ്. 8 F2 ഈക്വൽ ടു 8 ഇൻറ്റു 260 എന്നാണ് വരിക. F2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 8 ക്യാൻസൽ ആയി 260 ആണ്. അപ്പോൾ F2 മൈനസ് 4 അല്ലേ? F2 മൈനസ് 4 അല്ലേ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഇപ്പോൾ വരും 260 മൈനസ് 4 എന്ന് പറയുന്നത് എത്ര വരും? 260 മൈനസ് 4 ഈസ് ഈക്വൽ ടു 256 ഹെർട്സ് ആണ് വരുന്നത്. ഇത് ഏതാണ് ഓപ്ഷൻ നോക്കാം. 285, 384, 512, 256. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അപ്പോൾ ഫിസിക്സ് വളരെ ഈസി ആയിരുന്നു എന്നാണ് തോന്നുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കെമിസ്ട്രിയിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ എക്സാമിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ക്ലാസ് റൂമുകളിൽ വിവിധ സെഷനുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും നമ്മൾ സ്റ്റുഡൻസ് എല്ലാം ആൻസർ ചെയ്തിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ നമ്പർ 73ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 73. ക്വസ്റ്റ്യൻ നമ്പർ 73ൽ both CR2 plus and Mn3 plus have D4 configuration. Which one of the following is true? എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്കറിയാം, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, CR2 plus and Mn3 plus. നമ്മുടെ മാംഗനീസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 അല്ലേ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് 4s2 3d5 എന്ന് വരും. 4s2 3d5. ഓക്കെ, Mn3 പ്ലസ്, അപ്പൊ അതിൽ നിന്ന് 3 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യണ്ടേ? യെസ്, നമ്മൾ 3 ഇലക്ട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ എന്ത് തോന്നുന്നു? 3d4 എന്ന് തോന്നുന്നു. കോൺഫിഗറേഷൻ 3d4. ഓക്കെ, ഈ 3d4ലുള്ള Mn3 പ്ലസ് 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. യെസ്, 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കോൺഫിഗറേഷനിലേക്ക് വരും? 3d5 കോൺഫിഗറേഷനിലേക്ക് വരും. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ് നമുക്കറിയാം, അതെന്താണ്? റിഡക്ഷൻ ആണ്. സോ റിഡക്ഷൻ നടക്കുന്ന സ്പീഷീസ് ഏതാണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ Mn3 പ്ലസ് ഇലക്ട്രോൺസിനെ കളഞ്ഞാൽ 3d5 എന്നുള്ള കോൺഫിഗറേഷനിലേക്കും 3d5 കോൺഫിഗറേഷൻ ഈസ് സ്റ്റേബിൾ. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ് ഇതെല്ലാം. യെസ്, ഇനി നമ്മൾ CR3 പ്ലസിലേക്ക് നമുക്ക് വരാം. CR3 പ്ലസ് ക്രോമിയം അറ്റോമിക് നമ്പർ 24, ആർഗോൺ കോൺഫിഗറേഷൻ 4s1 3d5. ഓക്കെ, ക്രോമിയം ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലല്ലേ? അപ്പൊ നമുക്ക് ക്രോമിയം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
ഇലക്ട്രോൺസിനെ കളയുന്നു. എത്ര ഇലക്ട്രോൺസിനെ കളയുന്നു? 2 ഇലക്ട്രോൺസിനെ കളയുന്നു. അപ്പോൾ കോൺഫിഗറേഷൻ അങ്ങോട്ട് വരും 3d4s2 3d5 അങ്ങോട്ട് വന്നു. 2 ഇലക്ട്രോൺസിനെ കളഞ്ഞാൽ അത് 3d4 കോൺഫിഗറേഷനിലേക്ക് വന്നു. ഇനി 3d4 കോൺഫിഗറേഷനിൽ നിൽക്കുന്ന Cr2 പ്ലസ് 1 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. ഓക്കെ, 1 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3d3 കോൺഫിഗറേഷനിലേക്ക് വരുന്നു. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ് എന്താണ്? ഓക്സിഡേഷൻ അല്ലേ? യെസ്, ഓക്സിഡേഷൻ നടക്കുന്ന സ്പീഷീസ് ആരാണ്? റെഡ്യൂസിങ് ഏജന്റ്. നമുക്കറിയാം 3d3 കോൺഫിഗറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ T2G അതിന്റെ കോൺഫിഗറേഷൻ, മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ T2GEG1, T2Gയിലാണ് 3 ഇലക്ട്രോൺസ് വരുന്നത്. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ T2G3EG0 എന്നല്ലേ? യെസ്. But T2G3EG0 configuration is highly stable. But T2G3EG0 configuration is highly stable means Cr2 plus ഇലക്ട്രോൺ ലോസ് ചെയ്യും, എന്നിട്ട് 3d3 ആയിട്ട് മാറും, ഓക്സിഡേഷൻ നടക്കും, റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പോൾ Cr2 പ്ലസ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ Mn3 പ്ലസ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. യെസ്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇവിടെ നമ്മൾ ക്ലാസ് റൂമിൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്, E0 റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് Mn3 പ്ലസും Mn2 പ്ലസും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വരുന്നത് പോസിറ്റീവ് ആണ്. E0 Mn3 പ്ലസ് ബാർ Mn2 പ്ലസ് വാല്യൂ പോസിറ്റീവ് വരുമ്പോൾ E0 Cr2 പ്ലസ് Cr3 പ്ലസ് ബാർ Cr2 വാല്യൂ വരുന്നത് നെഗറ്റീവ് ആണ്. നമുക്കറിയാം E0 വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണ്. ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ Cr2 പ്ലസ് Mn3 പ്ലസ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും, Mn3 പ്ലസ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും, Cr2 പ്ലസ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഓൾറെഡി പരിചയമുള്ള ക്വസ്റ്റൻ ആണ്. സോ ആൻസർ ക്വസ്റ്റൻ നമ്പർ 73, ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് വരാം. ക്വസ്റ്റൻ നമ്പർ 74. ദി കോംപ്ലക്സ് CONH35NO2Cl2 then CONH35ONOCl2R ഇതിൽ ഏത് ഐസോമർ എന്നാ ചോദിക്കുന്നത്? അതിൽ നമുക്കറിയാം ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വരുന്ന ലിഗാൻഡ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് വരുന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ ലിങ്കേജ് ഐസോമേഴ്സ് ഫോം ചെയ്യുന്നുള്ളത് നമ്മൾ ക്ലാസ് റൂമുകളിൽ ഒരുപാട് തവണ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 74, ആൻസർ ഓപ്ഷൻ ഇ. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 75. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഓഫ് അയൺ? യെസ്, ഹേമറ്റൈഡ് നമുക്കറിയാം Fe2O3, മാഗ്നറ്റൈഡ് നമുക്കറിയാം Fe2O3 Fe3O4, സിഡ്രൈറ്റ് FeCO3 ആണ്, അയൺ പൈറൈറ്റ് FeS2 ആണ്. ഇതിൽ അയണിന്റെ ഓർ അല്ലാത്തത് മഗ്നീഷ്യം കാർബൺ മാഗ്നസൈറ്റ് ആണ്, അത് MgCO3 ആണ്. അപ്പൊ ആൻസർ ആയിട്ട് വരിക ക്വസ്റ്റ്യൻ നമ്പർ 75, ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 76. ക്വസ്റ്റ്യൻ നമ്പർ 76. The overall complex dissociation equilibrium constant for CrH2O6 3+ ion is 5 × 10⁻². Yes, the overall stability constant of the complex is, നമുക്കറിയാം overall stability complex is equal to 1/k അല്ലേ? 1/k. അത് overall dissociation constant ന്റെ റിവേഴ്സ് ആണ്, 1/k ഇൻവേഴ്സ് ആണ്. സോ എന്ത് വരുന്നു? 1 × 5 × k യുടെ വാല്യൂ 3 is given, 5 × 10⁻². yes, 1/5 is equal to 0.2 × 10⁻². 0.2 നെ നമുക്ക് 2 × 10⁻⁻1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, into 10⁻⁻12, that is equal to 10⁻⁻12 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറി? +12 ആയിട്ട് മാറിയില്ലേ? S+12 ആയിട്ട് മാറി. സോ 2 × 10⁻11 എന്ന ആൻസർ ആയിട്ട് വരും. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 76, ആൻസർ ഓപ്ഷൻ 2 × 10⁻11. 2 × 10⁻11. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 76 ആൻസർ ഓപ്ഷൻ ഡി. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 77ലേക്ക് വരാം. മാച്ച് ദി ഫോളോയിങ്. അപ്പൊ ഇതിൽ ആൽക്കെയിൻ വരുന്നത് ഏതാണ്? ആൽക്കെയിൻ വരുന്നത് ഐസോബ്യൂട്ടൈൻ ആണ്. ആൽക്കെയിൻ വരുന്നത് ഐസോബ്യൂട്ടൈൻ. അപ്പൊ എക്ക് 3 വേണം. എക്ക് 3 യെസ്, A3. നെക്സ്റ്റ് അലിസൈക്ലിക് കോമ്പൗണ്ട് ആണ് സൈക്ലോഹെക്സീൻ അല്ല. അപ്പൊ അലിസൈക്ലിക് കോമ്പൗണ്ട് സൈക്ലോഹെക്സീൻ. ഇത് അലിസൈക്ലിക് കോമ്പൗണ്ട് സൈക്ലോഹെക്സീൻ. അപ്പോൾ ബിക്ക് 5 വേണം. ബിക്ക് 5 വരുന്നത് എസ്. ബിക്ക് 5 എസ്. ഇനി നമ്മുടെ കയ്യിൽ എയും ഡി ആണുള്ളത്. ബെൻസിനോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്. ബെൻസീൻ വരുന്ന ആരോമാറ്റിക് കോമ്പൗണ്ട് ഏതാണ്? അത് ഫീനോൾ ആണ്. ബെൻസിൻ വരുന്ന ആരോമാറ്റിക് കോമ്പൗണ്ട് ഏതാണ്? ഫീനോൾ ആണ്. യെസ്, ബെൻസിനോൾ ആരോമാറ്റിക് കോമ്പൗണ്ട് സിക്ക് 1 വേണം. സിക്ക് 1 യെസ്, സിക്ക് 1 കറക്റ്റ്. നെക്സ്റ്റ് നോൺ ബെൻസിന്റെ ആരോമാറ്റിക് കോമ്പൗണ്ട്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ പിള്ളേർ ശ്രദ്ധിക്കാൻ വരുന്ന ഒരു കോമ്പൗണ്ട് ആണ് നോൺ ബെൻസിന്റെ ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ട്രപ്പലോൺ ആൻഡ് ട്രപ്പോൺ. അപ്പൊ നോൺ ബെൻസിന്റെ ആരോമാറ്റിക് കോമ്പൗണ്ട് ഡി ആൻസർ 2 വരണം. ഡിക്ക് 2 വരണം. യെസ്, ഡിക്ക് 4 അല്ല വരേണ്ടത്, ഡിക്ക് 2 ആണ് വരേണ്ടത്. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്. ഇതിൽ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഏതാണ്? അത് ഫ്യൂറാൻ ആണ്. യെസ്, അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് വരേണ്ടത് ഫ്യൂറാൻ. ഈക്ക് ഫ്യൂറാൻ വരുന്നത് 4 അല്ലേ? യെസ്, 4. So question number 77 answer option B. Correct അല്ലേ? Yes. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 78. The elemental analysis of organic compound give carbon 38.71%. അപ്പൊ കാർബണിന്റെ പെർസെന്റേജ് 38.71 ആണ്. കാർബണിന്റെ പെർസെന്റേജ് 38.7% ആണ്. Then ഹൈഡ്രജന്റെ പെർസെന്റേജ് വരുന്നത് 9.67% ആണ്. 9.67% ആണ്. ദെൻ നമ്മുടെ ഓപ്ഷനിൽ ഓക്സിജനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 100ൽ നിന്ന് ടോട്ടൽ പെർസെന്റേജ് 100ൽ നിന്ന് ഈ 38.71 പ്ലസ് 9.67 നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജന്റെ പെർസെന്റേജ് കിട്ടും 100. അത് ടോട്ടൽ പെർസെന്റേജ്. അതിൽ നിന്ന് മൈനസ് ഹൈഡ്രജന്റെ പെർസെന്റേജ് പ്ലസ് കാർബണിന്റെ പെർസെന്റേജ്. അപ്പൊ ഓക്സിജന്റെ പെർസെന്റേജ് നമുക്ക് കിട്ടും. ഓക്സിജന്റെ പെർസെന്റേജ് വരുന്നത് 51.62 വരും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് അല്ലേ ചെയ്യേണ്ടത്? നമുക്കറിയാം ഇവിടെ 12 വരുന്നു, ഇവിടെ 1 വരുന്നു, ഇവിടെ 16 വരുന്നു. അറ്റോമിക് മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. യെസ്, അപ്പൊ ഇവിടെ 38/12 വാല്യൂ ഒരു അപ്രോക്സിമേറ്റ്ലി 3.23 വരും. യെസ്, 9.67 വരും. ഇവിടെ വാല്യൂ 3.23 വരും. ഓക്കെ, ഇനി നമ്മൾ ഇവരെ തമ്മിലുള്ള സിമ്പിൾ റേഷ്യോയില് വേണ്ടത്. യെസ്, എങ്ങനെ റേഷ്യോ വരിക? ഇത് 1, ഇത് 3, ഇത് 1. ഓക്കെ, നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇമ്പരിക്കൽ ഫോർമുലയിൽ നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ കാർബൺ 1 വരുന്നു, ഹൈഡ്രജൻ 3 വരുന്നു, ഓക്സിജൻ 1 വരുന്നു. ഇപ്പൊ CH3O 78 ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 79ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 79. Which one of the following molecule contain only primary and tertiary carbon atom? Primary, tertiary carbon atom വരുന്ന കോമ്പൗണ്ട് ഏതാ? നമുക്ക് ഓപ്ഷൻ എ 2,2-dimethyl butane. ഇപ്പൊ butane means 4 carbon. 1, 2, 3, 4 butane. Correct. 2ൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, 2ൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. എന്താ വേണ്ടത്? ഓൺലി പ്രൈമറി ആൻഡ് ടെർഷറി. ഇതിൽ പ്രൈമറി 2,2-dimethyl butane. Primary. Okay, 2,2-dimethyl butane. Butane അല്ലേ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. 2 ആണ്. 2ൽ കാർബൺ. യെസ്, ഇത് നമുക്കറിയാം പ്രൈമറി ആണ്, ഇത് ടെർഷറി ആണ്, ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്. ഓക്കെ, 3-methyl pentane. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. അതിൽ തേർഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. ഇതാ ഇവിടെ നമ്മൾ മീഥൈൽ ഗ്രൂപ്പിന് വെച്ചു. ഇത് പ്രൈമറി ആണ്, ഇത് പ്രൈമറി ആണ്, ഇതെന്താണ്? സെക്കൻഡറി ആണ്, ഇതെന്താണ്? ടെർഷറി ആണ്. നമുക്ക് പ്രൈമറിയും ടെർഷറിയും മാത്രമാണ് വേണ്ടത്. 2,3-dimethyl butane. അപ്പൊ ബ്യൂട്ടൈൻ 1, 2, 3, 4 ബ്യൂട്ടൈൻ. ഓക്കെ, അതിൽ 2,3-dimethyl butane. 2ലും 3ലും 2,3-dimethyl butane.
ഇതേതാണ് പ്രൈമറി, ഇതേതാണ് പ്രൈമറി, ഇതേതാണ് പ്രൈമറി, ഇതേതാണ് പ്രൈമറി, ഇതോ ടെർഷ്യറി, ഇതോ ടെർഷ്യറി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 79 ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 80 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 80, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട് ഇൻ 2 നോർമൽ പ്രൊപ്പൈൽ പെൻഡ് 1E. പെൻഡ് 1E, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, 5 കാർബൺ, പെൻഡ് 1E. ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട്, എന്നിട്ട് സെക്കൻഡ് കാർബണിൽ, ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബണിൽ എൻ പ്രൊപ്പൈൽ ഗ്രൂപ്പ്, നോർമൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ്, മെത്ത്, എത്ത്, പ്രൊപ്പ്, നോർമൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഇവിടെ ഹൈഡ്രജൻ CH3, ഇവിടെ വരുമ്പോൾ CH2, ഇവിടെ വരുമ്പോൾ CH2, ഇവിടെ വരുമ്പോൾ CH3, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH2. ഇതാണ് സ്ട്രക്ചർ. ഇതിൽ എത്ര സിഗ്മ, എത്ര പൈ, പൈ ബോണ്ട് എത്ര വരുന്നുണ്ട്? പൈ ബോണ്ട് വരുന്നത് 1 ഒറ്റ പൈ ബോണ്ടേ ഉള്ളൂ. അപ്പൊ 2 പൈ ബോണ്ട് എന്ന് കറക്റ്റ് അല്ല, 2 പൈ ബോണ്ട് ഇല്ല, 1 പൈ ബോണ്ടേ ഉള്ളൂ. ഇത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് നമ്മൾ കാണേണ്ടത്. ഇതിലെ ആറ്റങ്ങൾ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 21 പ്ലസ് 3 24 ആറ്റങ്ങൾ ഉണ്ട്. ഇത് നമുക്ക് സ്ട്രക്ചർ വരച്ച് നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ നമ്മളെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മെന്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു നോൺ സൈക്ലിക് കോമ്പൗണ്ടിൽ, ഒരു നോൺ സൈക്ലിക് കോമ്പൗണ്ടിൽ n ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ n-1 സിഗ്മ ബോണ്ട് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും, ഇത് അവർ ആറ്റങ്ങൾ കൗണ്ട് ചെയ്യും. യെസ്, ആറ്റങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 24 ആറ്റം ഉണ്ടെങ്കിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ടാവും? 23 സിഗ്മ ബോണ്ട്. ഓക്കെ, ഇപ്പോൾ 23 സിഗ്മ ബോണ്ട് ആണ് ഇതിൽ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 80 ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 80 ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 81 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 81, which one of the following molecule gives 4 isomeric monochloride on photochemical chlorination? Question number 81. നിങ്ങൾ നോക്കൂ, 2-methyl propane. പ്രൊപ്പൈൻ നമ്മൾ എടുത്തു, അതിന്റെ സെക്കൻഡ് പൊസിഷനിൽ കാർബൺ കൊടുക്കുന്നു. നമുക്ക് എന്താ വേണ്ടത്? 4 ഐസോമറിക് മോണോക്ലോറൈഡ് വേണം. ഇതിൽ നമുക്കറിയാം, ഇത് പ്രൈമറി, ഇത് പ്രൈമറി, ഇത് പ്രൈമറി, 3 പ്രൈമറിയും സെയിം ആണ്. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഒരു ടെർഷ്യറി. അപ്പൊ ഇത് എത്ര പ്രൊഡക്റ്റ് പോസിബിൾ? സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് എത്ര പോസിബിൾ ഉണ്ട്? 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അതിലുള്ളൂ. നോർമൽ ബ്യൂട്ടൈനിലേക്ക് വന്നാലോ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, ഇതിൽ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പോസിബിൾ ആണ്? യെസ്, നമുക്കറിയാം, ഇത് പ്രൈമറി, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് സെക്കൻഡറി, ഇതിലും 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണുള്ളത്. യെസ്, അടുത്ത് നോക്കൂ നിങ്ങൾ, 2-methyl butane അല്ലേ? യെസ്, 2-methyl butane, 1 2 3 4, ഇവിടെ ഒരു കാർബൺ, ഇതാണ് 2-methyl butane. CH3 CH3 CH2 CH ഇതല്ലേ 2-methyl butane? യെസ്, ഈ കാർബൺ ഏതാ? പ്രൈമറി. ഇത് പ്രൈമറി, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ടെർഷ്യറി. നമുക്കറിയാം, ഈ 2 പ്രൈമറി കാർബണും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടെർഷ്യറി കാർബണുമായിട്ടാണ്. അതായത് ഈ പ്രൈമറിയുടെ നേച്ചറും ഈ പ്രൈമറിയുടെ നേച്ചറും സെയിം ആണ്. ക്ലാസ് റൂമിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഈ പ്രൈമറിയും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രൈമറി നമുക്ക് ഇവിടുന്ന് എടുക്കാം. അപ്പൊ ഈ പ്രൈമറിയിൽ നിന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ഈ പ്രൈമറിയോ, ഇത് സെക്കൻഡറിയുമായിട്ടല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. യെസ്, അപ്പൊ ഈ ഒരു പ്രൈമറിയിൽ നിന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ ആയി? 2 സബ്സ്റ്റിറ്റ്യൂഷൻ ആയി. ഇനി ഇത് ഒരു കാർബൺ ആണ്, ഇത് സെക്കൻഡ് ഡിഗ്രി കാർബൺ അല്ലേ? യെസ്, സെക്കൻഡ് ഡിഗ്രി കാർബണിന് അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നീട് ഇതൊരു കാർബണാ? യെസ്, ടെർഷ്യറി കാർബൺ സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഇതിനൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ് റൂമുകൾ ഇഷ്ടം പോലെ തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ആൻസർ എന്നറിയാം. ആൻസർ ഏതാ വരിക? 2-methyl butane. ക്വസ്റ്റ്യൻ നമ്പർ 81 ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 82 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 82, which of the following aryl halides on warming with water form corresponding phenol? Which of the following aryl chloride? Yes, ഈ അറൈൽ ക്ലോറൈഡിൽ നമ്മൾ ക്ലോറോബെൻസീനിന്റെ കേസിൽ നമുക്കറിയാം, ക്ലോറോബെൻസീനിന്റെ കേസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ റൂം ടെമ്പറേച്ചറിൽ നടക്കില്ല.
അതുകൊണ്ട് നമ്മൾ വെരി ഹൈ ടെമ്പറേച്ചറിൽ ക്ലോറോബെൻസീനിലേക്ക് സ്ട്രോങ് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഇത് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷനിലെ ഇന്റർമീഡിയറ്റ് കാർബോ ആനിയോൺ ആണ് നമുക്കറിയാം. അപ്പോൾ ഒരു റിയാക്ഷന്റെ സ്പീഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാർബോ ആ ഫോം ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഏതാണോ അതിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ പോരെ? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ. നമുക്കറിയാം നമ്മൾ ക്ലോറോ ബെൻസീൻ എടുക്കുന്നു. ക്ലോറോ ബെൻസീനിലേക്ക് നമ്മളൊരു ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുന്നു. ഒരു NU- എന്നുള്ള ഒരു ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയോഫൈൽ ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. യെസ്. ഫസ്റ്റ് നെഗറ്റീവ് ചാർജ് ഇവിടുന്ന് നെഗറ്റീവ് ചാർജ് പോയിട്ട് ആ നെഗറ്റീവ് ചാർജ് ഇവിടെ ഫോം ചെയ്യും. അതിനുശേഷം അതിന് ഡീലോക്കലൈസേഷൻ നടക്കും. ഡീലോക്കലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജ് പാരാ പൊസിഷനിലേക്ക് വരും. ദെൻ അഗൈൻ ഡീലോക്കലൈസേഷൻ ഈസ് പോസിബിൾ. ഈ നെഗറ്റീവ് ചാർജ് അടുത്ത ഓർത്തോ പൊസിഷനിലേക്ക് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, നമ്മൾ റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കാർബോ ആനിയോന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. സോ വി ഇൻട്രൊഡ്യൂസ് എ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അറ്റ് ഓർത്തോ പൊസിഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. വീണ്ടും ഓർത്തോയിലും പാരയിലും വീണ്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്യും. Then again we introduce a strong electron withdrawing group. The ഓർത്തോയിൽ വെക്കുന്നു, then പാരയിൽ വെക്കുന്നു, then ഓർത്തോയിൽ വെക്കുന്നു. Yes, introducing a strong electron withdrawing group. ഓർത്തോയിൽ വെച്ചു, പാരയിൽ വെച്ചു, നെക്സ്റ്റ് ഓർത്തോയിൽ വെച്ചു. അങ്ങനെയെങ്കിൽ ജസ്റ്റ് നമ്മൾ വാട്ടർ ആഡ് ചെയ്താൽ തന്നെ മതി. എന്ത് റിയാക്ഷൻ നടക്കും? ജസ്റ്റ് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് ഒന്ന് വാം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഏതാണ് കോമ്പൗണ്ട്? 2,4,6 ട്രൈനൈട്രോഫിനോൾസ്. അമേസിംഗ് കോമ്പൗണ്ട്, പിക്രിക് ആസിഡ്. 2,4,6 ട്രൈനൈട്രോഫിനോൾ. യെസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 82 ആൻസർ ഏതായിട്ട് വരിക? 2,4,6 ട്രൈനൈട്രോ ക്ലോറോബെൻസീൻ. ഈ കോമ്പൗണ്ടിനെ ജസ്റ്റ് വാട്ടർ ആയിട്ട് വാം ചെയ്താൽ കറസ്പോണ്ടിങ് ഫീനോൾ ഫോം ചെയ്യും. ഓക്കെ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണിത്. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റിയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 82 ആൻസർ ഓപ്ഷൻ സി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 83. റിസോസിനോൾ. നമുക്കറിയാം ഫീനോളിന്റെ ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കാറ്റകോൾ, അതുപോലെ റിസോസിനോൾ, അതുപോലെ കിനോൾ. കാറ്റകോൾ, റിസോസിനോൾ, കിനോൾ. യെസ്. കാറ്റകോളിൽ OH ഗ്രൂപ്പ് ഇവിടെ വന്നു, അടുത്ത OH ഗ്രൂപ്പ് ആ ഓർത്തോ പൊസിഷനിൽ വരും. ബെൻസീൻ 1,2 ഡയോൾ. യെസ്. റിസോസിനോളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർത്തോ കഴിഞ്ഞ് മെത്തേൻ വരും. 1,3 ബെൻസീൻ 1,3 ഡയോൾ. കിനോളിലേക്ക് വരുമ്പോൾ ഒരു OH ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നു, അടുത്ത OH ഗ്രൂപ്പ് പാരെ ഓപ്പോസിറ്റ് വരുന്നു. 1,4 ബെൻസീൻ 1,4 ഡയോൾ. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് റിസോസിനോൾ ആണ്. റിസോസിനോൾ ബെൻസീൻ 1,3 ഡയോൾ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 83 ആൻസർ ഓപ്ഷൻ എ. യെസ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 84. Choose the correct order of acidity of following compound. ഫീനോൾ. നമുക്ക് അറിയുന്നതാണ്, ഫീനോളിലേക്ക് നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫീനോളിനേക്കാൾ അസിഡിക് ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫീനോളിലേക്ക് ഒരു സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. നമുക്കറിയുന്നതാണ്. യെസ്. അപ്പൊ ഇവിടെ നൈട്രോഫീനോൾ ഉണ്ട്, ഇവിടെ നൈട്രോഫീനോൾ ഉണ്ട്. അതുപോലെ ഫീനോളിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം. അപ്പൊ ഇവിടെ അസിഡിക് ക്യാരക്ടർ ഏറ്റവും കുറവ് കാണിക്കുന്ന ആരായിരിക്കും? പാരാക്രസോൾ ആയിരിക്കും. യെസ്. അത് കഴിഞ്ഞാൽ ആരായിരിക്കും? ഫീനോൾ ആയിരിക്കും. അസിഡിക് ക്യാരക്ടർ ഏറ്റവും കുറവ് കാണിക്കുന്ന ആരായിരിക്കും? പാരാക്രസോൾ. കാരണം അതിൽ ആര് വന്നിട്ടുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ട്. പിന്നെ ആരായിരിക്കും? പിന്നെ വരുന്നത് ഫീനോൾ ആയിരിക്കും. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് മെറ്റാനൈട്രോഫീനോൾ. യെസ്. മെറ്റാനൈട്രോഫീനോൾ, ദെൻ പാരാനൈട്രോഫീനോൾ. ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്.
നമുക്കറിയാം പാരാനൈട്രോഫീനോളിൽ NO2ന്റെ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് മൈനസ് സം ഇഫക്റ്റ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം മെറ്റാ പൊസിഷനിൽ ഈ മൈനസ് സം ഇഫക്റ്റ് NO2ന്റെ മൈനസ് സം ഇഫക്റ്റ് മെറ്റാ പൊസിഷനിൽ ഓപ്പറേറ്റ് ചെയ്യില്ല എന്നും നമുക്കറിയാം. യെസ്, അവിടെ ഏത് ഇഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുക? വീക്ക് മൈനസ് ആ ഇഫക്റ്റ്. സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. വീക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിക് ക്യാരക്ടർ സ്ലൈറ്റ്ലി ഇൻക്രീസസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 84. ഫസ്റ്റ് ഏത് വരണം? ഫസ്റ്റ് വരേണ്ടത് പാരാനൈട്രോഫീനോൾ, അതിന് മൈനസ് സം ഇഫക്റ്റ് ഉണ്ട്, അപ്പോൾ 3. അത് കഴിഞ്ഞാൽ മൈനസ് ഐ ഇഫക്റ്റ് ഉള്ള മെറ്റാ നൈട്രോഫീനോൾ വരണം. അത് കഴിഞ്ഞാൽ ഫീനോൾ വരണം. ഫീനോൾ കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് വരുന്ന ഫീനോൾ വരണം, അത് 2 വരുന്നു. സോ 3 1 4 2 3 1 4 2 ഏതാണ് ഓപ്ഷൻ? Yes, answer is option A. Correct അല്ലേ? Okay. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 85. Which of the following is valeraldehyde? Which of the following is a valeraldehyde? നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞിരുന്നു ഈ valeraldehyde ശ്രദ്ധിക്കണം, വാലേറിക് ആസിഡ് ശ്രദ്ധിക്കണം. നിങ്ങൾ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് ക്ലാസ് റൂമിൽ എപ്പോഴും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും, നമ്മൾ കുട്ടികൾ പെട്ടെന്ന് ആൻസർ ചെയ്തിരിക്കും. അതിന്റെ ട്രിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. 1 2 3 4 5 നിങ്ങൾ valeraldehyde എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ക്ലാസ് റൂമിൽ പറഞ്ഞിരുന്ന ട്രിക്ക് നമുക്ക് ഓർമ്മയില്ലേ? വാലറാൽഡിഹൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് 5 കാർബൺ വരുന്ന 1 2 3 4 5 കാർബൺ വരുന്ന ആൽഡിഹൈഡ് ആയിരിക്കും. യെസ്, ഈ V is similar to Roman letter 5. യെസ്, വാലറാൽഡിഹൈഡ് 1 2 3 4 5 കാർബൺ വരുന്ന ആൽഡിഹൈഡ് ആണ് വാലറാൽഡിഹൈഡ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 85, ആൻസർ ഓപ്ഷൻ A. കറക്റ്റ്? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 86ലേക്ക് വരുന്നു. Toluene on treatment with chromic oxide in acetic anhydride at 273 Kelvin to 283 Kelvin gives. ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് അറിയുന്ന റിയാക്ഷൻ ആണ്. നമ്മൾ വളരെ പിള്ളേരോട് നമ്മൾ ശ്രദ്ധിക്കാൻ എപ്പോഴും നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് അല്ലേ ഇത്. എറ്റാക്സ് റിയാക്ഷന് നമ്മൾ ശ്രദ്ധിക്കണം. ടൊലുവിനിലേക്ക് ക്രോമൈൽ ക്ലോറിന് CS2 ആഡ് ചെയ്താൽ എന്താണ് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ബെൻസാൽഡിഹൈഡ് എന്ന് എഴുതരുത് എന്ന് നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ? യെസ്, ടൊലുവിനിലേക്ക് ക്രോമിക് ഓക്സൈഡ് അസറ്റിക് അൻഹൈഡ് ആഡ് ചെയ്താൽ ആൻസർ ബെൻസാൽഡിഹൈഡ് എന്ന് എഴുതരുത് എന്ന് പിള്ളേരോട് വീണ്ടും നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞതാണ്. ആ കിട്ടിയിരിക്കുന്ന ഇന്റർമീഡിയറ്റിനെ നമ്മൾ H2 ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാം ചെയ്യുമ്പോൾ, ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടുക എന്നുള്ളത് ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലേക്ക് ഉറപ്പിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ബെൻസാൽഡിഹൈഡ് എന്നുള്ള ആൻസർ ഒരിക്കലും നമ്മൾ എഴുതില്ല. ഓക്കെ, യെസ്, toluene on treatment with chromium oxide Cr2O3 in presence of acetic anhydride. ഇവിടെ ഫോം ചെയ്യുന്നത് ബെൻസൈലിഡീൻ ഡൈഅസറ്റൈഡ് ഫോം ചെയ്യും. COCH3COC ബെൻസൈലിഡീൻ ഡൈഅസൈഡ്. പിന്നീട് നമ്മൾ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ്, ഒന്ന് വാം ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ ബോണ്ട് ഹൈഡ്രോളൈസ് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നത്? ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ആൻസർ ആയിട്ട് വരിക ബെൻസൈലിഡീൻ ഡൈഅസറ്റൈഡ്. ശ്രദ്ധിക്കണം, ഒരു പോയിന്റ് ആയിരുന്നു അത്. ക്വസ്റ്റ്യൻ നമ്പർ 86B. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 87. Among methanamine, ethanamine, benzenamine, N-methyl aniline, N-dimethyl aniline, the weakest and strongest base. നമുക്കറിയാം, നമ്മൾ ആലിഫാറ്റിക് അമീനും ആരോമാറ്റിക് അമീനും ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ആലിഫാറ്റിക് അമീനും ആരോമാറ്റിക് അമീനും ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഈ ആരോമാറ്റിക് അമീനില് നൈട്രജനിലുള്ള ഈ ലോൺ പെയർ റിങ്ങുമായിട്ട് റെസനൻസ് ഉണ്ടാകും. കറക്റ്റ് അല്ലേ? റിങ്ങുമായിട്ട് റെസനൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഇതിന്റെ ബേസിക് ക്യാരക്ടർ ഒരിത്തിരി കുറയും. ആലിഫാറ്റിക് അമൈൻ ഈസ് മോർ ബേസിക് ദാൻ ആരോമാറ്റിക് അമൈൻ, അത് നമുക്കറിയാം. അപ്പോൾ ഇത് ആലിഫാറ്റിക് അമൈൻ ആണ്, ഇത് ആലിഫാറ്റിക് അമൈൻ ആണ്. യെസ്, ഇത് ബെൻസീനമൈൻ. അതാണ് ബെൻസീനമൈൻ, അത് അനിലിൻ ആണ്. N-methyl aniline എല്ലാം ആലിഫാറ്റിക് അമീൻ ആണ്. അപ്പൊ വീക്ക്
ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബെൻസീൻ അമൈൻ ആണ്. വീക്ക് ബേസ് ബെൻസീൻ അമൈൻ. അങ്ങനെ വരുന്ന ഓപ്ഷൻ എ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബി ഇല്ല, സി ഇല്ല, ഇ ഇല്ല, ഓർ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് സ്ട്രോങ് ബേസ് ഏതാണെന്നാ ചോദിക്കുന്നത്. സ്ട്രോങ് ബേസ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ മെത്തനമൈൻ CH3 NH2 then CH3 CH2 NH2 N മീഥൈൽ അനിലീൻ. അത് ആലിഫാറ്റിക് അമീൻ ആണ്. അരോമാറ്റിക് അമീൻ ആണ്. യെസ്. N ഡൈമീഥൈൽ അനിലീൻ അതും അരോമാറ്റിക് ആണ്. അരോമാറ്റിക്. യെസ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ആലിഫാറ്റിക് ആണ്, ഇത് ആലിഫാറ്റിക് ആണ്, ഇത് അരോമാറ്റിക് ആണ്, ഇതും അരോമാറ്റിക് ആണ്, ഇതും അരോമാറ്റിക് ആണ്. നമുക്കറിയാം ആരോമാറ്റിക് അനിലിന്റെ കേസിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. എന്നാലും ആരാണ് ഇതിൽ ഈ ആരോമാറ്റിക് അമീനിലെ ലീസ്റ്റ് ഏതാണ്? ബെൻസീൻ അമൈൻ. ഓക്കെ. ഇനി ആരോമാറ്റിക് അമൈനിൽ നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത് CH3 NH2 CH3 CH3 CH2 NH2 ആണ് കമ്പയർ ചെയ്യേണ്ടത്. യെസ്. വീക്കസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബേസ്. ഓക്കെ. സോ ആൻസർ വരിക ഏത് വരും? എത്തനമൈൻ ആൻഡ് മെത്തനമൈൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വരും? മെത്തനമൈൻ വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 87 ആൻസർ. മെത്തനമൈനും എത്തനമൈനും കമ്പയർ ചെയ്താൽ മെത്തനമൈനിന്റെ മീഥൈലിന്റെ പ്ലസ് ഇഫക്റ്റ് ഉണ്ടാകും, ഇവിടെ ഈഥൈലിന്റെ പ്ലസ് ഇഫക്റ്റ് ഉണ്ടാകും. പ്ലസ് ഇഫക്റ്റ് ഇൻക്രീസസ്, ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. ബെൻസീൻ അമൈൻ ആണ് ഇതിൽ വീക്ക് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുക, കാരണം ആരോമാറ്റിക് അമൈൻ ആണ്. ഈ ബെൻസീൻ അമൈനിൽ മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ ഇത്തിരി കൂടും. എന്നാലും ആലിഫാറ്റിക് അമീനും ആരോമാറ്റിക് അമീൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആരോമാറ്റിക് അമീൻ ലീസ്റ്റ് ബേസിക് ആണ്. ഇനി ഇവിടെ ആരോമാറ്റിക് അമീൻസ് ആയിട്ട് വരുന്നത് മെത്തനമൈനും എത്തനമൈനും ആണ്. മെത്തനമൈനും എത്തനമൈനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മീഥൈൽ ഗ്രൂപ്പ് പ്ലസ് ഇഫക്റ്റ് ഗ്രൂപ്പ്, എത്തനമൈനിൽ ഈഥൈൽ ഗ്രൂപ്പ് പ്ലസ് ഇഫക്റ്റ് ഗ്രൂപ്പ്. സോ പ്ലസ് ഇഫക്റ്റ് ഗ്രൂപ്പ് സ്ട്രോങ് ആയി വരുന്നത് ഈഥൈലാണ്. പ്ലസ് ഇഫക്റ്റ് കൂടിയാൽ ബേസിക് ക്യാരക്ടർ കൂടും. ഓക്കെ. 87 ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 88. The product formed when benzene diazonium fluoroborate is heated with aqueous sodium nitrate solution in presence of copper. നമുക്ക് അറിയുന്ന റിയാക്ഷൻ ആണ്. നമ്മൾ അനിലിന്റെ റിയാക്ഷൻ ആയി പഠിച്ചിരിക്കുന്ന റിയാക്ഷൻ. അനിലിൻ നമ്മൾ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. അനിലിൻ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ നടത്തുന്നു ഒരു 0 to 4 ഡിഗ്രി ഐസ് കോൾഡ് കണ്ടീഷനിൽ. അപ്പോൾ നമുക്ക് അവിടെ ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഫോം ചെയ്യും. ബെൻസീൻ ഡയസോണിയം സാൾട്ടിലേക്ക് HbF4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയസോണിയം സാൾട്ട് അവിടുന്ന് HCl റിമൂവ് ചെയ്ത് N2 പ്ലസ് BF4 മൈനസ് എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ്. ഇത് ജസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്നും ആഡ് ചെയ്യാതെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നൈട്രജൻ ഗ്യാസ് റിമൂവ് ചെയ്യും, എന്നിട്ട് ഫ്ലൂറോ ബെൻസീൻ ഫോം ചെയ്യും, പ്ലസ് BF3 ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാകും. എന്നാൽ ഇതിന്റെ കൂടെ നമ്മൾ സോഡിയം നൈട്രൈറ്റ് സൊല്യൂഷൻ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ ആഡ് ചെയ്യുന്നെങ്കിൽ അവിടെ ആര് വരും? ഡയസോണിയം ഗ്രൂപ്പ് മാറിയിട്ട് NO2 ഗ്രൂപ്പ് വരും എന്നുള്ളത് നമ്മൾ ഡയസോണിയം സാൾട്ടിന്റെ റിയാക്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ നോട്ട് ചെയ്തൊരു റിയാക്ഷൻ ആണിത്. ഓക്കെ. നമുക്ക് വളരെ ഈസി ആയിരിക്കും ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 88 ആൻസർ ഓപ്ഷൻ ഇ, നൈട്രോബെൻസീൻ. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 89ലേക്ക് നമുക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പോളിസാക്രൈഡ്? നമുക്കറിയാം ഇതിൽ പോളിസാക്രൈഡ് ആയിട്ട് വരുന്നത് ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് ആണ്, ഇത് ഡൈസാക്രൈഡ് ആണ്, ഗ്ലൈക്കോജൻ ആണ് പോളിസാക്രൈഡ് ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 89 ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 90ലേക്ക് വന്നു കഴിഞ്ഞാൽ which of the following is added to commercial salt to control hypothyroidism? ഈ ഹൈപ്പോതൈറോയിഡിസം കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ സാൾട്ട് ഏതാണ്? അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് അയഡൈഡ് ആണ് വരുന്നത്. ഇതിലെല്ലാം അയഡൈഡ് ആണ്. സോഡിയം അയഡൈഡ് വരാം, പൊട്ടാഷ്യം അയഡൈഡ് വരാം. സോഡിയം അയഡൈഡ് ഓർ പൊട്ടാഷ്യം അയഡൈഡ് ആണ് ആൻസർ വരാൻ ചാൻസ് ഉള്ളത്. അത് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സോഡിയം അയഡൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 90 സോഡിയം അയഡൈഡ് എന്ന് NCERT ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് 90ന്റെ ആൻസർ ആയിട്ട് നമുക്ക് സി എടുക്കാം. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 91. Conveyor belt is manufactured from
പോളിമറിന്റെ യൂസുമായി റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. കൺവെയർ ബെൽറ്റ് ഈസ് മാനുഫാക്ചർഡ് ഫ്രം ഏതാണ് ആൻസർ? നിയോപ്രീൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 91 ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നമ്മൾ ക്വസ്റ്റൻ നമ്പർ 92ലേക്ക് വരുന്നു. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ നാർക്കോട്ടിക് അനാൽഗസിക്സ്? അത് വളരെ സിമ്പിൾ അല്ലേ, നോൺ നാർക്കോട്ടിക് അല്ലേ, അതേതായിരിക്കും? പാരസെറ്റാമോൾ. ക്വസ്റ്റൻ നമ്പർ 92 ആൻസർ ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? യെസ്. ക്വസ്റ്റൻ നമ്പർ 93. ദി പ്രൈമറി precursor of photochemical smoke that can be metabolized by plants such as juniperus and pyrus. Yes, നമുക്കറിയാം ഇതിൽ പൊല്യൂട്ടന്റ് ആയിട്ട് ഫോട്ടോകെമിക്കൽ സ്മോക്കിന്റെ പൊല്യൂട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 93 വരുമ്പോൾ നൈട്രജൻ ഡയോസോൺ പാൻ കാർബൺ ഡയോക്സൈഡ് ഡയോക്സൈഡ്. സോ ആൻസർ ഇസ് നൈട്രജൻ ഡയോക്സൈഡ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ്, നമുക്ക് പഠിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 94ലേക്ക് നമുക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 94. വിച്ച് ആർ ദി ഫോളോയിങ് കണ്ടെയ്ൻ ഹൈയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം? ഇപ്പൊ ഇവിടെ അലൂമിനിയം സൾഫേറ്റ് ആണ്, Al2SO4 ത്രൈസ് എന്നാണ് അതിന്റെ ഫോർമുല. അപ്പോൾ ഇതിൽ വരുന്ന ഓക്സിജൻ നമ്പർ എത്ര? 12 ഓക്സിജൻ വരില്ലേ? യെസ്. ഫെറസ് സൾഫേറ്റിന്റെ ഫോർമുല എന്താ? FeSO4 അല്ലേ? എത്ര മോൾ ഉണ്ട്? 2 മോൾ. അപ്പോൾ ഓക്സിജൻ നമ്പർ എത്ര ആയിരിക്കും അതിൽ? 8. Then hydrogen peroxide 3 mol hydrogen peroxide means എത്ര ഹൈഡ്രജൻ ഉണ്ടാകും? 6 ഹൈഡ്രജൻ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അത് KMnO4 ആണ്, അതിൽ എത്ര മോളാ? 2 മോൾ. എത്ര ഉണ്ടാകും? 8. 1 മോൾ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അത് K2Cr2O K2Cr2 പൊട്ടാഷ്യം. 1 മോൾ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് 1 മോൾ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് K2Cr2O7 അതിൽ എത്ര ഓക്സിജനാ? 7 ഓക്സിജൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ഓക്സിജൻ വരുന്നതിൽ ഏതാണ്? 1 മോൾ ഓഫ് അലുമിനിയം സൾഫേറ്റ് 12 ഓക്സിജൻ വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 94 ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 94 ആൻസർ ഓപ്ഷൻ എ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 95. Among the following pairs of compound, one that does not illustrate law of multiple proportion. രണ്ട് ഡിഫറെന്റ് എലമെന്റ് കമ്പൈൻ ചെയ്ത് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നെങ്കിൽ അവിടെയാണ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യുക? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നൈട്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് NO ഫോം ചെയ്യുക, NO2 ഫോം ചെയ്യുക. യെസ്, ഇത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. കോപ്പർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് CuO ഫോം ചെയ്യുക, Cu2O. യെസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. when 2 different element combine to form more than compound. FeO Fe2O3. യെസ്. നൈട്രജൻ ഓക്സിജൻ N2O. യെസ്. H2O and H2. യെസ്. ഇത് does not illustrate law of multiple proportion. So question number 95 ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി. യെസ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി റിലേറ്റഡ് 95ന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് SR സാർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹായ് സ്റ്റുഡൻസ്. ഓക്കെ, എക്സാംസ് എല്ലാം അടിപൊളിയല്ലേ? നമ്മുടെ എക്സാമിൻ്റെ KEAM നല്ലപോലെ എഴുതിയില്ലേ? എസ്പെഷ്യലി കെമിസ്ട്രി നമുക്ക് നല്ല സന്തോഷം തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമ്മൾ വർക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ മെറ്റീരിയലും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് 100% ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ് KEAM. ഇന്നത്തെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് തളർത്തിയിട്ടില്ല. ഓക്കെ, വിത്തിൻ ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടാവും. എനിവേ MA സാർ പറഞ്ഞിട്ടുണ്ടാവും കെമിസ്ട്രിയുടെ ഒരു
ഒരു ബേസിക് ആയിട്ട് ഇനി പറയേണ്ടതില്ലല്ലോ. ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 96. A dinegative ion of the element X consists of 10 electrons and 8 neutrons. ഇവിടെ നമുക്ക് ഇതിന് രണ്ട് ഇതിൽ ഫോളോ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. Dinegative ion of the element X consists of 10 electrons and 8 neutrons എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡൈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന എലമെന്റ് ആണ്, എക്സ് വിത്ത് ചാർജ് 2- ആണ്. അതിന് 10 ഇലക്ട്രോൺസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ പിടികിട്ടി ഈ 2- എക്സ്ട്രാ ഗെയിൻഡ് ഇലക്ട്രോൺ അല്ലേ. അപ്പോ എക്സ് എന്ന ആറ്റത്തിന് സ്വന്തമായിട്ട് 8 ഇലക്ട്രോൺസേ ഉള്ളൂ എന്ന് മനസ്സിലായി. കൂടെ 8 ന്യൂട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ആറ്റം എന്താന്ന് എനിക്ക് പെട്ടെന്ന് നിങ്ങൾ കത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻ അത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനപ്പുറം എന്താണ് കുറെ ക്ലാസ് റൂം വർക്ക് കൊണ്ട് എക്സ്പീരിയൻസ് അവിടെ വർക്കാവും. 8 ഇലക്ട്രോണുള്ള ഒരു നോർമൽ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആറ്റം എന്ന് മനസ്സിലോട്ട് നമുക്ക് ഓടി വരും. അപ്പൊ ഒറ്റയടിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം, ഓക്സൈഡ് എന്നൊരു ഫോർമാറ്റ് മനസ്സിലേക്ക് എടുക്കാം. ഓക്കെ, ഇനി എൻട്രൻസ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ട്രാപ്പും ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. എനിവേ എക്സ് ഡിഫൈൻഡ് ആയി ഓൾമോസ്റ്റ് നമ്മളെ സംബന്ധിച്ച് 8 ഇലക്ട്രോൺസ് ആണ്. അത് ഓക്സിജൻ ആണെങ്കിൽ മസ്റ്റായിട്ടും എന്താണ് ആ ആറ്റത്തിൽ 8 പ്രോട്ടോൺ ഉണ്ടായിരിക്കും. കാരണം ഡൈ നെഗറ്റീവ് അയോണിനാണ് എന്തുള്ളത്, 10 ഇലക്ട്രോൺ ഉള്ളത്. ആറ്റത്തിൽ 8 ഇലക്ട്രോൺ ആണ്. ആറ്റം ന്യൂട്രൽ ആണ്, 8 പ്രോട്ടോൺ 8 ന്യൂട്രോൺ. അപ്പോൾ എക്സ് ഓൾമോസ്റ്റ് ഡിഫൈൻഡ് ആയി. എ ഡൈപോസിറ്റീവ് അയോൺ ഓഫ് ദി എലിമെന്റ് Y കൺസിസ്റ്റ് ഓഫ് 12 പ്രോട്ടോൺസ് ആണ്. ഡൈപോസിറ്റീവ് അയോൺ ഓഫ് വൈയുടെ ഡൈപോസിറ്റീവ് അയോൺ ആണ്. അതിനകത്ത് എന്തുണ്ട്, 12 പ്രോട്ടോൺസ് ഉണ്ട്. Y എന്ന ആറ്റത്തിന് 12 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് ന്യൂട്രൽ സ്റ്റേറ്റിൽ 12 ഇലക്ട്രോൺ വേണ്ടേ. അപ്പൊ ഡൈപോസിറ്റീവ് ആവുന്ന സമയത്ത് എന്തായിരിക്കും അതിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? എഗെയിൻ പ്രോട്ടോണിന്റെ നമ്പർ 12 എങ്കിൽ നമുക്ക് ആളെ പിടികിട്ടി. ഇറ്റ് ഈസ് മെഗ്നീഷ്യം എന്നൊരു ചെറിയൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. Now the number of neutrons in Y is 1.5 times that of the number of electrons in atom X. ഇവിടെ പ്രോട്ടോണിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ന്യൂട്രോണിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന ആറ്റത്തിൽ, അയോണിലല്ല, എക്സ് എന്ന ആറ്റത്തിലുള്ള ഇലക്ട്രോണിന്റെ നമ്പറിന്റെ 1.5 ടൈംസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ Y എന്ന് പറഞ്ഞാൽ 8ന്റെ 1.5 ടൈംസ് അല്ലേ. അപ്പൊ എന്ത് വരും, 8 into 1.5 എന്ന് പറഞ്ഞാൽ 8 + 4 ഇറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. അപ്പൊ 12 പ്രോട്ടോൺ, 12 ഇലക്ട്രോൺ, 12 ന്യൂട്രോൺ. ശരിയല്ലേ? അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ 12 ആണ്, ഇലക്ട്രോൺ 12 ആണ്, ന്യൂട്രോണും 12 ആണ്. അതുപോലെ ഫസ്റ്റ് ആറ്റം എക്സിലോ 8 ഇലക്ട്രോൺ, 8 ന്യൂട്രോൺ, 8 പ്രോട്ടോൺ ആണ്. Then the mass number of X and Y. For X, what is mass number? Proton plus neutron add ചെയ്താൽ പോരെ. It is 16 ആണ്. And that of Y എത്രയാ, 12 + 12. Proton plus neutron add ചെയ്യുക, 12 + 12 it is 24 ആണ്. Now മാസിന്റെ റേഷ്യോ പറയുകയാണെങ്കിൽ X/Y is equal to എന്താ പറയുക, 16:24. ശരിയല്ലേ? It is 2:3. 2:3. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മുടെ ട്രിക്കിയാണ്. കുറച്ച് കറങ്ങിയിട്ടുണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വായിച്ച് ലെവൽ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ തരും അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 97. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 6.6 into 10⁻³ kilogram മൂവിംഗ് വിത്ത് വെലോസിറ്റി ഇസ് ഗിവൺ 10⁻⁷ m/s. ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് കിലോഗ്രാം ആണ്, SI യൂണിറ്റ് ആണ്, m/s SI യൂണിറ്റ് ആണ്. നമുക്ക് മറ്റൊരു സന്തോഷം അല്ലേ, ഡീപ് പ്രോബ്ലം വേവ് ലെങ്ത് ഇൻ ആംസ്ട്രങ് ആണ്. അപ്പൊ ഫൈനൽ നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്ററിലേക്ക് കിട്ടിയിട്ട് ആംസ്ട്രങ്ങിലേക്ക് കൺവേർട്ട് ചെയ്താലും മതി. അഗൈൻ ദ വാല്യൂ ഓഫ് HR ഗിവൺ ഇൻ ജൂൾ സെക്കൻഡ് ആണ്. അപ്പൊ എല്ലാം SI സിസ്റ്റത്തിലാണ്. സോ നമുക്ക് വലിയ ട്രബിൾ ഇല്ല, വലിയ പ്രോബ്ലം ഒന്നുമില്ല. സോ ഡീപ് പ്രോബ്ലം വേവ് ലെങ്ത് നമ്മുടെ കാൽക്കുലേഷൻ നമുക്കറിയാലോ, ലാംഡ ഇസ് ഈക്വൽ ടു h/mv അല്ലേ. സോ ലാംഡ ആണ് കണ്ടുപിടിക്കേണ്ടത്. H എന്താ ഗിവൺ ആണ്, 6.6 into 10⁻34 ജൂൾ സെക്കൻഡ്. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ മാസ് എത്ര കിട്ടിയിരിക്കുന്നത്, കിലോഗ്രാമിലാണ്. 6.6 into 10⁻31. ഓക്കെ, അഗെയിൻ കിലോഗ്രാമിലാണ്. ഇൻ ടു വെലോസിറ്റി ഇസ് ഗിവൺ 10⁻7 ആണ്, 10⁻7 m/s. ശരിയല്ലേ? Now the simple calculate here, 6.6 by 6.6 cancel ആയി. 10⁻31, 10⁻34, 10⁻3 ബാലൻസ് വരും. ഈ 7 മുകളിലോട്ട് വന്ന് 10⁻
7 ആയി. സോ 10⁻³ ഇൻറ്റു 10⁻7 മീറ്റർ. ഞാൻ പറഞ്ഞു എല്ലാം SI സിസ്റ്റത്തിലാണ് യൂണിറ്റുകൾ ഉള്ളത്, അതുകൊണ്ട് ഫൈനൽ ആൻസറും എന്താണ് വേവ് ലെങ്ത് മീറ്ററിലാണ് കിട്ടുക. 10⁻10 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇസ് 1 ആം സ്ട്രെങ്. സോ അഗൈൻ അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം. സിമ്പിൾ തന്നെ ഞാൻ ഈ ക്വസ്റ്റിനെ പറയും. വൈ? ഇതിലൊരു കോംപ്ലക്സിറ്റി ഇല്ല. പക്ഷെ 96 കുറച്ചൊരു ട്രിക്കി ആയിരുന്നു ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് എന്ന് പറയുന്നില്ല. പക്ഷെ ഇതെന്താണ് ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ കാറ്റഗറി ആയിട്ട് ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? Now question number 98. From the following, choose the correct structure of chloroxylenol and terpineol. Which are the constituents of Dettol? ഡെറ്റോളിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് ക്ലോറോസൈലീനോൾ ആൻഡ് ടെർപീനിയോൾ ആണ്. നമ്മളെ പേര് പഠിച്ചിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിചാരിക്കുന്നു. കാരണം എസ്പെഷ്യലി കീം അതുപോലെ JEE ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റീസെന്റ് ഇയറിലായിട്ട് എന്ത് വരുന്നുണ്ട്, ഈ സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ്. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസിന് വേണ്ടിയിട്ട് സ്ട്രക്ചറിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ, കോമ്പൗണ്ട് എ മീൻസ് ക്ലോറോ ഫീനോൾ, സൈലീനോൾ ആണ് ക്ലോറോസൈലീനോൾ. സോ ക്ലോറോസൈലീനോൾ ആരാം, ഡിസ് എ ആണ്. ആൻഡ് ടെർപീനിയോൾ ഓപ്ഷൻ സി ആണ് ടെർപീനിയോൾ എന്ന് വരുന്നത്. ഇത് ബൈത്തോയോൺ അല്ല, നമ്മുടെ സോപ്പിൽ അഡിറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ബി മീൻസ് ബിത്തിയോണാലാണ്. ഇവിടെ ഡെറ്റോളിന്റെ കോമ്പോണൻസ് ക്ലോറോസൈലീനോൾ ആൻഡ് ടെർപീനിയോൾ. നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. എനിവേ എ ആൻഡ് സി ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓക്കെ, എയും സിയും ആണ് ഡെറ്റോളിന്റെ. നൗ 99. എ ഫാസ്റ്റ് മൂവിംഗ് പാർട്ടിക്കിൾ ഓഫ് മാസ് ഇസ് ഗിവൺ. ശ്രദ്ധിക്കണം, മാസ് ഗ്രാമിലാണ്, കിലോഗ്രാമിലല്ല. ഇനി ക്യാൻ ബി ലൊക്കേറ്റഡ് വിത്ത് ആൻ ആക്യുറസി 1 ആംസ്ട്രങ് ആണ്. അതിനെ SI ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ സംബന്ധിച്ച് സേഫ്. ആംസ്ട്രങ് മീറ്ററിലേക്ക് മാറ്റുക. ദ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് SI ലാണ് നമുക്ക് എന്തുകൊണ്ട് ആൻസർ വേണ്ടത്. ആൻഡ് അഗെയിൻ H വാല്യൂ ഗിവൺ ആണ്. സോ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അഗെയിൻ വൺ ഓഫ് ദി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വി നോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു h/mv. ഓർ ഡെൽറ്റ പി മീൻസ് മൊമെന്റം ആണ്. അപ്പൊ നമ്മൾ മാറ്റി ചെയ്തു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എം ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു h/4π. h/4π അല്ലേ, h/4π. ശരി, ഓക്കെ. സോ ഇസ് ഈക്വൽ h/4π. ശരിയല്ലേ? From this, what is delta V? It is equal to h/4π into delta x into m. Substitute ചെയ്യുക, കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Here the value of h is 6.63 into 10⁻34 ജൂൾ സെക്കൻഡ്. SI സിസ്റ്റത്തിലാണ് യൂണിറ്റ് ഉള്ളത്. Now what is 4 is okay and pi it is 3.14 ആണ് into delta x. This uncertainty in position 1 ആംസ്ട്രങ് ആണ് അൺസർട്ടനിറ്റി വരുന്നത്. ഇറ്റ് 10⁻10 ഞാൻ മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് വരുന്ന വാല്യൂ ഓഫ് എം മാസ് ഇസ് ഗിവൺ ആണ്, ഗ്രാമിലാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ശരിയല്ലേ? വെയിറ്റ് ഈസ് ആക്ച്വലി 6.63 ഇൻറ്റു 10⁻28 അല്ലേ. കിലോഗ്രാം മാറ്റാൻ എന്ത് ചെയ്യണം, ആ 28 മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, 10⁻31 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ, -31. ഇവിടെ നിങ്ങൾക്ക് 6.60 കട്ട് ചെയ്യാം. 10⁻34 10⁻10 കട്ട് ചെയ്യാം, -31 കട്ട് ചെയ്യാം. അപ്പൊ എത്ര വരിക, 10⁻34/10⁻31 ചെയ്താലും ഇവിടെ -3 ഉണ്ടാവും. ഇത് കട്ട് ചെയ്താലും താഴെ 10⁻7 വരും. അത് മുകളിലോട്ട് വന്നാൽ 10⁻+7 ആവും. അപ്പോൾ 10⁻7 ആണ് പവറോടെ എത്തിയിട്ടുള്ളത്. And 4 into 3.14, 4 into 3 12, അപ്പോൾ 12 point something, 1/12.5 around വാല്യൂ ഉണ്ടാവും. സോ 1/12 വാല്യൂ is 0.08. 0.08 into 10⁻7 is equal to 8 into 10⁻5. So option C is the answer. Clear ആണോ? അപ്പോൾ ഇതും ഡയറക്റ്റ് ആണ്. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടതുള്ള ആ യൂണിറ്റുകളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ആംസ്ട്രങ് സബ്സ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധിക്കുക, ഗ്രാമിനും കൺവേർട്ടും ശ്രദ്ധിക്കുക. വേറെ ഒന്നും അതിലില്ല, കോമ്പോസിറ്റ് ഇല്ല. അഗൈൻ വൺ ഓഫ് ദി ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. നൗ ക്വസ്റ്റൻ നമ്പർ 100. ഓക്കെ, കെമിക്കൽ ബോണ്ടിങ്ങിലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് molecule contains an incomplete octet of the central atom. Incomplete octet. സോ നമ്മളെ സംബന്ധിച്ച് ഈസി ക്വസ്റ്റൻ ആണ്. നമ്മൾ ധാരാളം ചെയ്തിട്ടുള്ള പ്രാക്ടീസസിൽ എക്സാമ്പിൾസ് ആണ് അതെല്ലാം. SF6 ഹാവിങ് എക്സ്പാൻഡ് octet ആണ്. എക്സ്പാൻഡ് 12 അല്ലേ, സൾഫറിന് അറൌണ്ട് 6 അല്ലേ വരുന്നത്. ഇറ്റ് ഈസ് 12 ആണ്. സൾഫറിന് അറൌണ്ട് വരിക 12 ഇലക്ട്രോൺ. എക്സ്പാൻഡ് octet.
Then aluminum chloride, aluminum is a trivalent metal and trivalent atom ആണ്. Can form only 3 bond around it. ഇത് ക്ലോറിൻ ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? It is 3 into 2 6 ആണ്, just less than 8 ആണ്, incomplete octet, option B. നമ്മൾ BCl3 BF3 ഒക്കെ നല്ലപോലെ ഓർക്കുന്ന കോമ്പൗണ്ടുകളാണ്. BCl3 BF3 BH3 ബോറോണിന്റെയും ബെറിലിയത്തിന്റെയും കോമ്പൗണ്ടിലെ നമ്മുടെ ഗ്രൂപ്പ് 13 എലിമെന്റ്സ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാറുണ്ട്. ഇത് ഇലക്ട്രോൺ പ്രിസൈസാ 8 ഇലക്ട്രോൺ. PF5 10 ഇലക്ട്രോൺ എക്സ്പാൻഡ് H2O അഗൈൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഓക്സിജൻ അറൗണ്ട് 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ ടോട്ടൽ 8 ഇലക്ട്രോൺസ് ശരിയല്ലേ? അപ്പൊ ഇനി ഡൗട്ട് ഇല്ലല്ലോ അതിൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, അതിൽ സമയം കളയുന്നില്ല. ഓക്കെ, ദിസ് AlCl3. Now question number 101. Which one of the following reaction involves change from sp2 into sp3 hybridization of the central atom? Okay, ഇവിടെ ചേഞ്ച് ഇൻ ഹൈബ്രിഡൈസേഷൻ ഇതിൽ ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഫസ്റ്റ് എക്സാമ്പിൾ CH4 ഗീവ്സ് CH2Cl2 എന്നുള്ളതാണ്. ഇവിടെ ക്ലോറിൻ മോളിക്യൂളിനെ സംബന്ധിച്ച് ഹൈബ്രിഡൈസേഷൻ അവിടെ മീനിങ് ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് മിഥൈൻ്റെ അകത്ത് നമുക്കറിയാം കാർബൺ ഈസ് ഇൻ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇവിടെ ബോണ്ടഡ് ആറ്റംസ് അല്ലേ മാറുന്നുള്ളൂ. കാർബണെ സംബന്ധിച്ച് 2H 2Cl. ആക്ച്വലി അവിടെ ഹൈഡ്രജൻ മാറിയിട്ട് CH4 ഹൈഡ്രജൻ മാറിയിട്ടുള്ളൂ. സെൻട്രൽ ആറ്റമോ അതിനറൗണ്ടുള്ള നമ്പർ ഓഫ് ബോണ്ട് പേരുകളോ ഇലക്ട്രോൺ പേരിന്റെ എണ്ണത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഹൈബ്രിഡൈസേഷൻ. ഇൻ ദീസ് ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് എന്ത് പറയാം? sp3 ഹിയർ അഗൈൻ sp3 നോ ചേഞ്ച് ഇൻ ദ hybridization എന്ന് പറയാം. Now ammonia into ammonium. Ammonia again we know it is sp3 and ammonium is again sp3. Here again അമോണിയയുടെ സ്ട്രക്ചർ നമുക്കെല്ലാം അറിയാം. 3 ബോണ്ട് പെയർ അറൗണ്ട് നൈട്രജൻ ആൻഡ് 1 ലോൺ പെയർ. അത് അമോണിയം ആകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 3 ഹൈഡ്രജനോടുള്ള ബോണ്ട് പെയർ അവിടെ തന്നെ ഉണ്ട്. ഈ ലോൺ പെയർ ആണ് H+ഉമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നത്. അഗൈൻ ഹൈബ്രിഡൈസേഷനിൽ ചേഞ്ച് ഒന്നുമില്ല. സെയിം സെൻട്രൽ ആറ്റം വിത്ത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ അറൗണ്ട് ഇട്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാറുണ്ടാവും H വാല്യൂ കണ്ടുപിടിക്കുന്നത്. നൈട്രജൻ അമോണിയയിൽ എന്ത് വരും? ഇറ്റ് ഈസ് നൈട്രജൻ 5 പ്ലസ് മോണോവാലന്റ് 3/2. ഇറ്റ് ഈസ് 5 + 3/2 4 ആണ്. ഇറ്റ് ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി ചെയ്യേണ്ടതില്ല. നമ്മുടെ ചോദ്യം എന്താ? sp2 into sp3 കണ്ടുപിടിക്കണ്ടേ? ഓൾറെഡി എന്താണ് അമോണിയ sp3 യിലെ? ഇനി ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. പിന്നെ അമോണിയം അയോണിയം 5 + 4 - 1 by 5 + 4 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 പ്ലസ് ചാർജ് ഇല്ലേ? 5 + 4 9 - 1 8/2. ഇറ്റ്സ് അഗൈൻ 4 sp3. അപ്പൊ ഇവിടെയും ചേഞ്ച് ഇല്ല. Now AlCl3 അലുമിനിയം ക്ലോറൈഡ് വാലൻസിലെ 3 ഇലക്ട്രോൺ വിത്ത് ഫോം 3 ഇലക്ട്രോൺ പെയർ 3 ബോണ്ട് പെയർ. അപ്പൊ അലുമിനിയത്തിന് അറൗണ്ട് ആയിട്ട് 3 ബോണ്ട് പെയർ ഉണ്ട്. സോ 3 ഇലക്ട്രോൺ പെയർ. അപ്പൊ VCPR പ്രകാരം 3 പെയർ വന്നുള്ളത് എന്താണ്? sp2 ആണ്. അതല്ലെങ്കിൽ ട്രയാഗണൽ പ്ലെനാർ ആണ്. സോ ഹൈബ്രിഡൈസേഷൻ sp2 നമുക്ക് പറയാം. അതല്ലെങ്കിൽ വാലൻസ് 3 പ്ലസ് മോണോവാലന്റ് 3 + 3/2 അഗൈൻ 3. സോ ഇറ്റ് ഈസ് sp2. Now it will giving AlCl4 1- ആണ്. AlCl4 1-. ഇയാളെ സംബന്ധിച്ച് H വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് പഠിച്ചിട്ടുണ്ട്. അലുമിനിയം ട്രൈവാലന്റ് 4 ക്ലോറിൻ മോണോവാലന്റ് പ്ലസ് നെഗറ്റീവ് ചാർജ് 1 /2. ഇവിടെ എന്തായിട്ടുണ്ട്? ഇവിടെ 3 + 4 7 + 1 8/2 is 4 ആണ്. ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ടു sp3. അപ്പൊ ഇതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അലുമിനിയം ക്ലോറൈഡിൽ sp2 ആണ്. AlCl4 1- അത് ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. അപ്പൊ ഓപ്ഷൻ സി കൊടുക്കാം ആൻസർ ആയിട്ട്. കേട്ടല്ലോ. ഇനി H2O sp3 ആണ്. H3 പ്ലസും sp3 ആണ്. PCl3 ആണെങ്കിൽ sp3 ആണ്. നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചോദിച്ചത് sp2 into sp3. ഇവിടെ ആകെ എന്ത് ചെയ്യേണ്ടുള്ളൂ? ഇതിൽ ആർക്കാണ് sp2 ഉള്ളതെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതൊരു ആൻസറേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? Now question number 102. Okay, happy news എന്ന് പറയാല്ലേ. The dipole interaction energy between rotating polar molecules is proportional to. നമ്മളെ സ്റ്റേറ്റ്സുമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്ന ഒരു വാണ്ടർവാൾ ഫോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ലണ്ടൻ ഫോഴ്സ് ഡൈപോൾ ലണ്ടൻ ഫോഴ്സ് ഡൈപോൾ ഇൻഡ്യൂസ് ഡൈപോൾ. ലണ്ടൻ ഫോഴ്സ് പ്രൊപ്പോർഷൻ 1/r⁶ ആണ്. ഡൈപോൾ സ്റ്റേഷനറി ആണ് സമയത്ത് എന്ത് വരുന്നുണ്ട്? 1/r⁵ വരുന്നുണ്ട്. അതേസമയം റൊട്ടേറ്റിംഗ് ഡൈപോൾ ഒന്നുകൂടെ എന്ത് ചെയ്യും? വാല്യൂ കുറയും. 1/r⁶ ആണ് വരിക. ഓപ്ഷൻ ഇ.
ഇത് റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട്. സ്റ്റേഷനറി ആയിരുന്നെങ്കിൽ 1/r³ എന്ന് വരുമായിരുന്നു. സോ ഓപ്ഷൻ ഇ ഈസ് ദി ആൻസർ. അഗൈൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആ ചാപ്റ്റർ വായിച്ചൊരു ഓർമ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? യെസ്. Now question number 103. A metal X crystallizes in body-centered cubic structure and its metallic radius is 346.4 picometer. The length in picometer of the unit cell is. എന്നാലും റേഡിയസ് തന്നിരിക്കുന്നത് പൈക്കോമീറ്ററിലാണ്. എഡ്ജ് ലെങ്ത് ചോദിച്ചത് തന്നെ പൈക്കോമീറ്ററിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ബോഡി സെന്റേർഡ് ക്യൂബ് അല്ലേ? ഫോർ എ ബോഡി സെന്റേർഡ് ക്യൂബിക് സെല്ല് ഓർ യൂണിറ്റ് സെല്ല് എഡ്ജ് ലെങ്ത് A is equal to 4r/√3. ശരിയല്ലേ? ഓർ 4 into റേഡിയസ് എത്രയും? ഇറ്റ് ഇസ് 346.6 divided by √3. What's the value of √3? It's 1.73. So it is 4 into 346.6 divided by 1.73. ഈ 346/1.73 കട്ട് ദാറ്റ് ഈസ് 200. ശരിയല്ലേ? 200 into 4 it is 800 picometer. Another question, it is 800 ആൻസർ വരിക. വെരി ഈസി ക്വസ്റ്റ്യൻ. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ഫേസ് സെന്റേർഡിന്റെയും ബോഡി സെന്റേർഡിന്റെയും എൻഡ് സെന്റേർഡ് സിമ്പിൾ ക്യൂബിന്റെയും നമുക്ക് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നല്ലോണം ഉള്ളതുകൊണ്ട് ഇക്വേഷൻ എല്ലാം ഓർത്ത് വെക്കാൻ വളരെ ഈസി ആയിരുന്നു. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 104. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു എക്സാമിൽ കുറച്ചൊരു ടൈം ടേക്കിംഗ് ആയിട്ട് വന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ടേക്ക് മീൻസ് ക്വസ്റ്റ്യൻ ടഫ് അല്ല, ഡിഫിക്കൽട്ടി ഒന്നും പറയുന്നില്ല. അപ്പോൾ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്ത് ഉണ്ടാക്കാണ്. എനിവേ, പിന്നെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സംബന്ധിച്ച് എന്താണ് ഒരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ ഇതിലും സ്ട്രോങ്ങർ ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ആൻസർ എത്താൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. നല്ല ട്രാപ്പ് ഉണ്ട് തന്നെ അതിന്. ഓക്കെ. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് മീഥെയിൻ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് മീഥെയിൻ. വാട്ട് ഈസ് എൻതാൽപ്പി ഫോർമേഷൻ? ഫ്രം ഇറ്റ്സ് എലിമെന്റ്സ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ എഴുതാം. C+2H2 ഗിവിംഗ് CH4. ആൻഡ് എൻതാൽപ്പി വാല്യൂ തന്നിരിക്കുന്നു. ഡെൽറ്റ H is equal to -75 കിലോ ജൂൾ തന്നിട്ടുണ്ട് പെർ മോൾ. ആൻഡ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് C+O2 ഗിവിംഗ് CO2. വാല്യൂ 3 ഡെൽറ്റ H എത്രയാ? It is -393 kilojoule per mole. And that of water, it is H2 and half O2 giving H2O. Delta H is given is equal to -286. ഇതാണ് 3 റിയാക്ഷൻ തന്നിട്ടില്ല. റിയാക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്തു. വൈ ഇറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മീൻസ് വൺ മോൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഫ്രം ഇറ്റ്സ് എലിമെന്റ്സ്. ശരിയല്ലേ? ഓക്കെ. കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടിയല്ലോ. Now the amount of heat liberated when 3.2 gram methane gas is burned. അപ്പോൾ കമ്പഷൻ ഓഫ് മീഥെയിൻ ആണ് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടത്. കമ്പഷൻ ഓഫ് മീഥെയിൻ മീൻസ് CH4+O2 ഗിവിംഗ് CO2 ആൻഡ് H2O. ഇത് ബാലൻസ് ആയിട്ടുണ്ടോ? 1 മോൾ മീഥെയിന്റെ കമ്പഷൻ 2O2 2H2O. നല്ല പരിചയമുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ ഇയാളുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് റിയാക്ഷൻ, സെക്കൻഡ് റിയാക്ഷൻ, തേർഡ് റിയാക്ഷൻ, ഈ 3 റിയാക്ഷൻ നിങ്ങൾ അൽഗോരിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുക. എങ്ങനെയെങ്കിലും മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ വഴി എന്ത് ചെയ്യുക? ഈ ഒരു ഓവറോൾ റിയാക്ഷനിലേക്ക് എത്തിക്കാൻ കഴിയണം. അത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഒരു എലിമെന്റ് ഓക്കെ, ഇവിടെയുള്ള കുറച്ച് നമുക്ക് ഇവിടെ CH4 വേണം നമുക്ക്. അത് ഈ ഫസ്റ്റ് റിയാക്ഷന്റെ പ്രൊഡക്റ്റ് സൈഡിലാണുള്ളത്. നമുക്ക് CH4 റിയാക്ടന്റ് സൈഡിലാണ് ഉള്ളത്. പിന്നെ വേണ്ടത് 2O2 വേണം. അപ്പോ പിന്നെ CO2 വേണം, 2H2O വേണം. ഈ തേർഡ് റിയാക്ഷനിൽ 1 മോൾ H2O ഫോം ചെയ്യുന്നുള്ളൂ. ബട്ട് നമുക്ക് 2 മോൾ H2O വേണം. പിന്നെ സെക്കൻഡ് റിയാക്ഷൻ CO2 ഉണ്ട്. അപ്പൊ സെക്കൻഡ് റിയാക്ഷൻ ആസച്ച് കീപ്പ് ചെയ്യാം. നമ്മൾ തേർഡ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 2 കൊടുക്കണം. ജസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ 2. അപ്പൊ എന്ത് കിട്ടും റിയാക്ഷൻ? 2H2 + O2 ഗിവിംഗ് 2H2O. ഇത് കറസ്പോണ്ടിങ് ഡെൽറ്റ H എന്ന് പറഞ്ഞാൽ 2 × -286 എന്നായിരിക്കും. നൗ അപ്പൊ കിട്ടിയ റിയാക്ഷൻ നമുക്ക് എന്താ പറയാം? ഫോർത്ത് റിയാക്ഷൻ എന്ന് പറയാം. തേർഡ് റിയാക്ഷൻ ഇൻറ്റു 2 ചെയ്തു, കറസ്പോണ്ടിങ് ഡെൽറ്റ H കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ O2 + O2. അപ്പോൾ സെക്കൻഡ് റിയാക്ഷനും ഫോർത്ത് റിയാക്ഷനും കൂടെ ആഡ് ചെയ്യാം.
സെക്കൻഡ് റിയാക്ഷൻ ഫോർത്ത് റിയാക്ഷൻ കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് എന്ത് ചെയ്യണം, ഫസ്റ്റ് റിയാക്ഷൻ മൈനസ് ചെയ്യണം. then we'll get the overall reaction. So what is overall reaction? How to get the overall reaction? Second reaction plus fourth reaction minus first reaction. Our overall reaction delta H HSS apply ചെയ്ത് നമുക്ക് എന്ത് പറയാം, സെക്കൻഡ് റിയാക്ഷന്റെ വാല്യൂ മൈനസ് 393, ഫോർത്ത് റിയാക്ഷന്റെ വാല്യൂ പ്ലസ് 2 into minus 286, 2 into minus 286. Okay, then minus first reaction, minus minus plus ആയില്ലേ 75. ഓക്കെ, ഇതിന്റെ വാല്യൂ ആഡ് ചെയ്ത് നോക്കൂ, 890 കിലോ ജൂൾ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 1 മോൾ അമോണിയയുടെ ഫോർമേഷന് 1 മോൾ മീഥേന്റെ കമ്പഷന് 1 മോൾ മീഥേന്റെ കമ്പഷന് കറസ്പോണ്ടിങ് ഹീറ്റ് എത്രയാ, 890 കിലോ ജൂൾ ആണ്. ഓക്കെ, ആ 1 മോൾ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം അല്ലേ, അപ്പൊ 16 ഗ്രാമിന് കറസ്പോണ്ടിങ് 890 ആ. നമുക്ക് വേണ്ടത് 3.2 ഗ്രാമിനാ. 16 890 ആണെങ്കിൽ 1.6 എത്രയാ, ഇറ്റ് ഈസ് 89. അതല്ലേ നമ്മുടെ ഷോർട്ടസ്റ്റ് വേ എന്ന് പറഞ്ഞാല്. ഇതിന്റെ ഡബിൾ ആണ് 3.2, അപ്പൊ ഇതിന്റെ ട്വൈസ് അല്ലേ 3.2, അപ്പൊ ഇതിന്റെ ട്വൈസ് ഇറ്റ് ഈസ് 178 കിലോ ജൂൾ എന്ന് വരും. ഓപ്ഷൻ ഇ ആണ് ആൻസർ. ടഫ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ എന്താണ് കുറച്ച് സ്റ്റെപ്സ് അധികം വന്നതേ ഉള്ളൂ. എനിവേ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 105. Which of the following is the correct relation between CP and CV? അതായത് തെറ്റിക്കാതിരുന്ന മതി അല്ലേ, അങ്ങനല്ലേ, വെരി സിമ്പിൾ ആണ്, ചാടി വീഴും നമ്മൾ. CP minus CV is equal to R. അപ്പൊ അങ്ങനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. or CP is equal to CV plus R. ശരിയല്ലേ, ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. CP is equal to CV plus R. ശരിയല്ലേ, CP minus CV R ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 106. Some of the reactions and their equilibrium constant case here given. Choose the reaction which proceeds rarely at the given temperature. റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഒട്ടുമില്ലാത്ത റയർ കേസ്, വെരി റയർ കേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് KC, if the value of KC is more than 1000, that reaction almost completed. If the value of KC less than 10⁻³ that will not proceed. But larger KC, there is greater chance. If the KC is very small, എക്സ്റ്റെൻഡ് വളരെ കുറവായിരിക്കും. കേസ് ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയിരിക്കും 47, 57, 10⁻31. ഓപ്ഷൻ ഡി 10⁻31 ആണ്. കേസ് വെരി 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 സ്മോൾ ആണ്. റിയാക്ഷൻ വിൽ നോട്ട് പ്രൊസീഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 107. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ലെവലൊന്നും ഇക്വിലിബ്രിയം വന്നില്ല, എന്നിരുന്നാലും എന്താണ്, ഒക്കെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ഫോളോയിങ് ടു റിയാക്ഷൻസ് അറ്റ് 298 Kelvin ആർ ഗിവൺ ബിലോ. 2A gives B plus C, K1 is 16, 2B plus C gives 2X, K2 is equal to 25. What's the value of K for the reaction A plus half B വേണ്ടേ? അപ്പം ഞാൻ ഫസ്റ്റ് റിയാക്ഷൻ ഇൻറ്റു ഹാഫ് ചെയ്യുന്നു, സെക്കൻഡ് റിയാക്ഷനിൽ 2B അല്ലേ. ഓക്കെ, ഫസ്റ്റ് റിയാക്ഷൻ ഇൻറ്റു ഹാഫ് ചെയ്താൽ എനിക്ക് എന്ത് വരും, A gives half B plus half C എന്ന് വരും. ഫസ്റ്റ് റിയാക്ഷൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹാഫ് A gives half B plus half C. K1 എന്ത് വരും, when a reaction is multiplied by a number, K become K raised to that number. അപ്പോൾ 16 raised to half എന്ന് വരും. അപ്പൊ അതിന്റെ KC എന്ന് പറഞ്ഞാൽ 16 raised to half എന്ന് പറഞ്ഞാൽ √16 is equal to 4 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് X ആണ് വരേണ്ടത്. X വരണമെങ്കിൽ സെക്കൻഡ് റിയാക്ഷൻ നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി, B plus half C, B plus half C giving X. അപ്പൊ ഇവിടെയും KCയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരിക, ഹാഫ് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ √25 എന്ന് വരും. √25 is equal to 5 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, നൗ ഇപ്പൊ നമുക്ക് രണ്ട് റിയാക്ഷൻ ആയി. 4 and 5 നമുക്ക് രണ്ട് സ്റ്റെപ്പ് റിയാക്ഷൻ ആയിട്ടുണ്ട്. ഇനി നോക്കൂ, നമുക്ക് ഈ കിട്ടിയ രണ്ട് റിയാക്ഷൻ കൂടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A പ്ലസ് എന്ത് വരും, A പ്ലസ് ബിയും ഹാഫ് ബിയും കട്ട് ചെയ്യുന്ന സമയത്ത് ഹാഫ് ബി എന്ന് വരും. ഗിവിങ് ഹാഫ് സി ക്യാൻസൽഡ് ആയി എക്സ്. അപ്പൊ രണ്ട് റിയാക്ഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കും അല്ലേ. അപ്പോൾ 4 ഇൻറ്റു, അപ്പോൾ ഇവിടുത്തെ കേസ് എന്ത് വരിക,
When two reactions added, equilibrium constant, നമ്മൾ അവിടെ പ്രൊഡക്റ്റ് ആണ് എടുക്കുക. ഇറ്റ് ഇസ് 20. ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഇ. രണ്ട് സ്റ്റെപ്പ് ഇതിനകത്തുള്ളൂ. ഒന്ന് റിയാക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ എ നമ്പർ, സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റേസ് ടു ദാറ്റ് നമ്പർ എന്ന് വരും. എ നമ്പർ റേസ് ടു ആ നമ്പർ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റേസ് ടു ആ നമ്പർ മീൻസ് എന്താണ്, ഇവിടെ ഹാഫ് അല്ലേ, റൂട്ട് എടുത്താലും മതി. 4 and 5 കിട്ടി. ദെൻ രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ കേസ് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരും. ഇറ്റ് ഇസ് 20. Now question number 108. The average oxidation number of bromine Br3 in Br3O8 ആണ് നമ്മുടെ മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. Br3O8 എന്നുള്ളത് അല്ലേ, NCERT അതുപോലെ കൊടുത്തിട്ടുണ്ട്. ആവറേജ് സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സിറ്റി ഇല്ല. Br3O8 ബ്രോമിന് എക്സ് ആണെങ്കിൽ 3 ബ്രോമിന് 3x ആൻഡ് ഓക്സിജൻ -2 ആണ്. 8 oxygen minus 2 into 8, that is minus 16 is equal to 0. അപ്പോൾ 3x is equal to plus 16 and x is equal to 16 by 3. Option A. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും അല്ലേ. Now question number 109. The standard electrode potential of some electrodes are given. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് കുറച്ച് അധികം തന്നിട്ടുണ്ട്, പേടിക്കരുത് അല്ലേ. നമ്മൾ പേടിക്കൂലല്ലോ, ഇല്ല. നമ്മൾ നല്ല സ്ട്രോങ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളവരാണ് ഇലക്ട്രോ കെമിസ്ട്രിയിലെല്ലാം. പ്രൊഡിക്ട് ദ റിയാക്ഷൻ ദാറ്റ് ഈസ് നോട്ട് ഫീസിബിൾ. ഇവിടെ നമ്മൾ ഈ തന്ന പേര് ഒരു റെഫറൻസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി തന്നിട്ടുള്ള ഓരോ റിയാക്ഷനും ജസ്റ്റ് ഫീസിബിലിറ്റി പ്രൊഡിക്ട് ചെയ്യാനാണ്. നമുക്കറിയാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾ എന്തായിരിക്കും, റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. കൂടിയ ആൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാം, ഓക്സിഡൈസിങ് ഏജന്റ്. സോ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൾ റെഡ്യൂസിങ്ങും ഹയർ വൺ ഓക്സിഡൈസിങ്ങും ആയിരിക്കും. ഫസ്റ്റ് കമ്പാരിസണിൽ Fe3+ ആണ്, I- ആണ്. അപ്പോൾ Fe3+ന്റെ വാല്യൂ 0.77 ആണ്. I- വരുന്നതിൽ വാല്യൂ 0.54 ആണ്. ഹയർ വാല്യൂ ആയിരിക്കാം Feയുടെ ഹാഫ് സെല്ലിന് തന്നെയാണ്. സോ ഇറ്റ് കാൻ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. സോ ഇറ്റ് ഈസ് കറക്റ്റ് ആണ്. നമ്മൾ ചോദിച്ചത് നോട്ട് ഫീസിബിൾ ആണ്, നടക്കാത്തതാ ചോദിച്ചത്. Ag+ ഓക്സിഡൈസസ് കോപ്പർ. സിൽവർ ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.8 ആണ്. കോപ്പർ ഇലക്ട്രോഡിന്റെ 0.3 ആണ്. ഹയർ വാല്യൂ സിൽവറിനാണ്, ഹയർ വാല്യൂ സിൽവർ ആണ്. സിൽവർ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാറും. അപ്പൊ ബിയും കറക്റ്റ് തന്നെയാണ്. ഇനി സിൽവർ റെഡ്യൂസസ് Fe3+. സിൽവർ റെഡ്യൂസസ് Fe3+. സിൽവറിന്റെ ഇലക്ട്രോണിന്റെ 0.8 ആണ്. Fe3+ ഉള്ളത് 0.7 ആണ്. ഹയർ വാല്യൂ സിൽവറിന് അഗെയിൻ കറക്റ്റ് ആണ്. ഇനി സോറി ഇവിടെ എന്താണെന്നറിയാം, ഇവിടെ സിൽവർ റെഡ്യൂസസ് എന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഹയർ വാല്യൂ ഉള്ള ആൾ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ, ഹയർ വാല്യൂ ഉള്ള ആൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ ഹയർ വാല്യൂ സിൽവറിനാണ്. സോ സിൽവർ cannot reduce. സിൽവർ അല്ല, Ag+. അപ്പൊ Ag ആൻഡ് അയണിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, Ag cannot reduce Fe3+. പകരം എന്താ സംഭവിക്കുക, Ag+ can oxidize Fe2+ എന്ന് വരിക. ഇതാണ് സെറ്റ് ആവുക. അപ്പൊ Agക്ക് സിൽവർ ഇലക്ട്രോൺ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായതുകൊണ്ട് അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ് വരിക. അതുകൊണ്ട് സി ആണ് ആൻസർ വരിക. ഓക്കെ. ബ്രോമിൻ ഓക്സിഡൈസ് Fe2+. ബ്രോമിന്റെ വാല്യൂ എത്ര വരുന്നത്, 1.0 ആണ്. ഹയർ വാല്യൂ ആണ്. Fe 0.7 ആണ്, ലോവർ ആണ്. ഇതും കറക്റ്റ് ആണ്. സിങ്ക് റെഡ്യൂസസ് Cu2+, അതിൽ ഡൗട്ട് ഇല്ല. സിങ്കിന്റെ വാല്യൂ റെഡ്യൂസിംഗ് അല്ലേ, ലോവർ വാല്യൂ ആണ് സിങ്കിനുള്ള. സിങ്ക് ക്യാൻ റെഡ്യൂസ് കോപ്പർ. ഓപ്ഷൻ സി ആണ് ആൻസർ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ജസ്റ്റ് കമ്പയർ ചെയ്തതിൽ മാത്രം മതിയായിരുന്നു അല്ലേ. Now question number 110. The chemistry teacher asked the student to prepare 20% weight by weight solution. 20% weight by weight means എന്താണ്, weight of solute by weight of solution. അപ്പോൾ out of 100 gram 20 gram is solute എന്നാണ്. Okay, 20% solution of urea in water. Which one of the following solution does not conform to the required composition? Okay. അപ്പോൾ 6 gram urea dissolved in 24 gram. പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ സൊല്യൂട്ട് 6 ആണ്. സൊല്യൂഷൻ 6 + 24 30 ആണ്. ഇൻറ്റു 100 എത്ര വരെയാ, 600/30 is equal to 20 തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റ് ആണ് ഓപ്ഷൻ അല്ലേ. പക്ഷെ നമ്മൾ ചോദിച്ചത് ഡസ് നോട്ട് ആണ്, ഡസ് നോട്ട്. ഇനി 20 gram യൂറിയ ഡിസോൾഡ് ഇൻ 80 gram വാട്ടർ. സോ മാസ് ഓഫ് സൊല്യൂട്ട് 20 ആൻഡ് ദാറ്റ് ഓഫ് സൊല്യൂഷൻ 20 + 80 100 ഇൻറ്റു 100 is again 20% ആണ് വരുന്നത്. മാച്ചിങ് ആണ്. 10 gram യൂറിയ ആൻഡ് 40 gram വാട്ടർ. മാസ് ഓഫ് സൊല്യൂട്ട് 10 gram ആൻഡ് സോൾവെന്റ് സൊല്യൂഷൻ എത്രയാണ്, 10 + 40 ഇറ്റ് is 50 ഇൻറ്റു 100 is equal to എത്ര വരും, ഓക്കെ സെക്കൻഡ് 20 എന്ന് വാല്യൂ വരും. 4 gram യൂറിയ ഡിസോൾഡ് ഇൻ 16 gram വാട്ടർ. സൊല്യൂട്ട് 4 ആൻഡ് സൊല്യൂഷൻ 16 + 4 ഇറ്റ് ഈസ് 20 ഇൻറ്റു 100. ശരിയല്ലേ. അപ്പോൾ എത്ര വാല്യൂ വരിക, സെക്കൻഡ് 4/20 ഇൻറ്റു 100 എത്ര വരിക, 100/25 ആണ്. 5 × 4 അഗൈൻ 20 ആണ്. അപ്പോൾ ഇവിടെ എല്ലാ എയും ബിയും സിയും ഡിയും ചെയ്യേണ്ടി വന്നു നമുക്കല്ലേ. ചെയ്യാം,
അത്ര ഡിഫിക്കൽട്ടി ഇല്ല, ന്യൂമറിക്കൽ അല്ല. നൗ 15 gram യൂറിയ, സൊല്യൂഷന്റെ വെയിറ്റ് 45 ആണെന്ന് വരിക. 15 + 30 45, 30 × 100 is equal to, it is 1/3 വരും അല്ലേ. 1/3 × 100/3 is equal to 33.33%. ശരിയല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 111. The vapor pressure of pure liquid X and Y is given 200 mm and 300 mm. So P0X is equal to given 200, P0Y is equal to 300. Now then the correct vapor pressure in millimeter mercury of an ideal solution containing X and Y in the mole ratio 3:2 at the same temperature. Again one of the direct question ആണ്. Raoult's law and Dalton's law mix ആണ്. P total means P0X into chi X plus P0Y into chi Y. What is P0X? It is 200 and chi X എത്ര വരിക? 3:2 അല്ലേ. X is to Y 3:2 ആണെങ്കിൽ Xന്റെ മോൾ ഫ്രാക്ഷൻ എത്ര വരിക? 3/5 ആണ് വരിക. ആൻഡ് Yന്റെ മോൾ ഫ്രാക്ഷനോ, Yയുടെ മോൾ ഫ്രാക്ഷനോ 2/5 ആയിരിക്കും. അപ്പോൾ 200 into X 3/5 ആണ് പ്ലസ് P0Y 300 ആണ്, that into 2/5. സോൾവ് ചെയ്യാം. So we'll get 120 plus 120 is equal to 240. It is 240. Option D is the answer. Now question number 112. In a reaction 3A gives products, concentration of A decreases from 0.4 mole per liter to 0.1. So what about the delta of delta R is equal to difference അല്ലേ? Change in concentration 0.4 minus 0.1 ആണ്, അല്ലെങ്കിൽ minus delta R is equal to 0.4 minus 0.3 ആണ് വരിക. Now ഡിക്രീസ് ആയതുകൊണ്ട് ടൈം ടേക്കൺ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വന്നിരിക്കുന്നത്? 20 minutes ആണ്. Now the rate of decrease ആണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ ഇന്റർവെല്ലിൽ മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് തന്നെ കാണേണ്ടത്. സോ മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഓർ ടി ഇസ് ഈക്വൽ ടു 0.3 ഡിവൈഡഡ് ബൈ 20. 3/2 0.15 0.015 അല്ലേ? 0.015 എന്ന് വരും. Okay, option B is the answer. Option B is the answer. Now 113. The half-life period of first order reaction is 20 minutes at 290 Kelvin. The time in minute record for the completion of 99.9. നമ്മളെല്ലാവരും കൈനറ്റിക്സ് പഠിക്കുന്ന കാലത്തെ പഠിച്ചൊരു പോയിന്റ് ആണ്. 99.9 is equal to എന്താണ്? 10 times of T half. അത് ഡെറിവേഷൻ ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചില്ല ക്ലാസ് റൂം പ്രാക്ടീസ്. ഞാൻ ചെയ്ത സമയം കളയുന്നില്ലല്ലോ. അപ്പോൾ ഫ്രം ദിസ് നമുക്ക് എന്ത് പറയാം? 10 times of T half അല്ലേ? 10 into 20 it is 200. It is 200 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നില്ല കേട്ടല്ലോ. ഈ റിലേഷൻ നമുക്കെല്ലാം ബൈ ഹാർട്ട് ആയതുകൊണ്ട്. Now question number 114. The critical temperature of some gas are methane 190, ammonia 405, carbon dioxide 304, and butane 425, dihydrogen 33. The gas that is adsorbed to the maximum extent on 1 gram activated charcoal. ഇവിടെ ചാർക്കോളിലേക്ക് അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിസോപ്ഷനോ കെമിസോപ്ഷനോ? ഇറ്റ് ഈസ് പ്യൂർലി ഫിസിസോപ്ഷൻ ആണ്. ചാർക്കോളിൽ ഫിസിസോപ്ഷനാണ്. ഫിസിസോപ്ഷൻ എന്താണ്? ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ആണ്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ്. ഗ്യാസ് വിത്ത് ഹൈ TC ആർ ഈസിലി ലിക്വിഫയബിൾ ആയിരിക്കും. ഹൈയസ്റ്റ് TC ആയിരിക്കാം. It is 425 and butane. So highest TC and butane. So it is most easily liquefiable gas. And so it is most adsorbed one. Option D is the answer. Now 115. Which one of the following is not true with regard to physics option? Again physics option. It arises because van der Waals force. It is true. This is not specific. ശരിയല്ലേ? High activation. It is not required. That is only for chemistry option. എന്ത് വേണ്ടത്? Higher activation വേണ്ടത്. Okay, C is the answer. ഇനി question number 116. Match ചെയ്യിക്കാനാണ്. Match the following. Saline hydride S block മെറ്റലിൻ്റെതാണ്. ഇറ്റ് ഈസ് BeH2. അപ്പോൾ A3 വരണം. A3 ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, ഡെഫിഷ്യന്റ് ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി. സോ B4 ആണ് വരിക. B4. B4 വരുന്ന ഒരു ഓപ്ഷനെ കാണുന്നുള്ളൂ. ഇലക്ട്രോൺ പ്രിസൈസ് ആരാണ്? കാർബൺ ഫാമിലിയാണ്. C2. ദെൻ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് 15, 16, 17 ആണ്. ഇറ്റ് ഈസ് H2O. Okay, it is fine. And metallic hydrogen transition metals. Option D ആണ് ആൻസർ. ഹൈഡ്രജനിലെ one of the easy question, direct question. Now 117. The metal which dissolves in liquid ammonia to give blue black solution
dark blue-black solution is due to formation of solvated electron, solvated ions and solvated electron. S block-le concept ആണ്. S block-le alkali and alkaline earth metals. The aluminum, gallium, silicon, germanium. Calcium is the answer. S block metals ആണ് solvated ions and solvated electrons dark deep blue colored solution ഒക്കെ form ചെയ്യാറുള്ളത്. Now 118. Which one of the following process does not produce dinitrogen? ഇതും പി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ്. പി ബ്ലോക്കും ആയിട്ട് വരുന്ന നൈട്രജൻ ഫാമിലിയോട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ഡൈക്രോമേറ്റ്. ഇവിടെ ഡസ് നോട്ട് പ്രൊഡ്യൂസ് നൈട്രോജൻ ആണ്. അമോണിയം ഡൈക്രോമേറ്റ്, അമോണിയം ഡൈക്രോമേറ്റ് അത് ഹീറ്റ് ചെയ്താൽ എന്താ പ്രൊഡക്റ്റ് വരിക? N2 ഗ്യാസ്, Cr2O3, then H2O അല്ലേ? അപ്പോൾ നൈട്രജൻ ഉണ്ടാവുന്നുണ്ട്. ബേരിയം അസൈഡ്, what is barium azide? BaN3 twice when heated decomposes to produce barium and 3N2. ഏത് അസൈഡ് നമ്മൾ ഹീറ്റ് ചെയ്തതിലൂടെ N2 ഗ്യാസ് ഉണ്ടാവും. അങ്ങനെയല്ല നൈട്രജന്റെ പ്രിപ്പറേഷൻ പഠിച്ചിരിക്കുന്നത്. ട്രീറ്റിംഗ് aqua solution of ammonium chloride with sodium nitrite. ഓക്കെ, അമോണിയം ക്ലോറൈഡ് NH4Cl പ്ലസ് NaNO2 അത് ജസ്റ്റ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് പോലെ അമോണിയം നൈട്രൈറ്റ് ഫോം ചെയ്യും പ്ലസ് NaCl. ഈ അമോണിയം നൈട്രേറ്റ് അൺസ്റ്റേബിൾ ആണ്. when heat decomposes to get NH4NO2 അല്ലേ? This N2 and 2H2O. Here again N2 gas is formed. Now thermal decomposition of sodium azide NaN3 heat ചെയ്താൽ it is sodium and N2 gas. In all these cases nitrogen is formed. And thermal decomposition of ammonium nitrate NH4NO3 when heated the form ചെയ്യുക NaNH4O3 ഇല്ലേ? H4O3 എന്താവും? 2H2O ആവും. അതിലാര് ബാക്കിയുണ്ട്? 2 N-ഉം 1 O-യും. N2O ആണ് അവിടെ വരുന്ന gaseous product എന്ന് പറഞ്ഞാൽ. So thermal decomposition of ammonium nitrate will give N2O. All others will produce N2. ഇതും കുറച്ച് ലെങ്തി ആയിരുന്നു. ഇത് തന്നെയുള്ളൂ, നമുക്ക് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നില്ല. എബോ ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, now 119. Which of the following compounds is used as refrigerant? Option CCl2F2 friends അല്ലേ? Easy question, direct one. Now 120. Which of the following set of transition metal have high volatility? Highly volatile എന്ന് പറഞ്ഞാല് ഹൈലി വോളറ്റൈൽ എന്ന് പറഞ്ഞാല് വോളിയം കൊണ്ട് ഏറ്റവും കുറഞ്ഞ ആളല്ലേ? യെസ്, ട്രാൻസിഷൻ മെറ്റലിന്റെ ഓർഡർ നമുക്കറിയാം. അപ് ടു മിഡിൽ മെൽറ്റിമോഡ് ഇൻക്രീസ്, ദെൻ ഇറ്റ് ഇസ് ഡിക്രീസിങ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എക്സ്ട്രീം കമ്പയർ റൈറ്റ് എക്സ്ട്രീമിൽ എന്താണ്? DD ഓവർലാപ്പ് ഇല്ലാത്ത ഗ്രൂപ്പ് നമ്പർ 12 ആയ സിങ്ക് കാഡ്മിയം മെർക്കുറി ലീസ്റ്റ് മെറ്റാലിക് ബോണ്ടിങ് അസോസിയേഷൻ, ദ മോസ്റ്റ് വോളറ്റൈൽ മെറ്റൽ, മെർക്കുറി ലിക്വിഡ് റൂം കണ്ടീഷൻ, സിങ്ക് വെരി ലോ മെൽറ്റിംഗ്. ഓക്കെ, എനിവേ ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, ഇപ്പോൾ കെമിസ്ട്രി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും എല്ലാവരും വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് വിശ്വസിക്കുന്നു. എനിവേ ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് മാത്സിന്റെ സമയമാണ്. മാത്സ് ഡിസ്കഷനുമായിട്ട് നമ്മുടെ സാർമാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഞാൻ ലീവ് ചെയ്യുന്നു. ഓക്കെ, ബൈ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ.
SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവം ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ വർഷത്തെ 2022-22 മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് എല്ലാവരും എക്സാം ഈസിയായി എഴുതിയല്ലോ? യെസ്, വളരെ കുഴപ്പമില്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. ടൈം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം 2022. ഓക്കെ ആണല്ലോ? എല്ലാവരും ഒരു 9000 മുകളിൽ പ്രതീക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 1. If the point 1, 0, 0, 0, 3, 0 and 0, 0, 2 lie on the plane, in the unit normal vector n to the plane is dash. ഇത് നമ്മൾ സ്ഥിരം ക്ലാസ്സിൽ പറയുന്ന ചോദ്യമാണ്. Yes, 3 non-collinear points, then the equation of the plane is. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എങ്ങനെ എഴുതാം? Yes, x minus 1, y minus 0. In this case, x1 is 1, y1 is 0, z1 is 0. That is z minus 0. That is x2 minus x1. 0 minus 1 is minus 1, 3. That is equal to 0. 0 minus 1. That is equal to minus 1. 0 minus 0, 0. 2 minus 0, 2. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ ഇക്വേഷൻ കിട്ടും? പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടും. എല്ലാവരും നോക്ക്. യെസ്, എങ്ങനെ ചെയ്താൽ മതി? യെസ്, ഡിറ്റർമിനൻസ് പഠിച്ചല്ലേ? x മൈനസ് 1 ഇൻറ്റു 6 മൈനസ് y ഇൻറ്റു എത്ര വരും നോക്ക്? മൈനസ് 2. യെസ്, അടുത്ത വരും നോക്ക്. പ്ലസ് z ഇൻറ്റു 0 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്ക് മക്കളെ. 6x minus 6 plus 2y plus 3z is equal to നമുക്ക് എന്ത് എഴുതാം? 0. That is 6x plus 2y plus 3z is equal to എന്ത് കിട്ടി? 6. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളി. 6x plus 2y plus 3z is equal to 6. That is ഈ വെക്ടറിന് n ക്യാപ്പിലെ ഏതാണ് നമ്മൾ ചോദിച്ചത്? n ക്യാപ്പ് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 36 പ്ലസ് 4 പ്ലസ് 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 പ്ലസ് 4 പ്ലസ് 9. ക്ലിയർ അല്ല മക്കളെ? യെസ്, ഇത് നോക്ക്. 6x പ്ലസ് 2y പ്ലസ് 3z ഡിവൈഡ് ബൈ എത്രയാണ് വരെ നോക്ക്? 7. 6 ബൈ റൂട്ട് 7. അപ്പൊ r ഡോട്ട് 6i പ്ലസ് 2j പ്ലസ് 3k by 7. കണ്ടോ? നോക്കിക്കോളി മക്കളെ. ഓപ്ഷൻ ഉണ്ടോ നോക്ക്? യെസ്, ഓപ്ഷൻ ഉണ്ട്. ഈ ഈസ് കറക്റ്റ് ആൻസർ. വെരി പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ റേസിലെ മെറ്റീരിയൽ അതേ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 2. നോക്ക് മക്കളെ, നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ചോദ്യം ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ ടു ദ പോയിന്റ് 1, minus y, 3 and having normal vector. ഒരു പോയിന്റും നോർമൽ വെക്ടർ തന്നു കഴിഞ്ഞാൽ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആർക്ക് വേണമെങ്കിൽ പറയാം മക്കളെ. യെസ്, r മൈനസ് a ഡോട്ട് n is equal to 0. ക്ലിയർ അല്ലേ? ഇതിന്റെ കാർട്ടീഷ്യൻ ഫോം ഒരുപാട് തവണ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. a ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് b ഇൻറ്റു y മൈനസ് y1 പ്ലസ് c ഇൻറ്റു z മൈനസ് z1 is equal to 0. ഈ ഒരു പ്രോസസ് മാത്രം മതി ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ. നോക്കേ, n എന്ന് പറയുമ്പോൾ a, that is b, that is c, x1, y1, z1. നോക്കിക്കോളൂ മക്കളെ. a എന്നുള്ള പോയിന്റ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. പിന്നെ എത്ര പോയിന്റ്? b മൈനസ് 2 ഇൻറ്റു y പ്ലസ് 5. ഓക്കെ, അടുത്തത് പ്ലസ് minus 1 into z minus 3 is equal to 0. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ പോലെ
അപ്പൊ നോക്കാം, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2x minus 1 minus 2y minus 10 minus 8 plus 3 is equal to 0. 2x minus 2y minus z is equal to, ഇവിടെ എത്രയാണ് നോക്കേ, 10 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്ര വലുത്, -2. അപ്പൊ 10 minus 10 minus 2 minus 2 minus 10 minus 12 plus 3 അപ്പുറം എത്ര വരിക, യെസ് 9. നോക്കണോ, ഓപ്ഷൻ എടുക്കുന്നത് D is correct answer. 2x minus 2y minus z is equal to 9. 8 മാർക്കല്ലേ, വളരെ ഈസി. തേർഡ് ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, രണ്ട് ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവയ്ക്കിടയിലുള്ള ആംഗിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. cos theta is equal to a1 a2 plus b1 b2 plus c1 c2 by root of a1 square plus b1 square plus c1 square root of a2 square plus b2 square plus c2 square. 1 into 3, yes 3. 2 into 2, 4 plus 3 by root of 1 plus 4 plus 9, again 9 plus 4 plus 1, 3 plus 3, 3 plus 3, 6 plus 4, 10 by 4 plus 9, 13 plus 1, root 14 into root 14, 14. നോക്കിക്കോളി, ചാമ്പിക്കോളി മക്കളെ. 5 by 7. ഏത് ആൻസർ കിട്ടും? D is correct answer. Next question. Question number 4. ഒരു പോയിന്റ് നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഒരു പോയിന്റ് നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് മോഡ് ax1 plus by1 plus cz1 അല്ലേ, മൈനസ് d by root of a square plus b square plus c square. അപ്പൊ നോക്ക്, മോഡ് 2 into 2 minus 2 plus 3 into 2 minus 5 divided by root of 4 plus 1 plus 9. എത്ര നോക്കെ, ന്യൂമറേറ്ററിലെ 4 minus 2 plus 6 minus 5 root 14, 4 plus 6 10, 10 minus 7 3 by root 14. അപ്പൊ റാഷണലൈസ് ചെയ്തൂടെ, into root 14 into root 14, yes 3 root 14 by 14. നോക്ക് മക്കളെ, 4ന്റെ ആൻസർ D. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 5. വെരി സിമ്പിൾ, ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്, രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. a1 a2 plus b1 b2 plus c1 c2 by root of a1 square plus b1 square plus c1 square in the root of a2 square plus b2 square plus c2 square. ഇവിടെ നോക്ക്, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലേ, 1x plus 0y plus 0z is equal to root 3. അപ്പൊ 0x plus 0y plus z is equal to root 2. a1 a2 0, b1 b2 0, c1 c2 0, that is 0 by yes root 1 that is equal to 0. അങ്ങനെയാണെങ്കിൽ cos theta is equal to 0, theta is equal to pi by 2. Option is D is correct answer. ഓക്കെ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 6. നോക്ക് മക്കളെ, ചോദ്യം വായിക്കുമ്പോൾ ആൻസർ ചെയ്യണം. 3 pair of dice rolled simultaneously, മിനിമം 6 വരണം. അതേതാണ്, 6,6,6. യെസ്, ഒരു ഡൈ 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ഈസ് 216. therefore answer is 1/216. ആറിന്റെ ആൻസർ ചെയ്തുകൊള്ളൂ. A is correct answer. എല്ലാരും ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 7. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണ്? P of A given B പഠിച്ചതാണ്. യെസ്, പഠിച്ചതേ വന്നിട്ടുള്ള മക്കളെ. A ഇന്റർസെക്ഷൻ B divided by P of B. ഇനി നോക്ക്, P of A intersection A union B divided by P of A union B. A union B യിലും A യിലും ഉള്ള റീജിയൻ എന്ന് വെച്ചാൽ A അല്ലേ? യെസ്, 0.5 divided by 0.5 plus 0.4 minus 0.2, 0.5 by 0.7, that is equal to 5/7. C is correct answer. Very perfect question ആണ് മക്കളെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 8. 37 men
33 women in a party. Wow, praise goes to woman. That is favorable outcome divided by total number of possible outcomes. 1 minute കൊണ്ട് ചെയ്തോളെ മക്കളെ. എന്താ വരിക? 33 by 33 plus 37, that is equal to 70. Option is A is correct answer. Next question, number is 9. Fair coin is tossed twice. 2 പ്രാവശ്യം coin toss ചെയ്താൽ 4 outcomes കിട്ടും. Given that first toss result is head, first result വരുന്നത് HT. Yes, അതിൽ നിന്ന് second tossും head വരാനുള്ള probability അല്ലേ ചോദിച്ചത്. Then the probability second toss is also head. That is the conditional probability. Again question വന്നിരിക്കുന്നു. That is equal to 1/2. ഇതിൽ നിന്ന് 2 head വരുന്നത് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര എഴുതാം? 1/2. D is correct answer. Next question. Coefficient of variation. സ്റ്റാറ്റിയിലെ നമ്മൾ എപ്പോഴും പറയുന്ന ക്വസ്റ്റ്യൻ അല്ലേ? CV is equal to standard deviation divided by arithmetic mean into 100. CV എത്ര മക്കളെ തന്നിരിക്കുന്നത്? 75. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. മീൻ എത്രയാണ്? 44 into 100. 75 into 44, 3300 by 100. Chamikoli 00. That is equal to 33. Option is D is correct answer. Next question. Number is 11. 4 red, 3 blue, 3 yellow. Marbles in the 3 marbles are drawn simultaneously. Then the probability that number of yellow marbles will be less than 2. Yellow marble less than 2 വരണം. അപ്പോൾ നമുക്ക് എഴുതാം, ഒന്നുകിൽ എന്ത് എഴുതാം? 3C1 ബാക്കി 7C2 divided by total is 3 plus 3 6. അപ്പോൾ 10C3. അല്ലെങ്കിലോ 3C0 into 7C3 by 10C3. എത്രയാ 10C3? 10 into 9 into 8 by 3 into 2 into 1. 3. 2 is cancel. 5. 15 into 8. എത്ര ഉണ്ടാവും? Yes, നോക്കുക. 120 is denominator. 3C1 is 3. 7C2, 7 into 6 by 2. That is equal to 3. 21. 21 into 3. That is equal to 63. Okay. 3C0 is 1. 7C3. നോക്കുക. 7 into എത്ര വരിക? 6 into 5 divided by 35. 63 plus 35, 98 by 120. That is 49 by 60. Babu, B is the correct answer. വളരെ ഈസി അല്ലേ മക്കളെ? ചോദ്യങ്ങള് വളരെ സിമ്പിൾ ആയിരുന്നു. ഈ വർഷത്തെ 2022 കീം ക്വസ്റ്റ്യൻ വ്യക്തമായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ചാൻസ് വളരെ കൂടുതലാണ്. റേസിലെ ഓരോ സ്റ്റുഡൻസും എന്തൊക്കെ ചാൻസ് ഉണ്ട്? 900ന്റെ മുകളിൽ ചാൻസ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മക്കളെ. യെസ്, ക്ലാസ്സിൽ പഠിച്ച അതേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 12. In the box there are 4 marbles, each of them marked with distinct numbers. നോക്ക് മക്കളെ, സം 18 വരുന്നത് ആകെ ഒരു സിറ്റുവേഷനിൽ 1 2 5 10. ദാറ്റ് ഈസ് ഇക്വൽ ടു, ഇതിനെ നമുക്ക് എത്ര രീതി അറേഞ്ച് ചെയ്യാം? 4 ഫാക്ടോറിയൽ വേസ്. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ്? റാൻഡംലി സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ഈസ് 4 raised to 4. നോക്ക്, 4 ഫാക്ടോറിയൽ ഈസ് 24 by 4 raised to 4. 4 into 4 16. 16 into 4 64. യെസ്, എത്ര വരിക? യെസ്, 256. വളരെ ഈസി അല്ലേ മക്കളെ? യെസ്, അപ്പൊ നമുക്കിതിനെ ചെറുതാക്കി എഴുതാം. എത്ര വരും നോക്ക്? 12 by 128. 6 by 56 അല്ലേ? 6 by എത്ര നോക്കുക? 256 ഉണ്ട്, 122 ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോളി, ഇതിന് നമുക്ക് ചെറുതാക്കിയിട്ടില്ല. 4 raised to 4 24. ഇതിന് പകുതി 12, ഇത് 128 64. യെസ്, അതിന് ചെറുതാക്കി എഴുതി കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടാം? യെസ്, 3 by 32. ഓപ്ഷൻ ഉണ്ടല്ലോ. യെസ്, ഡി ഈസ് കറക്റ്റ് ആൻസർ. വളരെ എളുപ്പമുള്ള മക്കളെ ചോദ്യങ്ങള്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 13. ലിമിറ്റ് ആണ് മക്കളെ. എന്ത് ഉപയോഗിച്ചാൽ മതി? യെസ്, ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കുക. യെസ്, 0/0 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്താൽ പോലെ. ലിമിറ്റ് t tends to 0 എന്താ പറയുക? 2t square minus 4t minus എത്ര നോക്കും മക്കളെ? 3t minus 6/t.
minus limit t tends to 0 3t minus 6 by t. നോക്കാം, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 4t minus 7 by 1 മൈനസ് ഇതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3 t 0 കൊടുത്തു കഴിഞ്ഞാൽ എത്രയായി കിട്ടുക? ലിമിറ്റ് t tends to 0 minus 7 minus 3 എത്ര കിട്ടും മക്കളെ? -10. 13 ആൻസർ ബി ബാബു. വളരെ ഈസി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 14. Oh, limit x tends to -3 plus that is the right hand limit. നോക്കൂ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷനിൽ കൊടുത്താൽ പോരെ? യെസ്, ലിമിറ്റ് x tends to -3 plus. നോക്കൂ ചേരാം, ശ്രദ്ധിച്ചോളി. എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക? -3 cos pi by 3 -3. ഈ 3യും ക്യാൻസൽ ചെയ്യാം. -3 cos -pi cos of -theta cos theta -3 cos pi in the value. എല്ലാവരും ശ്രദ്ധിച്ചോളി. cos pi in the value. cos of -pi is cos pi -3 into -1 3. Okay, A is correct answer. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 15. ഒന്നുമില്ല മക്കളെ, എൽ ഹോസ്പിറ്റൽ ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് 0/0 ഫോമിൽ വന്നാൽ എന്തടിച്ചാൽ മതി? എൽ ഹോസ്പിറ്റൽ. അതാണ് മക്കളെ കീം എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ. ലോങ് ആൻസർ നമുക്ക് ആവശ്യമില്ല, 2.5 മണിക്കൂർ കൊണ്ടല്ല നമ്മൾ എക്സാം എഴുതി തീർക്കേണ്ടത്. അപ്പൊ നോക്ക്, ലോഗ് 1 plus x 1/1 plus x plus 0 minus e raised to x. കണ്ടാ, ഞാൻ മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, താഴെ 8x minus 9. ഇനി നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് മക്കളെ? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ എത്ര വരിക? 0/-9. ആൻസർ ഈസ് എന്ത് കിട്ടി മക്കളെ? 0. ഇ ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 16. t tends to 0. again 0/0 ഫോം അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോക്ക്, ലിമിറ്റ് t tends to 0 sin t²/t². അപ്പൊ ഇൻറ്റു t². പരിപാടി കഴിഞ്ഞു മക്കളെ. ലിമിറ്റ് t tends to 0 t into sin 5t/5t into 5t. ഇതാര 1, ഇതാര 1. t² പോയി. ആൻസർ ഈസ് 1/5. ഓപ്ഷൻ ഈസ് D is correct answer. Next question number is 17. നോക്ക്, the value of c f is a continuous ആണെങ്കിൽ c യിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കും. അപ്പോൾ 3c plus 6 is equal to c² minus 3c minus 1. c² minus 6c minus 7 is equal to 0. അപ്പോൾ എന്ത് എഴുതാം? c minus 7 into c plus 1 is equal to 0. c in the value 7, that is equal to -1. നോക്ക്, ഓപ്ഷൻ is c is correct answer. number is 18. then finite number. അപ്പോൾ finite number ആണെങ്കിൽ x tends to -2, denominator 0, then numerator is also tends to 0, that is equal to a 3 into -2 whole square plus a into -2 is equal to 0. 2 square is 4 into 3 12 minus 2a minus 2 is equal to 0. 10 minus 2a is equal to 0. a is equal to 5. D is the correct answer. Question number is 19. നോക്കൂ, നമ്മൾ റേസ് കോഴ്സിലെ അതേ ക്വസ്റ്റ്യൻ a raised cos inverse ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവിടെ വന്നിരിക്കുന്നത് 10 raised to അല്ലേ? ആൻസർ എഴുതിക്കോളെ, -y/x എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇനി ചെയ്തു തരാം. dy/d θ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് √x 1/2 10 അല്ലേ? sin inverse θ into, ശ്രദ്ധിച്ചോളെ, ഇത് എന്ത് ചെയ്താം? ലോഗ് 10 എന്ന് വരും. sin inverse x എന്താ വരിക? 1/√1 minus θ². ക്ലിയർ? ഇനി dx/d θ എന്താ വരിക? 1/2 √10 raised to എന്ത് എഴുതാം? cos inverse θ into log 10 into മൈനസ്, നമ്മുടെ മുകളിലത്തെ പ്ലസ് അല്ലേ? യെസ്, താഴത്തത് മൈനസും 1 minus θ². sin inverse x ന്റെ ഡെറിവേറ്റീവ് 1/√1 minus s² ആണെങ്കിൽ θ². ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേമും ക്യാൻസൽ ചെയ്തു, log 10ഉം ക്യാൻസൽ ചെയ്തു, ഈ ടൂവും ക്യാൻസൽ ചെയ്തു. ഈ സാധനം എങ്ങോട്ടാണ് പോകുക? മുകളിലേക്ക് പോകും. സംശയമൊന്നുമില്ലല്ലോ. എല്ലാവരും ശ്രദ്ധിച്ചോളി. ഈ തന്നിരിക്കുന്ന റിസൾട്ടിനെ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാം. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് a raised to x 1/2 √a raised to x
ഇവിടെ ടേം കൂടി ഉണ്ട് ബാക്കി 10 raised to sin inverse theta. ഇവിടെ 10 raised to cos inverse theta. അപ്പൊ മുകളിൽ ബാക്കി ആരാ 10 raised to sin inverse thetaയും മൈനസ് ഉണ്ട് താഴെ 10 raised to cos inverse thetaയും. ആൻസർ ഈസ് മൈനസ് y by x. നോക്ക് E is correct answer. അപ്പൊ ശ്രദ്ധിക്കുക 1/2 root x a raised to x ലെ ഡെറിവേറ്റീവ് ഓഫ് a raised to x എന്താ പഠിച്ചത് a raised to x log e. അപ്പൊ നോക്ക് ഈ തന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ അല്ലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവോ റൂട്ട് y ബൈ അല്ലെ y ബൈ റൂട്ട് y ആരാ റൂട്ട് y. കുഴപ്പമൊന്നുമില്ലല്ലോ. ആൻസർ ഈസ് ഇ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ഡിഫറൻസിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. y is equal to e raised to 3 log 2x plus 1. Derivative of e raised to x is e raised to x. That is equal to dy by dx e raised to 3 log 2x plus 1 into എന്താണ് 3 into 1 by derivative of log x is 2x plus 1 into 2. അപ്പൊ എന്ത് വരും നോക്ക് 2 into 3 6. അപ്പൊ നോക്കാം ആൻസർ 6 into e raised to 3 log 2x plus 1 by 2x plus 1. ഓപ്ഷൻ ഉണ്ടോ ഉണ്ട്. D is correct answer. Next one is number is 21. എന്താ ചോദിച്ചത് dy by dx at the point is pi by 2 comma pi by 2. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. x into derivative of sin y cos y y dash plus sin y into 1 plus അടുത്തത് y into derivative of sin x is cos x plus sin x into derivative of y is y dash equal to 0. ഒന്നുമില്ല പൈ ബൈ 2 കൊടുത്താൽ ഇത് 0 ആയില്ലേ ഇതും 0 ആയില്ലേ ഇത് എത്ര വരിക 1. that is equal to y dash yes y dash equal to -1. option is C is correct answer. The next question number is 22. f of x is differentiable ആണ്. ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ ആദ്യം എന്തായിരിക്കണം കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണ്ടേ. യെസ് ലിമിറ്റ് x ടെൻഡ്സ് ടു pi by 4 മൈനസ് f of x എന്തിന് ഈക്വൽ ആണ് x ടെൻഡ്സ് ടു pi by 4 പ്ലസ് f of x. എത്രയാണ് tan pi by 4 1 is equal to a pi by 4 plus b. ഇക്വേഷൻ നമ്പർ 1. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും സെയിം ആയിരിക്കണ്ടേ. ഡെറിവേറ്റീവ് ഓഫ് tan x is sec square x. ഡെറിവേറ്റീവ് ഓഫ് ax plus b a. ഇതിൽ നമുക്ക് pi by 4 കൊടുത്താൽ എത്രയാണ് sec pi by 4 root 2 square is 2 is equal to a. a യുടെ വാല്യൂ 2 ആണെങ്കിൽ b ന്റെ വാല്യൂ നോക്ക് നമുക്ക് 2 മൈനസ് അല്ലെ നമുക്ക് a ന്റെ വാല്യൂ 2 കൊടുക്കാം 1 മൈനസ് 2 pi by 4 is equal to എന്താ വരിക പ്ലസ് ബി കൊടുത്ത് ക്യാൻസൽ ചെയ്തു. അപ്പൊ 1 മൈനസ് pi by 2 is equal to b. that is 2 minus pi by 2 is equal to b. ഓപ്ഷൻ ഈസ് എഴുതിക്കോളൂ a is correct answer. വളരെ ഈസിയായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്പർ ഈസ് 23. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും വലിയൊരു ക്വസ്റ്റ്യനെ പോലെ അല്ലേ. ആദ്യം എന്താ ചെയ്യേണ്ടത് d by dx of 1 by x. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ആദ്യം d by dx of 1 by s cube എന്താ വരിക മൈനസ് 3 by x raised to 4 അല്ലേ മക്കളെ. യെസ് അതിന് നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുക d by dx of -3 by x raised to 4. അപ്പോ എന്ത് വരും നോക്ക് മൈനസ് പ്ലസ് ആവൂലേ. യെസ് 12 by x raised to 5 എന്ന് കിട്ടി. അപ്പൊ നോക്കുക 12 by x raised to 5 that is d by dx of 12 by x raised to 6 that is equal to 12 into minus 6 by x raised to എന്ത് എഴുതാം 7. 12 into minus 6 that is equal to minus 72 x raised to minus 7. yes is the correct answer. വളരെ ഈസി അല്ലേ. ഇതിൽ ഇപ്പൊ എന്താണ് മക്കളെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 24. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ എയർ ഈസ് ബ്ലോൺ ഇൻ ടു സ്ഫെറിക്കൽ ബലൂൺ ഡയമീറ്റർ ഈസ് d increasing at the rate 3 centimeter per minute. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r ആണ് നമുക്കറിയാം. അപ്പം d by dt of
2r is equal to 3. അങ്ങനെയാണെങ്കിൽ dr by dt is equal to 3/2. Wow, that is the volume of the balloon. That is volume of the balloon is 4/3 pi r cube. നമ്മുടെ ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ dv by dt is equal to 4/3 into 3 pi r square into dr by dt. 3 cancel. That is 4 pi r d 10 അല്ലേ? അപ്പൊ റേഡിയസ് എത്ര? 5 അല്ലേ? 5 ന്റെ സ്ക്വയർ is 25 into 3/2 2. അപ്പൊ നമുക്ക് ചെയ്താൽ 50 into 3 150 pi. ആൻസർ നോക്ക് മക്കളെ, B is the correct answer. Next one is number is 25. Equation of the tangent to the circle. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാലോ. യെസ്, എന്താണ് ഡിഫറൻഷിയേറ്റ് കിട്ടുക? 2 into x minus 5 plus അല്ലെ 2 into y dash is equal to 0. x ന്റെ വാല്യൂ 2 കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 2 minus 5 is minus 3. That is minus 6 plus 8 y dash equal to 0. 8 y dash is equal to 6. Y dash is equal to എത്ര ചെയ്താൽ നമുക്ക് 6/8 3/4. Clear അല്ലേ? Then equation of the tangent is y minus 4 is equal to 3/4 into x minus 2. അപ്പൊ നമുക്ക് എഴുതാം 4y minus 16 3x minus 6 that is equal to ഇതെല്ലാം റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ 3x minus 4y plus 10 is equal to 0. Correct അല്ലേ? Option is A is correct answer. Number is 26. Oh, x and y are both non-negative. Then x plus y is equal to pi. The maximum value of അപ്പോൾ f of x നോക്ക് ഒന്നുമില്ല. 5 sin x sin y. അപ്പോൾ 5 sin x sin y pi minus x sin 180 minus theta sin theta. 5 sin x into sin x that is equal to 5 sin square x. Maxi sin square x ന്റെ maximum value is പഠിച്ചു വെച്ചതല്ലേ 1 അല്ലേ? That is equal to 5 into 1 5. Option is C is correct answer. Number is 27. Normal to the curve y is equal to root x at the point 25,5 intersect the y axis. എന്താണ് dy by dx നോക്ക് മക്കളെ 1/2 root x. അപ്പൊ നോർമൽ ആകുമ്പോൾ -2 root x minus 2 root x ന്റെ വാല്യൂ √25 that is equal to -10. Equation of normal is y minus y1 is equal to അല്ലേ? അവിടെ നമുക്ക് ആ സ്ലോപ്പ് ഇട്ടാ പോരെ x minus x1 y minus 5 is equal to -10 into x minus എത്ര എഴുതാം 25. ഇന്റർസെക്ട് y ആക്സിസ് അവിടെ ആര് 0 ആണ്? x 0. y minus 5 is equal to -10 into x minus 25 എന്ന് കിട്ടും. y minus 5 is equal to 250. y is equal to 255. That is intersect the y axis s coordinate is 0. That is 0,255. Option is B is correct answer. Question number is 28. Increasing the interval. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കാൻ നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ മെത്തേഡ് മക്കളെ? യെസ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. f of x is equal to x raised to 5 e raised to minus x. f dash x is equal to first into derivative of e raised to minus x into -1 plus e raised to minus x into 5x raised to 4. Clear അല്ലേ? എന്ത് പുറത്തെടുക്കാം? അതിലെ e raised to minus x പുറത്തെടുക്കാം, x raised to 4 പുറത്തെടുക്കാം. ബാക്കി വരുന്നത് -x plus 5 അല്ലേ വരുന്നത്? നോക്ക് മക്കളെ. യെസ്, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും ശ്രദ്ധിച്ചോളേ. ഇത് ഈക്വൽ ടു 0 കൊടുക്കാം. ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ലൈൻ നമുക്ക് വരയ്ക്കാം. ഒരു പോയിന്റ് എത്ര വരും? 5 വരും. ഒരു പോയിന്റ് 0 വരും. ഇനി 5ന്റെ മുകളിലേക്കുള്ള വാല്യൂ കൊടുത്താൽ നെഗറ്റീവ്, ഇതിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? പോസിറ്റീവ് അല്ലേ? എന്താണ് വരിക? പോസിറ്റീവ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒരു പ്രശ്നമുണ്ട്. ചോദ്യം ചോദിച്ചത് ഇൻക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ എന്നാണ് പറയുന്നത് അല്ലേ? ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് എന്ന് പറയാ?
എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം മക്കളെ? യെസ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൽ 0 വരുന്നതിനുള്ളിൽ യെസ്. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ താഴോട്ടുള്ള വാല്യൂസിൽ എല്ലാത്തിലും ഇതെപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. e raised to minus x ന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. x raised to 4 that is an even function again is positive. അപ്പൊ നോക്കിക്കോളൂ, ആൻസർ ഈസ് ലെസ് ദാൻ 5. ഓപ്ഷൻ ഈസ് ഡി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 29. x plus 13y is equal to 14 നോർമൽ ടു ദ കർവ് അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് x plus 13y is equal to 14, 13y is equal to minus x plus 14. അപ്പം y is equal to minus 1 by 13 x plus 40 by 13. ഇവിടെ സ്ലോപ്പ് അല്ലെ? ഈ തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്ത് ചെയ്ത് നമുക്ക് മൈനസ് 1 by 13 എന്ന് എഴുതാം. അപ്പൊ നോർമൽ ടു ദ കർവല്ലേ? അപ്പൊ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? 13 നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് ഇവിടെയുള്ള ഡി വൈ? നോർമൽ ആണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളെ. ഡി വൈ ബൈ ഡി എക്സ് 10x പ്ലസ് ആൽഫ. അപ്പോ 10x പ്ലസ് ആൽഫ ഈക്വൽ ടു 13. നോക്കാം എക്സിന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ നമുക്കറിയാം 1 അല്ലേ? 10 പ്ലസ് ആൽഫ ഈക്വൽ ടു 13, ആൽഫ ഈക്വൽ ടു 3. ഇനി ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി എന്ത് ചെയ്യാം? നോക്കിക്കോളൂ, y is equal to 5s square plus alpha x plus beta എന്ന് എഴുതിക്കൂടെ? യെസ്. പാസിംഗ് ത്രൂ ദ പോയിന്റ് ഈസ് 1,3. അപ്പൊ 3 is equal to 5 plus ആൽഫയുടെ വാല്യൂ 3 പ്ലസ് ബീറ്റ. അപ്പം ബീറ്റ is equal to -5. എന്താണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്? ആൽഫ ബീറ്റ. ഓക്കെ, ആൽഫ 3, ബീറ്റ -5. ആൻസർ ഈസ് -15. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 30. y is equal to cos x. യെസ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ലാഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ കണ്ടിട്ടുണ്ടോ? ഇല്ല മക്കളെ. നമ്മൾ എവറി എക്സാമിനേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ മക്കളെ, f dash c is equal to f of b minus f of a divided by b minus a. Derivative of cos x, derivative of cos x is minus sin x. എന്താണ് f of b? f of pi by 3. നോക്ക്, cos pi by 3 ന്റെ വാല്യൂ 1/2. ഇനി f of 0, cos 0 is 1. b minus a is pi by 3 minus 0. അപ്പൊ minus sin x equal to minus 1/2 by pi by 3. മൈനസും മൈനസും. സി അല്ല അവിടെ വേണ്ടത്, സി കൊടുത്താൽ മതി. അപ്പം sin c equal to എന്ത് വരും? 3 മുകളിലേക്ക് പോയി 2π എന്ന് കിട്ടുന്നു. നോക്കാം. യെസ്, അപ്പൊ സി അല്ല ചോദിച്ചത്. sin inverse 3/2π. ഓപ്ഷൻ ഉണ്ടോ നോക്ക് മക്കളെ. യെസ്, എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വായിക്കാൻ എന്റെ കൂടെയുള്ള സാർ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. അപ്പൊ നല്ലൊരു എക്സാം ആണല്ലേ ഈ വർഷത്തെ 2022 KEAM എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ
നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 31. ഈ ക്വസ്റ്റ്യൻ നോക്കടാ, ഇതിന്റെ അകത്ത് 1/√t എന്നുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം? സാധാരണ നമ്മൾ എന്താ ചെയ്യല്? എക്സിന് ടി ആ കൊടുക്കലേ. ഇവിടെ നമ്മൾ ടീനെ നമ്മൾ എക്സ് കൊടുക്കാൻ പോവാ. അപ്പൊ നമ്മൾ ഇതിന് എന്തായി മാറി? ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും നോക്ക്. ഇതിന് എന്താണ് പറയാ? നമുക്ക് t⁻⁻1/2 എന്ന് പറയാം അല്ലെ. t⁻⁻1/2 എന്ന് പറയാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ അവിടെ? -1/2 t⁻⁻, ഇത് താഴെയല്ലേ, താഴേക്ക് പോകുമ്പോൾ t⁻3/2 എന്നായി മാറും. ഇൻറ്റു dt ഈസ് ഈക്വൽ ടു എന്താ? dx. ഇതിനകത്ത് നോക്കടാ, t⁻3/2 ഇവിടെ അല്ലേ? ഇതാ നോക്കുക, t ഇൻറ്റു t⁻1/2 എന്ന് പറഞ്ഞാൽ എന്താ? t⁻3/2 ആ. ഇത് ഓൾറെഡി ഇവിടെ താഴെ ഉണ്ട്. ഇല്ലാത്ത എന്താ? ഈ മൈനസ് ഇല്ല, ഈ 2 ഇല്ല. ഇത് രണ്ടും നമ്മൾ മുകളിൽ കൊടുത്താൽ പോരെ. അപ്പൊ എന്തായി മാറും നോക്ക? ഇത് e⁻x ആയി മാറി. ഇനിതാ മൈനസ് ഇല്ല, ഒരു 2 ഇല്ല. ഇനിതാ e⁻x താഴത്തെ എന്തായി മാറി? dx ആയി മാറി അല്ലെ. e⁻x dx എന്നായി മാറി. ഈസ് ഈക്വൽ എന്തായി? -2. e⁻x ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? e⁻x തന്നെ. അപ്പൊ നോക്ക്, -2 e⁻x എന്നായി മാറും. ഈസ് ഈക്വൽ എന്താണ്? x എന്താ കൊടുത്തിട്ടുള്ളത്? x ഈസ് ഈക്വൽ ടു 1/ എന്താണ്? √t ആണ്. അപ്പൊ -2 ഇൻറ്റു e⁻, എന്താ? 1/√t എന്ന് വരും. ഏതാണ്? ഒരു പ്ലസ് ഒരു സി ഉണ്ടാവില്ല ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ. അപ്പൊ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 32. ഇതിനത് സിമ്പിൾ അല്ലേ. ഇതിനെ നോക്ക്, sin⁻25x ഡിവൈഡഡ് ബൈ cos⁻25x ഇൻറ്റു cos²x എന്ന് എഴുതാൻ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ സീകൾ ഇത് എന്തായി മാറും? tan⁻25x ഇൻറ്റു നോക്കടാ 1/cos²x എന്തായി? sec²x ആയി. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി എന്താ നോക്ക്, tan x നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നറിയോ? tan x നമ്മൾ t എന്ന് കൊടുക്കാൻ പോവാ. കുഴപ്പമില്ലല്ലോ. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ tan x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? sec²x dx ഈസ് ഈക്വൽ ടു dt എന്ന് കിട്ടും ഇല്ലേ. അപ്പൊ ഇവിടെ ഒരു dx ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും ഭാഗം എന്തായി മാറി? dt ആയി മാറി. അപ്പം എന്താ വരിക? dt ഡിവൈഡഡ് ബൈ t² എന്നുള്ളതിന്റെ ഇന്റഗ്രേഷൻ ആയി വരും അല്ലെ. അപ്പൊ ഈസ് ഈക്വൽ ടു 1/t² ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? -1/, sorry, yes, sorry, okay, sin⁻25 ഡിവൈഡഡ് ബൈ cos⁻25 അല്ലേ. അപ്പൊ എന്താ? t⁻25 ആ. t⁻25 ഇൻറ്റു എന്താ? dt ഈസ് ഈക്വൽ എന്ത് വരും? t⁻26 ഡിവൈഡഡ് ബൈ 26. t എന്താടാ? t എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ കൊടുത്തിട്ടുള്ളത്? tan² ആണല്ലേ. സോറി, tan x ആണല്ലേ. അപ്പൊ tan⁻26x ഡിവൈഡഡ് ബൈ 26 പ്ലസ് t ആവരിക. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഈ ക്വസ്റ്റ്യന്റെ അകത്ത് ഉണ്ടല്ലോ, ഇതിന്റെ ക്വസ്റ്റ്യന്റെ അകത്ത് നമ്മൾ ഓൾറെഡി അവർ വരച്ച് തന്നിട്ട് നമ്മൾ കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കോർണർ പോയിന്റ്സ് ഈ ബിയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ബിയിൽ ഇട്ട് കൊടുത്താൽ സെഡിന്റെ അകത്ത് ബി എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോ z ഈസ് ഈക്വൽ ടു 15 x എത്രടാ? 10 പ്ലസ് 15 ഇൻറ്റു എത്ര? 15 ഇൻറ്റു y എത്ര? 50. അപ്പൊ ഈസ് ഈക്വൽ 500 പ്ലസ് ഇത് എത്ര വരിക?
15 into 50 എന്ന് പറഞ്ഞാൽ 750 വരിക. അപ്പൊ ഈസ് ഈക്വൽ ടു 1250. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 34. ഇതിന്റെ അകത്തുള്ള ഈ സംഭവങ്ങളില്ലേ, ഈ സംഭവത്തിന് മൊത്തം നമ്മൾ എന്ത് ചെയ്യാൻ പോകുമെന്നറിയോ? ടി എന്നാണ് കൊടുക്കാൻ പോവുക. അപ്പൊ പുട്ട് 1 - 1/x² ഈസ് ഈക്വൽ ടു എന്താ കൊടുക്കുന്നത്? ഈസ് ഈക്വൽ ടു ടി ആ കൊടുക്കുന്നത്. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ഡിഫറൻഷിയേറ്റ് എന്താ വരുമോ? 0 വരും. ഇനി മൈനസ് ഇൻറ്റു എന്താ? ഇൻറ്റു -2/x³ എന്നാ വരിക. -2/x³ നല്ലടാ വരിക. യെസ്, സോറി, യെസ്, -2/x³ എന്നാ വരിക. അപ്പൊ ഈസ് ഈക്വൽ ടു എന്താ? ഇൻറ്റു dx ഈസ് ഈക്വൽ ടു എന്താണ്? dt. ഇതിന്റെ അകത്ത് നോക്കടാ, x³ ഉണ്ട്, dx ഉണ്ട്. ഇല്ലാത്ത എന്തൊക്കെ? ഇത് മൈനസും എന്തായി? 2 ആയി. ഈ 2 ഇല്ല അവിടെ അല്ലെ? അപ്പൊ ഈ 2 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന നോക്ക? 2 ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 1/2 കൊടുത്തു. 1/2 കൊടുത്തിട്ട് ബാക്കി എന്താ വരുക? ഇതെന്താണ്? t√t അല്ലേ? t1/2 ആ വന്നത്. t1/2 വന്നു. ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എന്താ ചെയ്യുന്ന നോക്ക്? 1/2 ഇൻറ്റു ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ t1/2 എന്നത് t3/2 ഡിവൈഡഡ് ബൈ 3/2 ആയി. 2 കട്ടായി അല്ലെ? അപ്പം ഈസ് ഈക്വൽ ടു എന്ത് വരും? t3/2 അല്ലെ? ഈസ് ഈക്വൽ ടു ഏതാ വരിക നോക്ക്? ഓപ്ഷൻ ബി അല്ലേ വരുന്നത് നോക്ക്. 1/3 ഉണ്ട് ഇവിടെ. 1/3 ഉണ്ട്. എന്നിട്ട് ടിക്ക് വരുക 1 - 1/x² എന്നുള്ള അങ്ങ് ഇട്ട് കൊടുത്തു. (3/2) ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 35. ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കണേ? tan square x എന്ന് പറഞ്ഞ എന്താ? sec square x അല്ലേ? sec square 2x - 1 അല്ലെ? sec square 2x - 1. ഇനി മൈനസ് ഓഫ് cot square 2x നമുക്ക് എങ്ങനെ എഴുതാം? cosec square 2x - 1 എന്ന് കൊടുക്കാം അല്ലെ? മൈനസ് ഒരു 1 കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ മൈനസും കൂടെ ഒരു പ്ലസ് ആവും. ഇത് രണ്ടും കട്ട് ചെയ്തു. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണേ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sec square 2x എന്ന് പറഞ്ഞാൽ എന്താടാ? tan 2x ഡിവൈഡ് ബൈ ഈ 2ന്റേതാ ഡിവൈഡ് ബൈ 2. ഇനി മൈനസ് cosec square 2x എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോട്ട് അല്ലെ? മൈനസ് കോട്ടാ വരിക. അപ്പൊ മൈനസും എന്തായി മാറി? പ്ലസ് ആയി. പ്ലസ് cot 2x ഡിവൈഡഡ് ബൈ 2 വരും. അപ്പം 1/2 എന്നുള്ളത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു tan 2x പ്ലസ് cot 2x ആ വരുന്നില്ലേ? അപ്പൊ ഈസ് ഈക്വൽ ടു ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഇ ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 36. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിനെ നോക്ക്. ഇതിന്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന നോക്ക്. ഇതിന്റെ അകത്ത് രണ്ടും sin x അങ്ങ് പുറത്തെടുക്കുക. അപ്പം ഇന്റഗ്രൽ ഓഫ് മൊത്തം ഇന്റഗ്രൽ ആണ് ഇൻറ്റു sin x ഇൻറ്റു നോക്കടാ sin സ്ക്വയർ x പ്ലസ് ബാക്കി ഇവിടെ എന്തുണ്ട്? cos സ്ക്വയർ x. ഇത് എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ഇതെന്താടാ? 1. ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ sin x ആ വരിക. ഇന്റഗ്രൽ sin x എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഈസ് ഈക്വൽ ടു എന്താ? മൈനസ് cos x പ്ലസ് ഒരു സിയും വരും. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇത് നോക്കടാ. ഇതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്ക? dx ഡിവൈഡഡ് ബൈ x ഇൻറ്റു x -1 എഴുതി. കുഴപ്പമില്ലല്ലോ. x അങ്ങ് പുറത്തെടുത്തു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? a/x പ്ലസ് b/x - 1 ഈസ് ഈക്വൽ ടു എന്താ? ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ ബാക്കിയുള്ള എന്തായിരുന്നു ഉള്ളതില്ല ഈ ഒരു സാധനം തന്നെ വരും. അപ്പൊ 1/x ഇൻറ്റു x - 1 വരും. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിനെതാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണേ. ക്രോസ് മൾട്ടിപ്ലൈ a ഇൻറ്റു x - 1 പ്ലസ് bx അല്ലെ ഡിവൈഡഡ് ബൈ x ഇൻറ്റു x - 1 ഈസ് ഈക്വൽ ടു 1/x ഇൻറ്റു x - 1. ഇത് രണ്ടും കട്ട് ചെയ്തു. കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? ഈസ് ഈക്വൽ ടു നോക്കടാ. ഇതിനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യത്തിനൊക്കെ മാറ്റി എഴുതുന്നു. എക്സിന്റെ ഒപ്പം ഉള്ളതിനൊക്കെ മാറ്റി എഴുതുന്നു. അപ്പൊ നോക്ക ax പ്ലസ് bx ബാക്കി അവിടെ ഒരു മൈനസ് എ ഉണ്ട്. മൈനസ് a ഈസ് ഈക്വൽ ടു 1 എന്ന് വരും അല്ലെ? ഇതിനകത്ത് അവിടെ ഒരു കോൺസ്റ്റന്റ് മാത്രമല്ല, ഇവിടെ എക്സ് ഒന്നുമില്ല. അപ്പൊ നമുക്കറിയാം ഈ ഇവിടെ ഒരു കോൺസ്റ്റന്റ് മൈനസ് എ മാത്രമല്ല ഉള്ളത്. അപ്പൊ മൈനസ് എ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയും. അപ്പൊ a ഈസ് ഈക്വൽ ടു -1 എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? ഇനി നമുക്ക് b കണ്ടുപിടിക്കണ്ടേ? b കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കടാ. എക്സിന്റെ ഒപ്പം എന്താണ്? x ഇൻറ്റു a പ്ലസ് b ഉള്ളത് അല്ലെ? എക്സ് പുറത്തെടുത്തു. കുഴപ്പമില്ലല്ലോ. ഇനി
അപ്പൊ എ പ്ലസ് ബി ഈസ് ഈക്വൽ നമുക്ക് എക്സ് എന്നൊരു സംഭവം RHS അകത്തില്ല. അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് അപ്പൊ എ ഈസ് ഈക്വൽ ടു -1 ആണെന്നുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കടാ? ബി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ബി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ മാറ്റി എഴുതാണ്. ഇതിനെ നമ്മൾ മാറ്റി എഴുതുക. സോറി ഇതിനെ നമ്മൾ മാറ്റി എഴുതാണ്. അപ്പൊ എന്താ വരും നോക്ക്. എ എന്നുള്ളത് എന്താ? -1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് -1 ആ വരുന്നത്. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി നോക്കട്ടെ, ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സുഖല്ലടാ, സിമ്പിൾ അല്ലേ? ഇപ്പൊ -1/x എന്ന് പറഞ്ഞാൽ എന്താ? 1/x എന്ന് പറഞ്ഞാൽ log x അല്ലേ? പ്ലസ് നോക്ക് ബാക്കി എന്താ വരുന്നത്? log x -1 ആ വരുന്നത്. കുഴപ്പമില്ലല്ലോ, മോഡലസ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇനി ഒരു പ്ലസ് ഒരു സി ഇല്ലേ? ഇതിന്റെ അകത്ത് നോക്കടാ, ഇത് നോക്കടാ, log a മൈനസ് log b ആ ഒരു ഫോമില അല്ലേ? നോക്ക അപ്പൊ എന്താ വരിക? log x -1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സി. ഏത് ഓപ്ഷൻ നോക്ക്? ഏത് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ ഡോഗ് അല്ലേ? x -1 ഡിവൈഡഡ് ബൈ എക്സ്. ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, 38 ഇത് കണ്ടാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ പെട്ടെന്ന് വരൂല്ലേ? നോക്ക്, കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? കോട്ട് എക്സ് എന്ന് പറഞ്ഞതാ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് അല്ലേ? താഴെ ഓൾറെഡി ഒരു സൈൻ എക്സും ഉണ്ട് അല്ലേ? ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ആ. കുഴപ്പമില്ലല്ലോ. ഇനി പുട്ട് t is equal to sin x. കുഴപ്പമുണ്ടോ? പുട്ട് t equal to sin x കൊടുക്കുമ്പോ dt is equal to എന്താണ്? cos x dx എന്ന് വരും. ഇത് തന്നെയല്ലടാ മോളുള്ളത്, ഇത് തന്നെയല്ലേ മോളുള്ളത്. അപ്പൊ ഇത് എന്തായി മാറി? is equal to എന്തായി മാറി? 1/t സ്ക്വയർ എന്നായി മാറി. 1/t സ്ക്വയർ dt എന്നായി മാറി. അപ്പം ഈ സീക്വൽ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറടാ? -1/t എന്നായി മാറും അല്ലേ? അത് ഏതിന്റെ അകത്തൊക്കെ വരുന്നത് നോക്ക്. π/6 π/2 ഇടയിലാണ് വരുന്നത്. അപ്പൊ ഈ സീക്വൽ ഒരു മൈനസ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1/sin അല്ലേ? ഇതെന്താ നമ്മൾ സൈൻ അല്ലേ ഇതിട്ട് കൊടുത്തത്, ടി ഇട്ട് കൊടുത്തത്. അപ്പൊ sin π/2 മൈനസ് 1/sin π/6 അല്ലെ? ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു നോക്കെ 1/sin π/2 എന്താ? 1 തന്നെ. അപ്പൊ 1/1 മതി. മൈനസ് 1/sin π/6 എത്ര? 1/2. അപ്പൊ 1/1/2 ഇതില്ലേ? യെസ്. അപ്പൊ ഈ സീക്വൽ എന്തായാലും മൈനസ് പുറത്തുണ്ട്. നോക്ക് 1 മൈനസ് 2 മോളോട്ട് പോകുമ്പോ എന്തായി? 1 - 2 ആയി. ഇതപ്പൊ എന്താ മൊത്തത്തിൽ -1, പുറത്തൊരു -1 ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇത് എന്തായി മാറടാ? ഇത് എന്തായി മാറും? മൈനസ് ഇൻറ്റു -1 എന്ന് പറഞ്ഞതാ 1 ആയി മാറും. ഓപ്ഷൻ ഇ ഈസ് ദി റൈറ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇതുണ്ടല്ലതാ, ഞാൻ ഗ്രാഫ് വരയ്ക്കൊന്നുമില്ല, ഒന്ന് റഫ് ആയിട്ട് മാത്രമേ വരയ്ക്കുള്ളൂ. y = x ഇങ്ങനെയാ പോവുക. നോക്ക അടുത്തത് എന്താണ്? ഇങ്ങനെയാ പോവുക. ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ നമ്മളെ കണ്ടുപിടിക്കാൻ വന്നതല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്ക. അപ്പൊ ഈ ഒരു ഇതിന്റെ അകത്ത് എന്താ പോയിന്റുകൾ തന്നിട്ടില്ല. പോയിന്റുകൾ തന്നതാ ഈ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ്, ഈ 0 മുതൽ ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് വരെയാണ് വരുന്നില്ലേ? a, b എന്ന് വെറുതെ അങ്ങ് പേരിട്ടു എന്ന് നോക്കണം. അപ്പൊ ഇവിടെ രണ്ട് കൂട്ടിമുട്ടുമ്പോ എന്താ? y = x ഉള്ള ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുക. y = x ആകുമ്പോൾ നോക്കണം, ഇതിന്റെ അകത്ത് നമ്മൾ y = x ഇട്ട് കൊടുക്കുക. അപ്പൊ x = x × 2 - x ആയി. അപ്പൊ എക്സും കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? 1 is equal to 2 - x അല്ലേ? എക്സിനെ ലെഫ്റ്റിലോട്ടും 1 റൈറ്റിലോട്ടും കൊണ്ടുപോകുമ്പോ x = 2 - 1 1 ആയി. കുഴപ്പമില്ലല്ലോ. നോക്ക x = 1. അപ്പൊ എന്തായിരിക്കും? y = 1. ഇതിപ്പോ നോക്കുന്നില്ല അല്ലെ? നമ്മൾ x എന്നുള്ളതിന്റെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ മുകളിലുള്ള എന്താ? ഈ ഒരു കേവിന്റെ ഇതാണ് അല്ലെ? ഈ ഒരു കേവ് നോക്ക. ഈ ഒരു കേവിന്റെ ആദ്യം എഴുതുക x 2x അല്ലെ? ഇതിന് x അകത്തോട്ട് എഴുതിയാണ് 2x മൈനസ് എക്സ് സ്ക്വയർ. പിന്നെ ബാക്കി അവിടെ ഒരു y = x ഇല്ലേ? അപ്പൊ -x അല്ലെ? എവിടെ മുതൽ? 0 മുതൽ 1 വരെ. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഈ സീക്വൽ നോക്കടാ, 0 മുതൽ 1 വരെ 2x - x എന്താ? x മൈനസ് എക്സ് സ്ക്വയർ. ഈ സീക്വൽ എന്താ വരുന്നത് നോക്ക. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ x² ഡിവൈഡഡ് ബൈ 2 -x³ ഡിവൈഡഡ് ബൈ എത്ര വരിക? 3. എന്താ? 0 മുതൽ 1 വരെ. 0 നോക്കണ്ട, 1 മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്താ വരിക? 1/2 -1/3 ആ വരിക. ഈ സീക്വൽ എന്താ വരിക? 3 -2 ഡിവൈഡ് ബൈ 2 × 3 എത്ര? 6. ഈ സീക്വൽ എന്താ വരിക? 1/6 ആ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 40.
ഈ 14 ഈ മോഡുലസ് വന്ന് എങ്ങനെ ചെയ്യേണ്ടത് നമുക്കറിയല്ലോ. എങ്ങനെയാണ് നമ്മൾ ചെയ്യല്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ചെയ്യല് നോക്കാം. ഇതിനെ -1 മുതൽ 2 വരെ എക്സ് ഉണ്ട് അല്ലെ. ഇനി മൈനസ് വന്നിട്ടുണ്ട് ഒരു നോക്ക് 2x എന്നുള്ളത് നോക്കണേ. 2x എന്നുള്ളത് ഓക്കെ 2x എന്നുള്ളത് മൈനസ് ആണ്. എവിടെ മുതൽ എവിടെ വരെ? -1 മുതൽ 0 വരെ. നെഗറ്റീവ് വാല്യൂസ് അല്ലെ. 0 വരെ -2x ആ. ഇനി നോക്ക, ഇനി അടുത്ത നോക്ക പ്ലസ്. ബാക്കി എന്താ വരുന്നത് നോക്ക. 0 മുതൽ 2 വരെ എന്താ വരുന്നത്? 2x അല്ലേ. ബാക്കി എന്താ 2x ആ വരുന്നത്. 2x തന്നെയാ വരുന്നത്. കുഴപ്പമില്ലല്ലോ. 2x തന്നെയാ 0 മുതൽ 2 വരെ വരുന്നത്. അപ്പം is equal to നോക്കടാ x² ഡിവൈഡ് ബൈ 2 ഫ്രം -1 മുതൽ 2 വരെ. -1 മുതൽ 2 വരെ ഇത് എഴുതി. ഇനി മൈനസ് നോക്ക -2 ഇൻറ്റു x² ബൈ 2 -1 മുതൽ 0 വരെ. ഇനി പ്ലസ് നോക്ക 2x² ബൈ 2 എവിടെ മുതലാ? 0 മുതൽ 2 വരെ. കുഴപ്പമില്ലല്ലോ. ഈ സീക്കൾ നോക്കടാ. ഇത് 2² 4 ബൈ 2 -1 സ്ക്വയർ എത്ര? 1 എന്നാ വരിക അല്ലെ. 1 ബൈ 2 അല്ലെ. 1 ബൈ 2 മൈനസ് നോക്ക് -2 കട്ട്, സോറി 2 കട്ട് ചെയ്താ ഇവിടെയും 2 കട്ട് ചെയ്യും. മൈനസ് എല്ലാം അകത്തോട്ട് വരുമ്പോ എന്തായി മാറടാ? മൈനസ് എല്ലാം അകത്തോട്ട് വരുമ്പോ ഇത് പ്ലസ് ആയി മാറും, ഇത് മൈനസ് ആയി മാറും. കുഴപ്പമില്ലല്ലോ. ഓക്കെ യെസ്. ഓക്കെ അപ്പം ഇനി എന്താ ചെയ്യും നോക്ക. x² ബൈ 2 എന്നുള്ളത് എന്തായി മാറുക? x² ബൈ 2 എന്നുള്ളത് 0 മൈനസ് 1 ബൈ 2 അല്ലെ. 0 മൈനസ് 1 ബൈ 2 അല്ലെ. 1 ബൈ 2 2 കട്ട് ചെയ്തില്ലേ. 0 മൈനസ് 1 ഉണ്ട്. ഇനി നോക്ക് പ്ലസ്. ഈ മൈനസ് ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ എന്തായിട്ടുണ്ട്? സോറി യെസ് ഇവിടെ മൈനസ് ആയിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താ വരുന്നത്? 2² എന്താ 4 അല്ലെ. അപ്പൊ എന്താ വരും നോക്കടാ. 4 ബൈ 2 മൈനസ് 1 ബൈ 2 3 ബൈ 2 മൈനസ് -5 അല്ലേ. അപ്പൊ പ്ലസ് ഒരു 5 വന്നു അല്ലെ. ഓക്കെ അപ്പൊ എന്താ വരിക? സോറി പ്ലസ് അല്ല കേട്ടോ, അവിടെ മൈനസ് ആണ്. കാരണം ഇത് മൈനസിന്റെ മൊത്തം നമ്മൾ അകത്തോട്ട് എടുത്തിട്ടില്ലേ. അപ്പൊ എന്താണ് ഇവിടെ -5 ആണ്. അപ്പൊ ഈസ് ഈക്വൽ ടു 3 ബൈ 2 മൈനസ് 10 ബൈ 2 എന്താ വരിക? ഈസ് ഈക്വൽ ടു 7 മൈനസ് 7 ബൈ 2 വരിക. -7 ബൈ 2 ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. ഇത് നോക്കടാ. ഇത് നോക്ക് -a മുതൽ a വരില്ലേ. മാത്രമല്ല നോക്ക് സൈൻ -x എന്ന് പറഞ്ഞ എന്താ? -sin x. അപ്പൊ ഇത് എന്താണ്? ഓഡ് ഫംഗ്ഷൻ. ഓഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഓഡ് ആണെന്ന് -a to a ആണെന്നുണ്ടെങ്കിൽ എന്താ? ഓപ്ഷൻ ഇ 0 ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക 42ന്റെ അകത്തതാ -2 മുതൽ π/2 ആണ്. ഇവിടെ π/2 വരെയാണ്. ഓക്കെ അപ്പം ഇങ്ങനെ 0ന്റെക്കാളും താഴെ ഉള്ളത് നമ്മൾ എന്താ പറയുക? 2x ആണ് ഫംഗ്ഷൻ f of x. അതിനേക്കാൾ മുകളിലുള്ളത് cos x ആണ് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന? -2 മുതൽ 0 വരെ 2x പ്ലസ് 0 മുതൽ π/2 വരെ എന്താ വരുന്നത്? cos x ആ വരുന്നത്. ഈസ് ഈക്വൽ ടു നോക്കടാ 2x² ബൈ 2 0 മുതൽ സോറി -2 മുതൽ 0 വരെ പ്ലസ് cos x ന്റെ എന്തായി മാറി? cos x ന്റെ sin x ആയി മാറി. 0 മുതൽ π/2 വരെ നോക്കടാ. ഈ സീക്വൽ നോക്ക് ഇത് 0 അല്ലെ. 0ന്റെ അകത്ത് വരുമ്പോ 0 മൈനസ് നോക്ക ഇത് 2 കട്ടായില്ലേ. അപ്പൊ നോക്ക മൈനസ് എന്താ? -2² 4 അല്ലെ പ്ലസ് sin π/2 മൈനസ് sin 0. sin π/2 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പം ഈ സീക്വൽ എന്താ? -4 പ്ലസ് 1 ഈസ് ഈക്വൽ എന്താ? -3. ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 43. ക്വസ്റ്റ്യൻ നമ്പർ 43. ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. ട്രിഗ്നോമെട്രിന്റെ അകത്ത് എന്തെങ്കിലും ഓർമ്മ വരുന്നു നോക്കുക. ഒരു 2 ഞാൻ ഇവിടെ കൊടുത്തു, 1/2 പുറത്തും കൊടുത്തു. അപ്പൊ ഇത് എന്തായി മാറുന്നറിയോ? 1/2 into integral of 0 to π/16. ഇതെന്താടാ? 2 cos a cos b. അപ്പൊ അതെന്തായി മാറും? cos a plus b plus cos a minus b ആയി. അപ്പൊ നോക്ക cos 8x plus cos 4x ആയി. cos 8x plus cos 4x ആയി. അപ്പൊ ഈ ഈക്വൽ ടു നോക്ക
1/2 ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യാൻ കോസിന്റെ എന്താണ് സൈന സൈൻ 8x ഡിവൈഡഡ് ബൈ 8 പ്ലസ് സൈൻ 4x ഡിവൈഡഡ് ബൈ 4 ആണ് അല്ലെ. ഇനി എന്താ 0 മുതൽ π/16 വരെയാ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നോക്ക ഈസ് ഈക്വൽ നോക്കണേ 1/16 ഞാൻ പുറത്തെടുത്തു. അതിനു വേണ്ടി എന്ത് ചെയ്തു എന്നറിയാം, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു. 1/16 ഞാൻ പുറത്തെടുത്തു ഇൻറ്റു സൈൻ 8x സൈൻ 8 ഇൻറ്റു π/16 അല്ലെ. ഇനി പ്ലസ് 2 സൈൻ 4 π/16 അല്ലെ. യെസ്, അപ്പൊ ഈ ഈക്വൽ ടു എന്താണ് വരുന്നത്, ഈ ഈക്വൽ ടു 1/16 ഇൻറ്റു സൈൻ 8 ഇൻറ്റു π/16 എന്ന് പറഞ്ഞാൽ സൈൻ π/2 തന്നെ. സൈൻ π/2 എന്ന് പറഞ്ഞാൽ എത്രടാ 1 അല്ലെ. പ്ലസ് 2 ഇൻറ്റു സൈൻ 4 π/16 എന്ന് പറഞ്ഞാൽ എന്താ 4 π/16 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സൈൻ π/4 തന്നെ. അപ്പൊ എന്ത് വരും 1/√2 വരും. അപ്പൊ നോക്കടാ 2ഉം റൂട്ടും താഴെ, അപ്പൊ ഇവിടെ എന്തായി മോളിൽ ഒരു റൂട്ട് വരും. അപ്പൊ ഈ ഈക്വൽ ടു എന്താ √2 + 1 ഡിവൈഡഡ് ബൈ 16. അവർ ഏതാ ആൻസർ, ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 44 ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നോക്ക dy/dx = x y² അല്ലെ. അപ്പൊ dy ഡിവൈഡഡ് ബൈ y² ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, dx ഇൻറ്റു x ആയി മാറും. dx ഇൻറ്റു x ആയി മാറും. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന നോക്കടാ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാ. 1/y² എന്താ -1/y അല്ലെ ഈസ് ഈക്വൽ ടു നോക്ക dx ഇൻറ്റു x എന്ന് പറയുന്നത്, സോറി എക്സിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്താടാ വരിക, x² ഡിവൈഡഡ് ബൈ 2 ആ വരിക. x² ഡിവൈഡ് ബൈ 2 ഒരു പ്ലസ് ഒരു സി ഉണ്ട്. സി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാ കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ y x എന്ന് പറഞ്ഞത് 0 ആകുമ്പോ y 1 ആണെന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇത് 0 ആകുമ്പോ c ഈസ് ഈക്വൽ ടു എന്ത് വരും, -1/1 വരും. ഈസ് ഈക്വൽ ടു എന്താ -1. ഓക്കെ, ഇതിന് നമ്മൾ എഴുതും എന്ത് വരും, -1/y ഈസ് ഈക്വൽ ടു x² ഡിവൈഡഡ് ബൈ 2 -1 ആയി മാറും. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ y ഈക്വൽ ടു എന്നുള്ള രീതിയിലല്ലേ എഴുതേണ്ടത്. അപ്പൊ ഈസ് ഈക്വൽ ടു എന്താടാ x² -2 ഡിവൈഡ് ബൈ 2 അല്ലേ. അപ്പൊ എന്താ -1/y ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, -1 കൊണ്ടും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന, ഇതിനെ നേരെ റെസിപ്രോക്കൽ എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ y ഈസ് ഈക്വൽ ടു നോക്കുക -1 ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും, 2/2 - x² വരും. ഏതാണ് ആൻസർ, ആൻസർ ഏതാ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 45. ഇതിന്റെ അകത്ത് x² y² ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാട്ടോ. x² y² dx പ്ലസ് y dx മൈനസ് നോക്ക -x dy. ഇനി മൈനസ് മൈനസ് എന്തായി വന്നു, പ്ലസ് ആയി അല്ലെ. അകത്തോട്ട് വരുമ്പോ പ്ലസ് 2x³ y dy ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി അല്ലെ. കുഴപ്പമില്ലല്ലോ. x² y² dx പ്ലസ് y dx മൈനസ് x dy മൈനസ് മൈനസും പ്ലസ് ആക്കിയിട്ട് 2x³ y dy ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, y dx മൈനസ് x dy എന്നുള്ളത് നമ്മൾ നേരെ വലത്തോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്തായി മാറണം, അത് x dy മൈനസ് y dx ആയി മാറും. ഈ ഈക്വൽ ടു എന്താ വരെ നോക്കുക. ഇതിനി ബാക്കിയുള്ളതാ, ഇവിടെ ബാക്കിയുള്ളതാ ഈ രണ്ട് സംഭവങ്ങളാണ്. ഇതിൽ നമ്മൾ x² അങ്ങ് പുറത്തെടുക്കുക. x² അങ്ങ് പുറത്തെടുക്കും എന്തായി മാറടാ, x² ഇൻറ്റു y² dx പ്ലസ് 2xy dy എന്നായി മാറും. 2xy dy എന്നായി മാറും. ഇതെന്താടാ, ഇതിനെ നമ്മൾ എന്താ ചെയ്തത്, x dy മൈനസ് y dx ഡിവൈഡഡ് ബൈ x² ഈസ് ഈക്വൽ ടു y² dx പ്ലസ് 2xy എന്നായി മാറും അല്ലെ. 2xy എന്നായി മാറും. ഓക്കെ, ഇവിടെ ഒരു dy ഉണ്ട്. കുഴപ്പമില്ലല്ലോ, സോറി കുഴപ്പമില്ലല്ലോ. ഇനി നമ്മുടെ ഈ സംഭവം എന്താണെന്ന് അറിയോ, ഇത് എന്താണെന്ന് അറിയോ, x dy മൈനസ് y dx ഡിവൈഡ് ബൈ x² എന്ന് പറഞ്ഞാൽ d by dx ഓഫ് എന്താ y by x. ഇത് നോക്കടാ, നോക്ക് u ഇതെന്താ u by v ഫോർമുല, ഇതെന്താ u ഇൻറ്റു v ഫോർമുല അല്ലെ. ഇതിന്റെ അകത്ത് നോക്കടാ u ഇൻറ്റു v ന്റെ അകത്ത് നോക്ക y² ഇൻറ്റു x ആ വരുന്നത്, y² ബൈ x ഇതാ
d/dx ഓഫ് y സ്ക്വയർ ഇൻറ്റു എക്സ് ആ വരുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ഇതിന് രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറടാ? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നേരെ ഈ d/dx അങ്ങ് ഇല്ലാണ്ടാവില്ലേ? അപ്പൊ y/x ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? y സ്ക്വയർ എക്സ് പ്ലസ് സി എന്നായി മാറും. ഓക്കെ, ഇതാ നമ്മൾ ഇതിനെ നേരെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുമ്പോ y ഓക്കെ ഓക്കെ സി അല്ലേ? സി എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സി ലെഫ്റ്റ് സൈഡിൽ വന്നാലും റൈറ്റ് സൈഡിൽ വന്നാലും കുഴപ്പമില്ല അല്ലെ? അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? y/x മൈനസ് y സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റില്ലേ? ഇതാ. പക്ഷെ ഓപ്ഷൻ ഏതാണെന്ന് അറിയോ? ഓപ്ഷൻ ഡി ആണല്ലോ. കാരണം ഇതിന് സിയും മൈനസ് സിയും ഒക്കെ സെയിമാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? y സ്ക്വയർ എക്സ് മൈനസ് കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യും. y സ്ക്വയർ എക്സ് മൈനസ് y/x ഈസ് ഈക്വൽ ടു മൈനസ് സി. അതിന്റെ സി തന്നെയാ. അപ്പൊ എന്തായി മാറും? ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 46th ക്വസ്റ്റ്യൻ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് സെക്കൻഡ് കേസ് അല്ലേ? നോക്ക്, രണ്ട് സ്ഥലത്ത് dy ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? മൊത്തത്തിൽ dy കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സോറി ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്തായി മാറടാ? 4x അല്ലെ? dy/dy അത് പോയി. മൈനസ് e raised to minus 2y into dy/dy അതും പോയി. ഇനി പ്ലസ് dx divided by dy is equal to എന്താ? 0. നമുക്കറിയാം ഈ ഒരു സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് dx divided by dy plus px is equal to എന്താവാൻ? q ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്നറിയോ? e raised to integral of p dy ഓക്കെ, പി ഡി വൈ. അപ്പൊ ഇതിനെ നമ്മൾ റൈറ്റിലോട്ട് ആക്കിയാൽ dx ഡിവൈഡഡ് ബൈ dy പ്ലസ് 4x ഈസ് ഈക്വൽ ടു എന്താ? e റൈസ് ടു മൈനസ് 2y. e റൈസ് ടു മൈനസ് 2y. ഇതിനകത്ത് നോക്കടാ, എക്സിന്റെ ഒപ്പമുള്ളതല്ലേ പി. അപ്പൊ എന്താ? 4p. അപ്പൊ എന്താ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് e റൈസ് ടു ഇന്റഗ്രൽ ഓഫ് p എന്നുള്ളത് 4 dy ഈസ് ഈക്വൽ ടു എന്തായി മാറടാ? e റൈസ് ടു 4y ആയി മാറും. dy ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 4y കിട്ടുള്ളൂ. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 47 ഇത് നമുക്കൊന്ന് വരച്ചു നോക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് വരച്ചു നോക്കണതാ. നോക്ക്, ഇതിനകത്ത് ഏതൊക്കെയാണ് പോയിന്റ് വരിക? നമ്മൾ എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ നോക്ക്, എക്സ് 0 വരുമ്പോ 040 വരും അല്ലെ? എക്സ് 0 വരുമ്പോ 040 വരും. പിന്നെ എന്താ വരിക നോക്ക്? y 0 വരുമ്പോ എന്ത് വരും? y 0 വരുമ്പോ 60 വരും. പിന്നെ രണ്ടാമത്തേൽ നോക്ക്, രണ്ടാമത്തേന്റെ അകത്ത് വരും നോക്ക്, എക്സ് 0 കൊടുക്കുമ്പോ 060 വരും. പിന്നെ അടുത്തത് 060. പിന്നെ അടുത്തത് y 0 കൊടുക്കുമ്പോ എന്താ വരിക? 30 വരിക അല്ലെ? 30. ഇത് വെച്ച് നമ്മൾ ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി വരച്ചത് തന്നെയാണ്, അതുകൊണ്ട് സിമ്പിൾ ആയിരുന്നു. ഇത് നമുക്കൊന്ന് ജസ്റ്റ് വരച്ചു നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കടാ, ഏതൊക്കെ ആയിരിക്കും നോക്ക? 20, 40, 60. ഇവിടെ 20, 40, 60. കുഴപ്പമില്ലല്ലോ. ഇനി അതാ 040 എന്നതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. രണ്ടാമതാ 60 എന്നതാ ഇവിടെ ആവുന്നത്. അപ്പൊ ഇത് നമ്മൾ വരയ്ക്കുമ്പോഴാ ഇങ്ങനെ വരും അല്ലേ? ഇനി അടുത്ത എന്താ? 060 എവിടാ വരുന്നത്? 060 എന്നതാ ഇവിടെയാ വരുന്നത്. അടുത്ത 30 എന്നതാ ഇവിടെയും വരും. നോക്കടാ, അപ്പൊ ഇതിന്റെ കോർണേഴ്സ് ഏതൊക്കെ ആയിക്കുതാ? ഇതുണ്ടാവും. ഇതെന്താ? 00. ഇനി അടുത്ത ഇതുണ്ടാവും. ഇതെന്താ? 30 അല്ലെ? ഇതുണ്ടാവും. കാരണം ഞാൻ ഇത്രയാണ് ഷെയ്ഡ് ചെയ്യുന്നത് അല്ലെ? രണ്ടും കോമൺ ആയിട്ട് ഇത്രയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഇതെന്താ വരിക? 040 വരും. 040. ഇനി അടുത്തത് ഈ ഒരു പോയിന്റ് അല്ലേ? ഈ ഒരു പോയിന്റ് കണ്ടുപിടി. ഇതങ്ങ് സോൾവ് ചെയ്ത് നോക്കിയാൽ പോരെ? അപ്പൊ നോക്കട്ടെ, അതാ ഇതിൽ ഇതങ്ങ് മൈനസ് ഒക്കെ, രണ്ടും 2x അല്ലേ? അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് മൈനസ് ചെയ്ത് നോക്ക്. 2x മൈനസ് 2x എന്തായി? 0 ആയി. ഇനി 3y മൈനസ് y എത്ര? 2y ആയി മാറും. ഇനി 120 മൈനസ് 60 എത്രയായി മാറും? 120 മൈനസ് 60 എത്രയായി മാറും? 60 ആയി മാറും അല്ലേ? സോറി, യെസ്, 60 ആയി മാറും അല്ലെ? അപ്പം y ഈസ് ഈക്വൽ ടു, അപ്പൊ എന്ത് വരടാ? 30 വരും. y ഈസ് ഈക്വൽ ടു 30 വരും. അപ്പൊ x ഈസ് ഈക്വൽ ടു എന്താ നോക്ക്? x ഈസ് ഈക്വൽ ടു ഇതിന്റെ അകത്ത് ഇട്ട് കൊടുത്താലോ? x ഈസ് ഈക്വൽ ടു നോക്ക് 2x പ്ലസ് y എത്രടാ? y 30 അല്ലേ? ഈസ് ഈക്വൽ ടു 60 ആണെന്നുണ്ടെങ്കിൽ 2x ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 30 ആയിരിക്കും. x ഈക്വൽ ടു 15 ആയിരിക്കും. അപ്പൊ ഈ മൂന്നാമത്തെ ഈ ഒരു കോർണർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? x 15 ആണ്, y 30 ആണ്. ഇതെല്ലാം വരുന്ന ഏതാണ് ഓപ്ഷനിൽ? 00, 30, 040, 15, 30. ഏത് ഓപ്ഷനിലുള്ളത്? ഓപ്ഷൻ എ ഉണ്ട് അല്ലെ? ഓപ്ഷൻ എ ആണ് ഇതിന്റെ ശരിയായ ഉത്തരം.
ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ, 48 സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇതിന്റെ അകത്ത് ഏതൊക്കെ വരിക? എ എന്ന് പറഞ്ഞ ഇങ്ങനെ സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഇങ്ങനെ സെറ്റ് ഉണ്ട്. ഇത് റിലേഷൻ എന്താണെന്നറിയോ? നോക്കട്ടെ, എ കോമ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഉണ്ട്. അതിന്റെ അകത്ത് എ പ്ലസ് ബി എന്നുള്ള ഒരു ഈവനാ. ഇത് നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കടാ. ഇതിനകത്ത് ഏതൊക്കെ ഈ സെറ്റിന്റെ അകത്ത് എന്തൊക്കെ വരിക നോക്ക്. 1 ഉം ആഡ് ചെയ്ത ഈവൻ അല്ലേ? അപ്പൊ 1,1. ഇനി അടുത്തതാ 1 അടുത്തയിലേക്ക് ഒരു 3. 1 + 2 ഒരിക്കലും വരില്ല, കാരണം അത് ഈവനായി മാറും. 1 + 3 ഈവനാ. ഇനി 1 + 4 വരില്ല. ഇനി അടുത്ത് നോക്കണ്ട. ഇനി നോക്കടാ 2 + 2 ഈവനാ. 2 + 1 ഇല്ല കേട്ടോ. ഇനി അടുത്ത് നോക്ക് 2 + 4 ഈവനാ. ഇനി അടുത്ത് 3 + 1 ഈവനാ. ഇനി 3 + 3 ഈവനാ. ഇനി അടുത്ത് നോക്ക് 4 + 2 ഈവനാണ്. 4 + 4 ഈവനാണ്. കുഴപ്പമില്ലല്ലോ. ഇനി 5 1 ഈവനാണ്. 5 + 1 ഈവനാണ്. ഇനി അടുത്ത എന്താ? 5 + 3 ഈവനാ. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി 49 നോക്കടാ. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? x² - 2x - 63 ഇൻറ്റു നോക്ക ഇൻറ്റു x² - 2x - 63 ഓൾ റേസ് ടു 1/2 എഴുതാം. ഇത് നോക്കണ്ട. ബാക്കി ഈ ഒരു സംബന്ധം റൂട്ടിന്റെ അകത്തല്ലടാ. ഈ ഒരു സംഭവം റൂട്ടിന്റെ അകത്തല്ലേ? √(x² - 2x - 63 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയണം? x² - 2x - 63 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ന്യൂമറേറ്റർ ആയതുകൊണ്ട് എന്താണ് ഇത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാന്നറിയോ? എക്സ് നോക്ക മൾട്ടിപ്ലൈ ചെയ്താൽ -63 ആണ്, ആഡ് ചെയ്താൽ -2 കിട്ടണം. അപ്പം x - 9 ഇൻറ്റു x + 7 വരണം. x - 9 ഇൻറ്റു x + 7 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ എന്താ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെ? 9 ഉം -7 ഉം. 9 ഉം -7. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കടാ. ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്ക്. നമുക്ക് -∞, -7, 9, ഇൻഫിനിറ്റി എന്ന് പറയുന്ന സംഭവം. ഇതിനകത്ത് നോക്കട്ടെ 0. ഇതിനകത്തുള്ള ആദ്യം തന്നെ 0 കണ്ടുപിടിച്ചാൽ -7 9 ഇടയിലെ നമ്പർ അല്ലേ 0. അപ്പൊ നോക്ക് 0 വരുമ്പോ -63 ആ വരിക. കാരണം ഇത് രണ്ടും 0 ആയി മാറല്ലേ? അപ്പൊ -63 വരിക എന്നാണ് എന്താ? നോക്ക് ഇതെന്തായിരിക്കും? അപ്പൊ നെഗറ്റീവ് ആ വരിക. അപ്പൊ ഇത് പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇനി ഇവിടെ നോക്കടാ -10 ചെയ്ത് നോക്ക്. -10 അവിടെ ചെയ്ത് നോക്കുമ്പോ നോക്കടാ -10² എത്ര? 100. നോക്ക് -2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? -2 ഇൻറ്റു -10. അപ്പൊ +20 -63 എത്ര വരിക? 120 - 63 57 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ എന്താ ഇവിടെ എന്താ? പോസിറ്റീവാ. ഇവിടെ പോസിറ്റീവാ. ഇനി അടുത്ത ഇവിടുത്തെ നോക്കടാ 10 വരുന്നത്. 10 ഇട്ട് കൊടുക്കുമ്പോ എന്താ വരും നോക്കടാ? നോക്ക ഇവിടെ ഇട്ട് കൊടുക്കുമ്പോ 10² എന്ന് പറഞ്ഞാൽ 100. 100 - 20 - 63. 100 - 83 എന്ന് പറഞ്ഞാൽ 17. 17 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇതും പോസിറ്റീവാ. അപ്പൊ ഇത് പോസിറ്റീവ് ആവുന്നത് എവിടെയൊക്കെ ആയിരിക്കും അറിയോ? -∞ മുതൽ -7 വരെ ഉണ്ടാവും. -∞ മുതൽ -7 വരെ ഉണ്ടാവും അല്ലെ? ഇനി പിന്നെന്താ വരിക? 9 മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ടാവും. ഏതൊക്കെയാന്ന് നോക്കടാ. ഇതിന്റെ അകത്തതാ ഓക്കെ -7 ഇട്ട് നോക്കാം അല്ലെ? നമുക്ക് -7 ഇട്ട് നോക്കാം. -7 ഇട്ട് കൊടുക്കുമ്പോ എന്താ വരിക നോക്ക? 49 - 14 - 63. 49 -14 - 63 ആണോ? സോറി +14 ആണ്. പ്ലസ് ആണ്. അപ്പൊ ഈ സീക്വൽ എന്താ വരുന്നത്? 0 ആ വരുന്നില്ല. ഈ സീക്വൽ 0. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് 7 -7 എന്നുള്ളത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മളതാ അപ്പൊ ഇൻക്ലൂഡ് ചെയ്യാണെന്നെ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കണം അല്ലെ? ഇനി 9 ഇട്ട് കൊടുക്കണം. 9 ഇട്ട് കൊടുക്കുമ്പോ എന്താ വരും നോക്ക? 81 -18 -63 അതും എന്താണ്? 0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9 ഉം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. -∞ മുതൽ -7 വരെ യൂണിയൻ 9 മുതൽ ഇൻഫിനിറ്റി വരെ -7 ഉം 9 ഉം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 50th ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കടാ. x എന്ന് പറഞ്ഞാൽ -1 4 ഇടയിൽ. അപ്പൊ സെറ്റ് ചെയ്ത് നോക്കേ. a ഈസ് ഈക്വൽ ടു എന്താണെന്നറിയോ? -1 കൂടും, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി 0 വരും, ഇന്റിജർ അല്ലേ? 0 ഒക്കെ വരും. ഇനി എന്താ? 1 വരും, 2 വരും, 3 വരും, 4 വരില്ല, കാരണം അവിടെ ലെസ് ദാനേ ഉള്ളൂ. ഇത്ര വന്നു. ഇനി b ഈസ് ഈക്വൽ ടു, b എഴുതുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്താ ഈ 2നെ മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 0 × 2 അങ്ങനെ തന്നെ വന്നു. ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6.
ഓക്കെ, അപ്പൊ 0 ഉൾപ്പെടാതെ 6 താഴെ 6 ഉൾപ്പെട്ടുകൊണ്ട് അതിന്റെ ഇടയിലുള്ള നമ്പറുകൾ ഏതൊക്കെ നോക്കടാ? 1 2 3 4 5 6 അല്ലെ? ഇതിലുള്ള എ ഇന്റർസെക്ഷൻ പേര് രണ്ടിലും കോമൺ ആയിട്ട് വരും നോക്കുക. 1 2 3 1 2 3 അപ്പൊ ആൻസർ എന്താ വരിക? സെറ്റ് 1 2 3 ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. 51 സിമ്പിൾ ആട്ടോ. ഓപ്ഷൻ ജസ്റ്റ് നോക്കി പോയാൽ മതി. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സ് ഈക്വൽ ടു -1. എക്സ് ഈക്വൽ ടു -1 എക്സ് -1 ഈ ഒരു ഫംഗ്ഷൻ ആണ് നോക്കുക. ഇന്ന് എക്സ് പ്ലസ് 2 എന്നല്ലേ? അതിൽ ഒരു മാറ്റമില്ല, എക്സ് പ്ലസ് 2 തന്നെ വരുള്ളൂ. അപ്പൊ എന്തായാലും അത് കണ്ടിന്യൂസ് തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ നോക്കടാ, അത് കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷെ ഇത് നോട്ട് കണ്ടിന്യൂസ് എന്നാ പറയുന്നത്. അപ്പം ഇത് തെറ്റാ. ഇനി അടുത്ത നോക്കുക, രണ്ടാമത്തെ നോക്കുക. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നാ പറഞ്ഞത്. എക്സ് ഈക്വൽ ടു 1 വരുമ്പോ നോക്കടാ, എക്സ് നോക്ക്, എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഓക്കെ, LHL ആണേ. എക്സ് പ്ലസ് 2 എന്താ? 1 + 2 ഈസ് ഈക്വൽ ടു എത്ര വരിക? 3 ആ വരിക. 1 + 2 ഈക്വൽ ടു 3 ആ വരിക. ഇനി RHL നോക്കടാ, RHL അകത്ത് നോക്കടാ, 4x -1 അല്ലേ? ഇതിന്റെ അകത്ത് 1 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കടാ, 4 × 1 - 1 അല്ലേ വരിക? ഈസ് ഈക്വൽ ടു 3 ആ വരിക. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് എന്താ? ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നോക്ക്, ജസ്റ്റ് നോക്കാം. എക്സ് ഈക്വൽ ടു 3 നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും കൊടുക്കുമ്പോൾ ഇത് ഈക്വൽ അല്ല എന്ന് മനസ്സിലാവും. നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. നോക്കടാ, എക്സ് ഈക്വൽ ടു 5 വരുമ്പോൾ x² + 5 എന്ന് പറഞ്ഞ ഒറ്റ ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ എന്തായിരിക്കും? ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. നോട്ട് കണ്ടിന്യൂസ് വരാൻ പറ്റില്ല. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്താ? ഈ രണ്ടാമത്തെ ഈ ഒരു ഫംഗ്ഷൻ തന്നെയാ വരിക. അപ്പം അതും കണ്ടിന്യൂസ് ആ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 52 നോക്കടാ, ബൈനറി ഓപ്പറേഷൻ അല്ലേ? ഓക്കെ, ഇതെന്താ? A സ്റ്റാർ B = A/B എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിന്റെ അകത്ത് നോക്കടാ, ഇതിനെ നമ്മൾ ഉള്ളിൽ നിന്ന് പൊളിച്ച് കൊണ്ടുവരണം. നോക്കടാ, 3 സ്റ്റാർ 4 എന്ന് പറഞ്ഞ എന്ത് വരണം? 3/4 വരണം. 3/4 വരണം. ഇനി നോക്കടാ, 2 സ്റ്റാർ 3/4 എന്ന് പറയുന്നത് എന്ത് വരണം? 2 / 3/4 വരണം. ഈസ് ഈക്വൽ ടു എന്താ വരിക? 8/3 വരും. 8/3 വരും. ഇനി എന്താ വരും നോക്കടാ? 1 സ്റ്റാർ 8/3 വരണം. 1 സ്റ്റാർ 8/3 1/8/3 ഈസ് ഈക്വൽ ടു 3/8. ഓപ്ഷൻ ഇ ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53 എന്താ പറയുക നോക്കടാ? cos - x എന്താടാ? cos - x എന്താ? cos x തന്നെയാ. അപ്പൊ ഇത് എന്തായിരിക്കും? ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ ഇത് എന്തല്ല, സോറി, യെസ്, അപ്പം ഇത് എന്തല്ല? ഓൺ ടു അല്ല. കാരണം എന്താണെന്ന് അറിയാം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ വരുമ്പോ എന്താ? എക്സ് ഈക്വൽ ടു വൈ വരുന്ന കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് വൈ വരണം. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? എന്താ? എഫ് ഈസ് ഈവൻ ബട്ട് നോട്ട് ഓൺ ടു എന്നുള്ളതായിരിക്കും ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 54 ആണ് നോക്കടാ. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ എന്താ? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലടാ. നോക്ക്, ഇതിന്റെ അകത്ത് എൻ ഓഫ് എ യൂണിയൻ ബി തന്നിട്ട് 97 ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ തന്നിട്ടില്ല. എൻ ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്ന അറിയാം? എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താടാ? എൻ ഓഫ് നോക്ക, യെസ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കല്ലേ? ഇതൊന്ന് വരച്ചു നോക്കാം. നോക്ക്, ഇത് എയും ഇത് ബി ആണെന്നുള്ളതാ. ഈ ഒരു ഭാഗം എന്താ? എൻ ഓഫ് എ മൈനസ് ബി ആ. എൻ ഓഫ് എ മൈനസ് ബി ആ. അതിൽ നിന്ന് എന്ത് ആഡ് ചെയ്യണം? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആഡ് ചെയ്യണം. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആഡ് ചെയ്യണം. അപ്പൊ എന്താ വരും? എൻ ഓഫ് എ മൈനസ് ബിയുടെ എത്ര പറഞ്ഞത്? 39 പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര? 23 ഈസ് ഈക്വൽ ടു എത്ര വരിക നോക്കടാ? ഈസ് ഈക്വൽ എന്താ? 62 ആ വരിക. അപ്പൊ 62 വരിക. അപ്പൊ എൻ ഓഫ് എ എന്നുള്ളത് 62 പ്ലസ് എൻ ഓഫ് ബി മൈനസ് നോക്ക എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രടാ? 23 ആ. ഇതിനതാ ഇങ്ങോട്ട് കൊണ്ടുവന്ന 120 ആയി. 120 മൈനസ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തായി? 62 ആയി. എന്താണ്? എൻ ഓഫ് ബി അല്ലേ? അപ്പൊ നോക്ക്, 120 മൈനസ് 62 എത്ര? 58. സി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 55 പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ 8 പ്ലസ് 4i ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3i എന്നുള്ള പറയുന്നില്ലേ? നോക്കടാ, 8 പ്ലസ് 4i ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3i ഇൻറ്റു ഇതിനെ കോൺജുഗേറ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യല്ലേ? അപ്പൊ 1 മൈനസ് 3i ഡിവൈഡഡ് ബൈ 1 മൈനസ് 3i എന്ന് വരും അല്ലേ? ഈ സീക്വൽ എന്താ വരിക നോക്ക? 8 into 1 8. ഇനി 8 into minus 3i minus 24i അല്ലേ? പ്ലസ് 4i into 1. അപ്പൊ എന്താ വരിക? പ്ലസ്
4i. ഇനി 4i into -3i എത്ര വരിക? -12i. -12i എന്ന് പറഞ്ഞാൽ -12i സ്ക്വയർ വരില്ലേ? -12i സ്ക്വയർ വരും. ഈസ് ഈക്വൽ ടു i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 അല്ലേ? അപ്പം 12 വരും. അപ്പോ +12 ഇപ്പൊ ഡിവൈഡഡ് ബൈ നോക്കടാ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആ വരിക. അപ്പൊ 9 ആ വരും അല്ലെ? ഈസ് ഈക്വൽ നോക്കടാ 8 + 12 20 -20i അല്ലെ? -24 + 4 എന്ന് പറഞ്ഞാൽ -20i ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ എന്താണ് വരിക? 2 എന്താ വരുന്നത്? 2i ആ വരുന്നത്. അപ്പൊ നോക്കടാ നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്താ? tan ഇൻവേഴ്സ് y by x അല്ലേ? tan ഇൻവേഴ്സ് y by tan ഇൻവേഴ്സ് -2/2 എന്ന് പറഞ്ഞാൽ എന്താ? tan ഇൻവേഴ്സ് -x സോറി -1 tan ഇൻവേഴ്സ് -1 എന്ന് പറഞ്ഞാൽ എത്ര? -π/4. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇതിനകത്ത് നോക്കടാ മിനിമം വാല്യൂ ഓഫ് z + 1 + z - 2 ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് വേണമെങ്കിൽ z = x + iy എന്നോ കൊടുത്തിട്ട് z = x + iy എന്നോ കൊടുത്തിട്ട് ഇത് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നമ്മൾ എന്താ ഇവിടെ x = 0 y = 0 കൊടുക്കുക. അപ്പൊ എന്താ? z = 0 തന്നെയായി. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കടാ നമുക്ക് z 0 + 1 പ്ലസ് നോക്ക z -2 0 - 2 ഇങ്ങനെ തന്നെ കൊടുക്കാം. 1 പ്ലസ് ദ മോഡുലസ് അല്ലടാ? അപ്പൊ 1 പ്ലസ് എന്താ 3 1 + 3 അപ്പൊ എന്താ വരിക? സോറി 1 + 2 അല്ലെ? 1 + 2 ഈസ് ഈക്വൽ എന്ത് വരും? 3. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 57. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താ കാര്യം നോക്കുന്ന അറിയോ? z എന്നുള്ളത് നോക്കടാ. ഇതിനെ നമുക്ക് z1 × z2 ഡിവൈഡഡ് ബൈ z3 ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോ ഇതിന്റെ മോഡുലസ് ഓഫ് z ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 × മോഡുലസ് ഓഫ് z2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z3 എന്ന് എഴുതാം ഇല്ലേ? ഈസ് ഈക്വൽ നോക്കടാ. ഇത് നോക്ക് 7 - i ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ 7 - i × 7 - i എന്ന് എഴുതി ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഈക്വൽ ടു എന്താണ്? z1 ന്റെ എന്താ? √3² + 1 √10 ഇൻറ്റു നോക്കടാ ഇതെന്താ വരുന്നത്? √7² 49 + 1² √50 വീണ്ടും √50 അല്ലെ? സ്ക്വയർ അല്ലേ? ഡിവൈഡഡ് ബൈ നോക്കടാ ഇതിന്റെ എന്താ വരിക? √3² + 1 √10 ഇത് രണ്ടും കട്ട് ചെയ്തു. ഈസിക്കൽ √50 × √50 എത്ര? 50 ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ 58 ക്വസ്റ്റ്യൻ നോക്കുക. ഇതിന്റെ അകത്ത് നോക്കുക ഈ സംഭവം മൊത്തം എന്ത് ചെയ്യാം? നമ്മള് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ഇനി 1 - i × 2 - i എന്ന് പറഞ്ഞാൽ എന്താ വരിക? നോക്ക 1 × 2 2 ഇനി 1 × -i ഇനി -i × 2 എത്ര വരിക? -2i ഇനി -i × -i എത്ര വരിക? i² ആ വരിക. i² എന്ന് പറഞ്ഞാൽ എത്രയായി? -1i. അപ്പൊ ഇതെന്താണ് വരിക? 2 - 1 2 - 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് നോക്കടാ i - 2i എത്ര? 1 - 3i ആയി മാറില്ലേ? ഇനി ഇൻറ്റു നോക്ക 3 - i ആണ് വരുന്നത് അല്ലെ? ഇൻറ്റു 3 - i ആവുന്നത്. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 3 എന്താ വരുന്നത്? 1 × 3 എന്ന് പറഞ്ഞാൽ 3. ഇനി 1 × -i എന്ന് പറഞ്ഞാൽ -i. ഇനി -3i × 3 എന്ന് പറഞ്ഞാൽ -9i. ഇനി -3i × -i എന്ന് പറഞ്ഞാൽ 3i². അപ്പൊ എന്താ വരിക? -3i² എന്ന് പറഞ്ഞാൽ എന്താ വരിക? -9 സോറി 3i × -i അല്ലടാ? -i എന്ന് പറഞ്ഞാൽ -3i × -i എന്ന് പറഞ്ഞാൽ 3i² ആയി. 3i² എന്ന് പറഞ്ഞാൽ എന്താ? -3i² 3 അല്ലടാ? -1 അല്ലേ? അപ്പൊ -3i 3 3 കട്ട് ചെയ്തു. അപ്പൊ എന്ത് വന്നു? -10i ആയി. -10i ആയി അല്ലേ? ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ 5i ഡിവൈഡഡ് ബൈ -10i ഓൾ റേസ് ടു 50 വന്നു അല്ലെ? ഓൾ റേസ് ടു 50 വന്നു. നോക്കടാ iയും കൊട്ടായി ഈസിക്കൽ എന്താ? 1/-1/2 ഓൾ റേസ് ടു 50 ആ വരുന്നത്. ഈസ് ഈക്വൽ ടു എന്താണ്? ഇത് ഈവൻ ആയതുകൊണ്ട് 1/2 ഓൾ റേസ് ടു 50 വരും. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് 59 നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയാം? നോക്ക് z ബാർ ഓൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? z റേസ് ടു 4 ഓൾ ബാർ തന്നെയാ. ഇത് രണ്ടും സെയിം തന്നെയാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്ക് z റേസ് ടു 4 ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 7 + 5i വരിക അല്ലെ? 7 + 5i വരിക. 7 + 5i വരുന്നതിന്റെ എന്താ ചോദിച്ചത്? ഇമാജിനറി പാർട്ട് ചോദിച്ചത്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? iന്റെ ഒപ്പം എന്താ ഉള്ളത്? 5 ആ ഉള്ളത്. അപ്പൊ എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, മോഡുലസ് ഓഫ് നോക്കുക, ഇത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ മോഡുലസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നോക്ക്, ഇതിന് 1 plus I divided by 1 minus I into 1 plus I divided by 1 plus I അല്ലേ. എന്ത് ചെയ്യാ, 1 into 1 എത്ര 1 plus 1 into I plus 1 into I പ്ലസ് വീണ്ടും ഒരു I അല്ലേ. പിന്നെന്താ I into I എന്ന് പറഞ്ഞാ മൈനസ് I ആ വരിക, സോറി മൈനസ് 1 ആ വരിക. അതാ 1 1 കട്ട് ചെയ്ത് ബാക്കി താഴെ എന്താ വരുന്നത് 1 സ്ക്വയർ പ്ലസ് I സ്ക്വയർ അല്ലേ. 1 സ്ക്വയർ പ്ലസ് I 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത് നോക്കടാ 2I ഡിവൈഡഡ് ബൈ 2I ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ. 2I ഡിവൈഡഡ് ബൈ 2 വരും. ഇനി അടുത്ത് നോക്ക, യെസ് 2I ഡിവൈഡഡ് ബൈ I വരും ഈസ് ഈക്വൽ ടു എന്ത് 2 ഉം 2 കട്ട് ചെയ്ത I വന്നു. I റൈസ് ടു 75 എന്ന് പറഞ്ഞാൽ എന്താടാ, ഇതെന്താ 72 I റൈസ് ടു 72 പ്ലസ് 3 അല്ലേ. I റൈസ് ടു 72 എന്ന് പറഞ്ഞാൽ എന്താ, I റൈസ് ടു 72 എന്ന് പറഞ്ഞാൽ എന്താണ് 1 തന്നെയാ. 1 into I ക്യൂബ്, I ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് I ആ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് നോക്കുക, രണ്ടാമത്തത് 1 minus I ഡിവൈഡഡ് ബൈ 1 plus I ഇൻറ്റു നോക്ക് 1 minus I ഡിവൈഡഡ് ബൈ 1 minus I ഈസ് ഈക്വൽ ടു എന്താ വരും നോക്ക് 1 into 1 1, ഇനി 1 into മൈനസ് I വീണ്ടും ഒരു മൈനസ് I, പിന്നെ മൈനസ് I into മൈനസ് I എന്ന് പറഞ്ഞാൽ I സ്ക്വയർ വരും. അപ്പൊ മൈനസ് 1 വന്നു, ഇത് രണ്ടും കട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ എന്താ വരിക 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരിക മൈനസ് 2I ഡിവൈഡഡ് ബൈ എന്താ വരും നോക്കടാ 2. അപ്പൊ 2 കട്ട് ചെയ്താൽ ഈസ് ഈക്വൽ എന്ത് വന്നു മൈനസ് I വന്നു അല്ലേ. സോറി യെസ് മൈനസ് I വന്നു. ഇനി മൈനസ് I നമ്മൾ പറഞ്ഞത് മൈനസ് I റേസ് ടു 75 ആ പറഞ്ഞല്ലേ ഈസ് ഈക്വൽ ടു എന്താടാ മൈനസ് 1 റേസ് ടു 75 ഇൻറ്റു I റേസ് ടു 75 ആ അല്ലേ. ഇതിനെ ബാക്കി മോളിൽ എഴുതാനേ നോക്ക, ആ മൈനസ് I റേസ് 75 ഇത് ഓഡ് ആയതുകൊണ്ട് എന്താ മൈനസ് 1 തന്നെയാ. മൈനസ് 1 ഇൻറ്റു നോക്ക I റേസ് ടു എന്താ വരും നോക്ക I റേസ് ടു 75. I റേസ് 75 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാൽ എന്താ മൈനസ് I ആ ഈസ് ഈക്വൽ ടു മൈനസ് 1 into മൈനസ് I എന്നതാ I ആ വരുന്നത് അല്ലേ. ഓക്കെ, ഇതെന്താ I ആണ്. നോക്ക ഇവിടെ ഇതെന്താ സംഭവം മൈനസ് I ആണ്. ഇനി മൈനസ് ഓഫ് മൈനസ് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു I ഉണ്ട്. അപ്പൊ ഈസ് ഈക്വൽ എന്താണ് മൈനസ് 2I ആണല്ലേ. ഇതല്ല നമ്മൾ കണ്ടുപിടിക്കുക, ഇതിന്റെ മോഡുലസ് ആ പറഞ്ഞത്. അപ്പൊ എന്താ റൂട്ട് ഓഫ് നോക്ക് റിയൽ പാർട്ട് ഒന്നുമില്ല അല്ലെ. 0 സ്ക്വയർ പ്ലസ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആ വരുന്നത് ഈസ് ഈക്വൽ ടു എന്താ വരിക റൂട്ട് 2 സ്ക്വയർ റൂട്ട് 4. അപ്പൊ 2 തന്നെയായിരിക്കും. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പോ നമ്മൾ 60 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് റൈസിലെ ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു. ഇപ്പോൾ റൈസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റൈസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റൈസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റൈസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.
ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസ്. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ. ഹായ് മക്കളെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 61 ഓൺവേർഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 61 നോക്കൂ. Z1 ആൻഡ് Z2 ആർ ടു ഡിഫറെന്റ് കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് മോഡ് Z2 = 1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്നൊരു Z2 നമുക്ക് കോമൺ ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോഡുലസിന്റെ ഉള്ളിൽ നിന്ന് Z2 കോമൺ ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 1/Z2 ഓക്കെ മൈനസ് Z1 കോൺജുഗേറ്റ് എന്ന് വരും. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? Z1 മൈനസ് Z2 എന്നുണ്ട്. ശരിയല്ലേ? ഈ മോഡ് Z2 ഈ മോഡുലസിന്റെ ഉള്ളിലുള്ള Z2 നമുക്ക് പുറത്തേക്ക് എടുത്താൽ മോഡ് Z2 ആ മോഡുലസ് Z2 എന്ന് പറയുന്നത് നമുക്ക് എന്താ തന്നിട്ടുണ്ട്? മോഡ് Z2 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1/Z2 എന്താണ്? 1/Z2 എന്ന് പറയുന്നത് മോഡ് എന്തായാലും നമുക്ക് Z2 കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Z2 കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ മോഡ് Z2 സ്ക്വയർ വരും. ദിസ് ആക്ച്വലി 1 ആണ്. ശരിയല്ലേ? അപ്പോൾ ആക്ച്വലി എന്താ കിട്ടുക? ഇഫക്റ്റീവ്ലി നമുക്ക് മോഡ് Z2 കോൺജുഗേറ്റ് Z2 കോൺജുഗേറ്റ് ആണ് കിട്ടുക. സോ ആക്ച്വലി ഇത് തമ്മിൽ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. ഇതിന്റെ വാല്യൂ ആണെങ്കിൽ മോഡുലസ് വാല്യൂ 1 ആണ്. സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി എന്ത് കിട്ടുക? 1 ആണ്. സോ ഓപ്ഷൻ ഇ ആണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ, 61ന്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 3 കോംപ്ലക്സ് നമ്പറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെർട്ടീസസ് ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് എന്നുള്ള വേർഡ്സ് നോട്ട് ചെയ്യണം. ഓക്കെ, വിച്ച് ഈസ് റൈറ്റ് ആംഗിൾ അറ്റ് -1,x എന്ന് പറയാം നമുക്ക്. അപ്പൊ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ജസ്റ്റ് വരച്ചാൽ മതി. ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. അതിലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്ന ഭാഗത്ത് ആ വെർട്ടെക്സിന് നമുക്ക് -1,x എന്ന് എടുക്കണം. ഓക്കെ, -1,x. പിന്നെ ബാക്കിയുള്ളത് എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇപ്പം -1,7 ആണെങ്കിൽ ഇവിടെ നമുക്ക് 3,3 എന്ന് എടുക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. സോ വി ഹാവ് ടു അപ്ലൈ ഇൻ ദ ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് കിട്ടും. അതായത് x-7 ദി ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ വരുന്നത് -1 അത് 0 ആയി അല്ലേ? 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ x-3 ദ ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ വരുന്നത് 3 - 1 ഹോൾ സ്ക്വയർ അതായത് 4² 16 വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് x² ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള എന്താ കിട്ടുക? -14x ഉണ്ടാവും പ്ലസ് 49 ഉണ്ടാവും. ഓക്കെ, ഇവിടെയാണെങ്കിൽ x² ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് -6x ഉണ്ടാവും. റൈറ്റ്, -6x പ്ലസ് 9 ഉണ്ടാവും പ്ലസ് 16 ഉണ്ടാവും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുമെന്നറിയോ? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2x = 3x = 24. ഇതിന് ആൻസർ നോക്കാം. ജസ്റ്റ് ട്രൈ. ഇത് എത്ര കിട്ടും നോക്കിയേ? -14x പ്ലസ് 6x വരും. -14x പ്ലസ് 6x = 9 + 16 25 -49 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? ഇവിടെ ആക്ച്വലി -6 + 8 14. സോ -8x = അവിടെ കിട്ടുന്ന ആൻസർ -24 എന്ന് കിട്ടും. സോ x = 3 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ 62ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. എക്സിന്റെ വാല്യൂ ഓപ്ഷൻ ബി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 63 വളരെ എളുപ്പമുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സം ഓഫ് ദി ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദി സീരീസ്. സം ഓഫ് ദി ഫസ്റ്റ് 24 ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് S24 കണ്ടുപിടിച്ചാൽ മതി. സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് എന്ന് പറഞ്ഞാൽ S24 ദറ്റ് ഈസ് n/2 × 2a. ഇത് ശരിക്കും എന്ത് സീക്വൻസ് ആണെന്ന് മനസ്സിലാക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാര്യം എന്താണ്? ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9 + 4 13 ആണ്. ഇവിടെ ഡിഫറൻസ് 4 ആണ്. ഇവിടെ ഡിഫറൻസ് 4 ആണ്. 13 + 4 is 17.
ബട്ട് കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അത് എരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് 24 ടൈംസിൻ്റെ സമ്മ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 24/2 ഇൻറ്റു 2a 2 ഇൻറ്റു 9 പ്ലസ് എന്താ കിട്ടുക n-2a പ്ലസ് n-1 ഇൻറ്റു d, അതായത് 23 ഇൻറ്റു d എന്ന് കിട്ടും. ഓക്കെ, d എന്ന് പറയുന്നത് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 13 - 9 ഇറ്റ് ഈസ് 4. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻറ്റു ബ്രാക്കറ്റിൽ നമുക്ക് 9 ഇൻറ്റു 2 എത്ര കിട്ടി? 18 കിട്ടി. പ്ലസ് എത്ര കിട്ടും? 4 3s are 12, 1 4 2s are 92 കിട്ടും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 12 ഇൻറ്റു ഇത് എത്ര കിട്ടും? 110 എന്ന് കിട്ടും അല്ലേ? ജസ്റ്റ് മൾട്ടിപ്ലൈ വിൽ ഗെറ്റ് ദ ആൻസർ. സോ 63 ഓപ്ഷൻ ആൻസർ ഈസ് ഓർ ഡി. You'll get 1320 is the answer. Just multiply, you will get the answer. Okay. So 63 answer എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 64 നോക്കൂ, മറ്റൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ AP there are 18 terms and the last 3 terms of the AP നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് 3 ടേംസ് തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ടേംസുകളിൽ നമുക്ക് ലാസ്റ്റ് 3 ടേംസ് ആണ് തന്നിട്ടുള്ളത്. ഏതാണ്? 67, 72, അടുത്തത് 77 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് 77, പിന്നെ വരുന്നത് 72, 67, അങ്ങനെ പോവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 18th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ക്വസ്റ്റ്യൻ എന്താണ്? 18th ടേം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 18th ടേം കാണാനുള്ള ഫോർമുല എന്താണ്? A18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പ്ലസ് 18 - 1, അതായത് 17 ഇൻറ്റു ഡി ആണ്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഇവിടെ എന്താണ്? 77 ആണ്. പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ് ഈ സീക്വൻസിൽ? 77 ആണ്. ഓക്കെ, പ്ലസ് 17 ഇൻറ്റു ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ 72 നിന്ന് 77 കുറയ്ക്കണം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി -5. സോ 77 നിന്ന് ഇത് കുറയ്ക്കുക കേട്ടോ. ഇപ്പോൾ എത്ര കിട്ടും നോക്കിയാൽ? -85 കിട്ടും. സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി എത്ര കിട്ടും? ആൻസർ -8 എന്നല്ല കിട്ടുക. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. 64ൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ജസ്റ്റ് 77 - 85 is the answer. So let's go to the next question. It is question number 65. If the first term of a GP is 3 and the sum of the second term and the third term is 60. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് a is equal to 3 ആണ്. ഓക്കെ, സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് തേർഡ് ടേം 60 ആണ്. അപ്പോൾ GP യിലാണ് പറയുന്നത്. സം ഓഫ് ദി സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം AR, തേർഡ് ടേം AR സ്ക്വയർ, സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം ഈസ് 60 ആണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 60. ഓക്കെ, നൗ വി ഹാവ് ടു പുട്ട് ദ വാല്യൂ ഓഫ് a, or you can take a common. So a is common, so 3 is common. R plus R square is equal to 60 ആണ്. So we can simplify it. You will get answer എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? അപ്പോൾ R square പ്ലസ് R മൈനസ് 20 is equal to 0 എന്ന് കിട്ടും. So we can factorize it. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കൂ? R plus 5 ഇൻറ്റു R minus 4 എന്ന് എഴുതിയാൽ ശരിയാവില്ലേ? That is equal to 0 because 5 plus minus 4 is 1 and 5 into minus 4 is -20. So the answer is going to be R is equal to -5 and 4. -5 or 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് വരിക. സോ 65 ആൻസർ ഈസ് ഡി. ഓൾ റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 66 നോക്കൂ. ഇഫ് ദി nth ടേം ഓഫ് എ സീരീസ് ഈസ് n plus -1 raised to n - 1. ഓക്കെ, n varies from or n is equal to 1 2 3 etc. Then the sum of first 40 terms of the series. ഓക്കെ, 40 ടേംസുകളുടെ സമ്മാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ആക്ച്വലി ഇത് സമ്മേഷൻ ആണ് എടുക്കേണ്ടത് അല്ലേ? nth ടേം ഈസ് ഗിവൺ, വി ഹാവ് ടു ഫൈൻഡ് ദ സമ്മേഷൻ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സീക്വൻസ് എഴുതണ്ട, നേരിട്ട് സം ചെയ്താൽ മതി. സിഗ്മ n പ്ലസ് സിഗ്മ -1 ടു ദി പവർ n - 1 ആണ്. n വേരീസ് ഫ്രം 1 2 3 etc. ഓക്കെ, അപ് ടു 40 ആണ്. സോ അപ് ടു 40 ആണെങ്കിൽ ഇതിൻ്റെ ഫോർമുല നോക്കി n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല നമ്മൾ എഴുതുന്നു. പക്ഷെ ഇവിടെ n നമ്മൾ 40 കൊടുത്താൽ മതി. ഓക്കെ, പ്ലസ് ഇവിടെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മക്കളെ -1 +1 -1 +1 എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ് ടു എത്രയാണ്? 40 ടേംസുകൾ ഉണ്ടാവും ഇവിടെ. 40 ടേംസ് എന്ന് പറയുമ്പോൾ എല്ലാം ക്യാൻസൽ ആയി പോയിട്ട് ദിസ് ഇസ് 0. ഓക്കെ, പിന്നെ ആകെയുള്ളത് n n + 1/2 ആണ്. സോ n നമ്മൾ 40 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടുക? 40 ഇൻറ്റു 41 ഡിവൈഡ് ബൈ 2 കിട്ടും. സോ ദിസ് ആൻസർ ഈസ് 20. 20 ഇൻറ്റു 40 ഇവിടെ എത്ര കിട്ടും? 280. 820 എന്നുള്ള ആൻസർ ഉണ്ടെന്ന് നോക്കിയാൽ ഓപ്ഷൻ ബി. 66ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത നോക്ക് ക്വസ്റ്റ്യൻ നമ്പർ 67 നോക്ക്. ദി 11th ടേം ഓഫ് ദി ജോമെട്രിക് സീരീസ് ഈസ് ഗിവൺ. ഓക്കെ, 11th ടേം ആണ്, സോറി 11th ടേം ഗിവൺ അല്ല, 11th ടേം കണ്ടുപിടിക്കണം നമുക്ക്. 11th ടേം ഓഫ് ദി ജോമെട്രിക് സീരീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ സീരീസ് ഇതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ -2 എത്ര കിട്ടും? 1 ആണ്. സോ ഫസ്റ്റ് ടേം 2 എന്ന് കിട്ടി. നമുക്ക് ആ സീരീസ് അങ്ങ് സം ചെയ്യാം. സിഗ്മ അല്ലേ? സോ 2 പ്ലസ് ആറിന് നമ്മൾ 1 കൊടുക്കുന്ന സമയത്ത് ആൻസർ -4 കിട്ടും. പ്ലസ് ആറിന് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 4 × 2 8 +2 കിട്ടും.
നെക്സ്റ്റ് നമുക്ക് അങ്ങനെ നെഗറ്റീവ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ 11th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 11th ടേം ഇസ് വെരി സിമ്പിൾ. A11 എന്ന് പറഞ്ഞാൽ എന്താ, a into r⁻10 ആണ്. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 2 ആണ്. r എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലേ, -2⁻10 ആണ്. So this is going to be 2 into -2⁻10 effectively positive 2⁻10 ആണ്. It is going to be 1024. This answer is going to be 8. Okay, 402. 2048 is the answer. Okay, 2048 option C is correct. Clear അല്ലേ? So 67 ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓൾ റൈറ്റ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 68 ആണ്. നോക്കിക്കേ, SN എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ a1 + a2 + a3 + etc. ഓക്കെ, SN be the sum of the എന്താണ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീരീസ് a1 + etc. a2 + etc. ആണ്. SN is given n² + 4n. then the nth term an is നമുക്ക് nth ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. S1 എന്ന് പറഞ്ഞാൽ 1² + 4 × 1 ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 5. ദിസ് ഈസ് നത്തിങ് ബട്ട് ഫസ്റ്റ് ടേം, ശരിയല്ലേ. S2 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ്. n ന് 2 കൊടുത്താൽ 4 + 4 × 2 8. 8 + 4 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് a2 കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം 12 നിന്ന് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ a2 കിട്ടും. a2 എന്ന് പറയുന്നത് 12 - 5 ദാറ്റ് ഈസ് 7. അങ്ങനെയാണെങ്കിൽ നമുക്ക് an കണ്ടുപിടിക്കാൻ പറ്റും. an എന്ന് പറഞ്ഞാൽ എന്താണ്? a + n - 1 × d ആണ്. ഓൾ റൈറ്റ്, സോ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം 5 ആണ്. പ്ലസ് n - 1 × d. d എന്ന് പറയുന്നത് 7 ആണ്. സോ ദിസ് ആൻസർ ഈസ് എന്താ കിട്ടുക? സോറി, നമുക്കിവിടെ d കണ്ടുപിടിക്കണം അല്ലേ. d കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് d ഈസ് നോട്ട് എ 7. ജസ്റ്റ് എ മിനിറ്റ്. d എന്ന് പറഞ്ഞാൽ എത്ര വരിക? a2 നിന്ന് a1 കുറയ്ക്കണം അല്ലേ. 7 - 5 ആണ്. a2 ഓക്കെ 7 ആണ്. സോ d എന്ന് പറയുന്നത് എന്താണ്? d എന്ന് പറഞ്ഞാൽ a2 - a1 അല്ലേ. ദാറ്റ് ഈസ് 7 - 5 ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 2 ആണ്. സോ ഇവിടെ 2 വരും, ശരിയല്ലേ. സോ 5 + 2n - 2 എന്ന് വരും. ദിസ് ആൻസർ ഈസ് ഫൈനലി 2n + 3 എന്നാണ് വരിക. 2n + 3 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. സോ 68ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 69. ഓക്കെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Tn എന്ന് പറഞ്ഞാൽ Tn ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ nth ടേം ആണെന്ന് വിചാരിക്കരുത്. സം ഓഫ് ദി സം ടേംസ് ആണ്, n ടേംസ് ആണ്. Tn എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സം ഓഫ് ദി n ടേംസ് ആണ്. നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി സാധാരണ SN പകരം Tn തന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് T10 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ സമ്മേഷൻ എന്താണോ അതിൽ n നമ്മൾ T കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തന്നിട്ടുള്ള ഈ ഭാഗത്ത് നമുക്ക് n എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലിമിറ്റ് ആണ്. k ആണ് വേരി ചെയ്യുന്നത്. സോ Tn ക്യാൻ ബി റിട്ടൺ ആസ് 1/n ഇൻറ്റു ഈ k/n² ഉണ്ടല്ലോ, അതിൽ ഈ താഴത്തെ n² നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ 1/n² വരും. സോ ബാക്കിയുള്ളത് സിഗ്മ k വേരീസ് ഫ്രം 1 to n. ഇവിടെ എന്താ വരുന്നത്? 1 to n എന്ത് വരും? k² ആണ് വരിക, ശരിയല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1/n³ വന്നു. ഇൻറ്റു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആണ് വരിക. ദാറ്റ് ഈസ് n × n + 1 ഇൻറ്റു 2n + 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 6 വരും. ഓക്കെ, അതിലൊരു n ക്യാൻസൽ ചെയ്താൽ ഇവിടെ n² ഉണ്ടാവും. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് n = 10. സോ T10 എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരും? 1/10² വരും. ഇൻറ്റു 11 വരും. ബിക്കോസ് n + 1 is 11. 2n + 1 is 2 × 10. 20 + 1 21 എന്ന് വരും, ശരിയല്ലേ. ഡിവൈഡഡ് ബൈ 6 ഉണ്ട്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സോ വാട്ട് യു ഗെറ്റ് ഫൈനലി? ഒരു 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ ഒരു 7 വരും. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസർ 77 ഡിവൈഡഡ് ബൈ 10² is 100 ഇൻറ്റു 2 is 200 എന്ന് ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടെന്ന് നോക്കിയാൽ 77/200. സോ ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. സോ 69 ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഗോട്ട് ദ പോയിന്റ്? വളരെ ശ്രദ്ധിക്കണം. അവിടെ n എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലിമിറ്റ് ആണ് കേട്ടോ. അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. k² നമുക്ക് സിഗ്മ ഫോർമുല അപ്ലൈ ചെയ്യാം. അതിനുശേഷം എന്ത് കൊടുത്താൽ മതി? n ന് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആൻസർ 77/200 എന്നാണ് കിട്ടുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കാം. ദി നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കണ്ടെയ്നിങ് ഓൾ ദി 7 ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഓൾ റൈറ്റ് ദാറ്റ് ബിഗിൻസ് വിത്ത് LG ആണ്. സോ ഹൗ മെനി ലെറ്റർ വേർഡ്സ് ആർ ഗിവൺ? 7 ലെറ്റർ വേർഡ്സ് എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓൾ റൈറ്റ് എന്നുള്ള വേർഡിൽ നമുക്ക് LG തുടങ്ങുന്നത് വേണം. സോ എല്ലും ജിയും നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഇത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ 7 ലെറ്റേഴ്സിൽ 2 ലെറ്റേഴ്സിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 5 ലെറ്റേഴ്സിനെ ഈ പറയുന്ന സ്പേസുകളിൽ അറേഞ്ച് ചെയ്യണം. So that can be shuffled in many ways. How many ways we can do this job? 5 factorial ways. 5 factorial is going to be 120. So the answer is 120. It is a very simple question.
ഡയറക്റ്റ് NCERT ആണ്. 120 is the right answer. Okay. അപ്പോൾ 70യുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? അടുത്ത നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 71. This is also a good question. The number of numbers greater than 6,000 that can be formed from the digits 3, 5, 6, 7 and 9. So we are given 9 ഇവിടെ ഉണ്ടത്. പലപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ഈ 4 എണ്ണം എടുത്തു പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകും, തെറ്റിപ്പോകും ആൻസർ. അപ്പോൾ അവിടെ കറക്റ്റ് ഉണ്ട് എല്ലാ നമ്പേഴ്സും. 3, 5, 6, 7. ഇവിടെ 5 ആണ്. ഓക്കെ, 3, 5, 6, 7 ആൻഡ് 9 കൂടെയുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി 5 ഡിജിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മോർ ദാൻ 6,000 വരുന്ന നമ്പറുകളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഈ 6,000-നേക്കാളും വലിയ നമ്പറുകൾ, അതായത് 4 ഡിജിറ്റ് നമ്പറുകൾ ഫോം ചെയ്യുക. 4 ഡിജിറ്റ് 4 വേക്കൻറ്റ് പ്ലേസസ് ഇടുക. പക്ഷെ ശ്രദ്ധിക്കണം, 6,000-നേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് വേക്കൻറ്റ് പ്ലേസിൽ നമുക്ക് ഒന്നുകിൽ എന്ത് യൂസ് ചെയ്യാം? 6 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? 7 ഫസ്റ്റ് 6 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 7. ഓക്കെ, 7 യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ 9 യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ച്വലി 3 ടൈംസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും നമ്പർ. സോ 3 ടൈംസ് ഇൻറ്റു ബാക്കിയുള്ളതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും എന്നുള്ളത് നോക്കുക. ബാക്കിയുള്ള ഓക്കെ, ആദ്യം നമുക്ക് 4 ഡിജിറ്റ് നമ്പർ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. 4 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ ഫസ്റ്റ് വേക്കൻറ്റ് പ്ലേസിൽ നമുക്ക് 6 പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 നമ്പേഴ്സിന് ഈ പറയുന്ന 3 വേക്കൻറ്റ് സ്പേസുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1 ആണ്. ശരിയല്ലേ? 4 × 3 × 2 ആണ്. സോ 4 × 3 × 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 4 3s are 12 × 2 24 × 3. 3 × 24 ചെയ്ത് കഴിഞ്ഞാൽ 72 കിട്ടും. ശരിയല്ലേ? സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 72. സോ 72 ആൻസർ കിട്ടും. പക്ഷേ ഇത് മാത്രം പോരാ, മനസ്സിലായല്ലോ. കാര്യം ഇത് വെറും 4 ഡിജിറ്റ് ആണ്. ഇനി നമ്മൾ എടുക്കുന്നത് ഈ നമ്പറുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് നമ്പേഴ്സുകൾ ഫോം ചെയ്യാൻ പറ്റും ഗ്രേറ്റർ ദാൻ 6,000. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 5 ഡിജിറ്റ് നമ്പേഴ്സ്. സോ 1, 2, 3, 4, 5 സ്ലോട്ട്സുകളുണ്ട്. ഈ 5 സ്ലോട്ട്സുകളിൽ നമുക്ക് ഇവിടെ നോക്കൂ, ഇവിടെ ഏത് നമ്പർ എഴുതി കഴിഞ്ഞാലും, അതായത് 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറും 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറും 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും മോർ ദാൻ 6,000 ആയിരിക്കും എൻ്റർ നമ്പർ എന്ന് പറയുന്നത്. സോ ഇവിടെ മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റ് കണ്ടാൽ മതി. മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ആ നമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്താൽ മതി. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 5 ഫാക്ടോറിയൽ വേസ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 120. 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 120 അല്ലേ? അപ്പോൾ നോക്കൂ, 70 × 120 ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 120 + 72 എന്ന് പറയുന്ന സമയത്ത് 29192 എന്നുള്ള ആൻസർ ഉണ്ടെന്ന് നോക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരിക. ഓക്കെ, 71ൻ്റെ ആൻസർ സി 192 ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 72. Another very simple question. The number of subsets containing exactly 4 elements of the set. നമുക്ക് സബ്സെറ്റുകൾ ഫോം ചെയ്യണം. പക്ഷേ ആ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ സെറ്റാണല്ലോ, ആ സെറ്റിൽ എക്സാക്ട്ലി 4 എലമെന്റ്സേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു 4 എലമെന്റുകൾ എടുത്തിട്ട് ഈ സെറ്റിൽ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് 4 സ്പേസിൽ ആ എലമെന്റുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? 4 നമ്പേഴ്സ് ഉള്ള എലമെന്റ്സ് ഉള്ള സബ്സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേസിൽ ഇവിടുന്ന് 4 നമ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയും. അതാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇവിടെയുള്ള എത്ര നമ്പേഴ്സുകളുണ്ട്? മൊത്തം 9 നമ്പേഴ്സുകളുണ്ട് അല്ലേ? 2, 4, 6, 8, 10, 12, 14, 16, 18 എന്ന് പറയുന്ന 9 നമ്പേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സെറ്റ് കിട്ടും. സോ എത്ര വേസിൽ എടുക്കാൻ പറ്റും അത്രയും സബ്സെറ്റുകൾ കിട്ടും. സോ 9C4 is the answer. 9C4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 9 × 8 × 7 × 6 divided by 4, 3, 2, 1. കറക്റ്റ്? ഓക്കെ. സോ നമുക്ക് ഇവിടുന്ന് 3 2s are 6 and 6 cancel. 4 2s are 8 and you are getting 18 × 7. That is going to be എത്ര കിട്ടും മകളെ? 5 × 7, 7 + 5 is 12, 126. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 126. അപ്പോൾ 72 ആൻസർ ഓപ്ഷൻ എ ആണ്. 126 സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ കഴിയും. എക്സാക്ട്ലി 4 ആണ് കേട്ടോ. അവിടെ ചോദ്യം അനുസരിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 73 എന്ന് പറയുന്നത് നോക്കൂ, പെർമ്യൂട്ടേഷൻ എന്നുള്ള ചോദ്യമാണ്. 11PR = 7920. 11PR ആണ്. 11PR = 7920 and 11CR = 330 ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. NPR എന്ന് പറയുന്നത് NCR × R ഫാക്ടോറിയൽ ആണ്. ശരിയല്ലേ? അപ്പോൾ 11PR എന്ന് പറയുന്നത് എന്താണ്? 11CR × എന്താണ്? R ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് ഗിവൺ ടു ബി 7 എത്രയാണ്? 920 എന്ന് കിട്ടും. ശരിയല്ലേ? ആൻഡ് 11CR ഈസ് ഓൾറെഡി ഗിവൺ. 11CR ഈസ് ഗിവൺ ആസ് 330. ഓക്കെ, ജസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെ നോക്കുക, ഇത് 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് R ഫാക്ടോറിയൽ കിട്ടും. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പറേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ദിസ് ഈസ് ഗോയിങ് ടു ബി, ഐ തിങ്ക് ഇറ്റ് ഈസ് 24. യു ക്യാൻ ഡു ദിസ്. ഓക്കെ,
24 into 33 ചെയ്ത് നോക്കിയാൽ മതി. Or you simplify, you'll get 24. 24 is nothing but 4 factorial. So r factorial is equal to 4 factorial. Just compare r is equal to 4. So the answer is option C. 4 is the right answer. Okay, so 73 യുടെ ആൻസർ എത്രയാണ്? C ആണ്. Clear അല്ലേ? Okay, next question number 74. Another question from binomial. See, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 2y സ്ക്വയർ ഓൾ റൈസ് ടു 9 then the coefficient of x raised to 6 y raised to 6. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ജനറൽ ടേം എന്ന് പറയുന്നത് എന്താണ്? NCR ആണ്. NCR ഫസ്റ്റ് ടേം റേസ് ടു 9 മൈനസ് ആർ ആൻഡ് സെക്കൻഡ് ടേം ഈസ് 2y മൈനസ് 2y സ്ക്വയർ then ഓൾ റേസ് ടു r ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് എക്സിന്റെ പവർ 6 ആണ്. സോ 9 മൈനസ് ആർ ഇസ് ഈക്വൽ ടു 6 ആണ്. സോ r ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ആൻസർ ആയില്ലേ? 9C3 അല്ലേ? പിന്നെ വരുന്നത് x റേസ് ടു 6 ആണ്, y റേസ് ടു 6 ആണ്. റൈറ്റ് റൈറ്റ് ഇതിന് പിന്നെ വരുന്നത് -2 റേസ് ടു എത്ര വരുന്നുണ്ട്? 3 വരുന്നുണ്ട്. അപ്പോൾ 9C3 എത്രയാണ് നോക്കാം. 9 ഇൻറ്റു എത്ര വരും? 8 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 321. ഓക്കെ, 321 ഇൻറ്റു -2 ക്യൂബ് ഈസ് -8. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. 3 3s are 9, 3 ഇവിടെയുണ്ട്, 2 and 8 we can cancel 4, 3 4s are 12, 12 into 7 എത്ര കിട്ടും? 72, 72 into 8. ഓക്കെ, സോ -72 into 8 ചെയ്താൽ മതി. സോ യുൽ ഗെറ്റ് ദ ആൻസർ. എത്ര കിട്ടും? 500 and just check it. നോക്കൂ, 3 4s are 12, 12 into 7 എന്ന് പറയുമ്പം എത്ര കിട്ടും? 12 into 7 എന്ന് പറയുമ്പം നോക്കുക, ജസ്റ്റ് 12 into 7 what you get finally? 84, right? 84 into 8 ചെയ്താൽ മതി. ഓക്കെ, എത്ര കിട്ടും? 8 4s are 32, 3 റിമൈൻഡർ, 8 into 8 64 plus 3 67 മൈനസ് ഉണ്ടാവും, -672. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരിക 74ന്റെ ആൻസർ. ക്ലിയർ അല്ലേ? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല അവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 75. ഇവിടെയുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. 3 + x all raised to 10 ഒരു സീരീസ് ഓഫ് എക്സ്പാൻഷൻ തന്നിട്ടുണ്ട് നമുക്ക്. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് a0 + a1 + a2 + എക്സെട്ര അപ് ടു a10 വരെയുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെയുള്ള കോൺസ്റ്റന്റുകൾ നോക്കൂ. a0 ഒരു കോൺസ്റ്റന്റ് അല്ലേ? യെസ്, a0 കോൺസ്റ്റന്റ് ആണ്. a1 into 1 എന്ന് പറഞ്ഞാൽ a1 ഒരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഈ 1 + x all square എക്സ്പാൻഡ് ചെയ്താൽ ആകെ ആ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന കോൺസ്റ്റന്റ് 1 മാത്രമാണ്. അപ്പോൾ ഈ 1 + x all raised to n നാച്ചുറൽ നമ്പറിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് 1 മാത്രമേ കോൺസ്റ്റന്റ് ഉണ്ടാവൂ, ബാക്കിയൊക്കെ എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസുകളായിരിക്കും. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആയിട്ട് a2 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് a10 ആണ് കോൺസ്റ്റന്റ് വരിക. ബാക്കിയുള്ള ടേംസുകളൊന്നും ടേംസിലൊക്കെ എന്തുണ്ടാവും? എക്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കോൺസ്റ്റന്റ് 3 raised to 10 ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാ ടേമിലും എക്സ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ സം എന്ന് പറയുന്നത് 3 raised to 10 ആണ്. ഇത് ഡയറക്റ്റ് ആൻസർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിന് 0 എന്ന് കൊടുത്താൽ ആൻസർ കിട്ടും. എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബോത്ത് സൈഡ് സം ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എനിവേ ആൻസർ ഈസ് 3 raised to 10 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരിക. 75ന്റെ ഓപ്ഷൻ എന്താണ്? സി ആണ് വരിക. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ. NC5 + NC6 is equal to 51C6 ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. NCR + NC(r-1) is equal to n+1 CR നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 51. എന്താണ്? 51C6 ആണ്. സോ n+1 is nothing but 51. സോ n is going to be 50. ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ? ആൻസർ ബി ആണ്, 50 ആണ്. ഓക്കെ, 76ന്റെ ആൻസർ എന്താണ്? ബി ആണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കൂ. 77 ആണ്. മെട്രിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് എ തന്നിട്ടുണ്ട്, എ ബി പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ബി ട്രാൻസ്പോസ് ആണ്. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എ ബിൻ്റെ അവിടെ നമ്മൾ ഡിറ്റർമിനൻ്റ് അങ്ങ് എടുക്കുക. ഡിറ്റർമിനൻ്റ് എ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ദി റൈറ്റ് മാട്രിക്സ്, റൈറ്റ് ഹാൻഡ് സൈഡ് മാട്രിക്സ്. ഓക്കെ, -5 41 5 -13 എന്ന് കിട്ടും. ഡിറ്റർമിനൻ്റ് എ ബിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് അതിനെ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്ന് എഴുതാം. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വന്നു. 5 3s are 15, 1 5 65 എന്ന് കിട്ടി. ശരിയല്ലേ? -5 5 4s are 20 ഇങ്ങനെ കിട്ടി. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഇത് -140 എന്ന് കിട്ടും. ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ ഇവിടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് എ വാല്യൂ വിൽ ബി -6 -10 എന്ന് കിട്ടും. സോ -10 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്ന് പറയുന്നത് -140 ആണ്. സോ ഇമ്മീഡിയറ്റ്ലി ബി ഈസ് ഈക്വൽ ടു 14 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. 77ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അനദർ ക്വസ്റ്റ്യൻ. ഡിറ്റർമിനൻ്റ് എ ഈസ് ഗിവൺ, ഐ തിങ്ക് ഇറ്റ് ഈസ് മെട്രിക്സ്. എ ഈസ് ഗിവൺ ആസ് എ മെട്രിക്സ് ആൻഡ് ബി ഈസ് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആൻഡ് ഡിറ്റർമിനൻ്റ് ബി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്താണ്? ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു
അഡ്ജി എയും തന്നിട്ടുണ്ട്, അഡ്ജോയിന്റ് ഓഫ് എയും തന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡും ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് എ റേസ് ടു അതിന്റെ ഓർഡർ വരും 3. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിറ്റർമിനന്റ് എ റേസ് ടു n-1, അതായത് 2 വരും. ഇത് എഫക്റ്റീവ്ലി നമുക്ക് തരുന്നത് ഡിറ്റർമിനന്റ് എ റേസ് ടു 5 ആണ്. And determine the A value you can calculate from here, and then you substitute, you will get the answer. Okay, so what is the determined A value? നമുക്ക് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 2 into 3, that's all. Minus 1 into, yes, 3 plus 1, that is 4. Then minus 2 into, what will be the answer? 0 minus 1, so it is going to be minus 1. So 6 minus 4 plus 2, so 8 minus 4 is nothing but 4. So this value is going to be 4 raised to 5. 4 raised to 5 means 2 square all raised to 5, that is 2 raised to 10. It is going to be 1024. So the answer is 1024. Option D is correct. അപ്പോൾ 78 ആൻസർ എന്താണ്? D ആണ്. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദി വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ദി ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. എക്സ് ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ 2 മൈനസ് 2 പ്ലസ് എക്സ് വരും, ശരിയല്ലേ? മൈനസ് 4 ഇൻറ്റു മിഡിൽ കോളം ഫസ്റ്റ് റോ ലീവ് ചെയ്താൽ 2 പ്ലസ് എക്സ് വരും. ഓക്കെ, നൗ തേർഡ് ടേം 0 ആയിപ്പോയി, ആൻഡ് ഈക്വൽ ടു 0 ആണ്. Now you take a 2 plus x common, then we'll have x minus 4, that is going to be 0. Immediately x equal to minus 2, x equal to 4 is the solution. അപ്പോൾ നമുക്ക് minus 2 minus positive 4, minus 2 positive 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ഇ ആണ് വരിക ആൻസർ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഇ. ഓക്കെ, 79 ആൻസർ ഇ ആണ് വരിക. കറക്റ്റ് അല്ലേ? റൈറ്റ്. അടുത്ത് നോക്കിയേ 80, ക്വസ്റ്റ്യൻ നമ്പർ 80 നോക്കാം. നമുക്ക് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ ബി കണ്ടുപിടിക്കണം. അപ്പോൾ എ ബി കാണാൻ വളരെ എളുപ്പമാണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്? 2 0 6 ആണ്. ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് നോക്കൂ, 3 5 7 മൈനസ് 2 6 6 ആണ്. ഇതിലൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? എയുടെ ഓർഡർ എന്ന് പറയുന്നത് 1 റോ 3 കോളംസ് ആണ്, സോ 1/3 ആണ്. അതേസമയത്ത് അടുത്ത ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് 3 റോസ് ആൻഡ് 2 കോളംസ് ആണ്, സോ 3/2 ആണ്. സോ ഫൈനലി വി ആർ ഗെറ്റിംഗ് 1/2 മെട്രിക്സ്. 1/2 മെട്രിക്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, 3 into 2 അല്ലേ 6 കിട്ടും, പ്ലസ് 0 കിട്ടും, പ്ലസ് 36 കിട്ടും, റൈറ്റ്. അടുത്തത് നമുക്ക് വരുന്നത് 5 2s are 10 പ്ലസ് 0 പ്ലസ് 36 എന്നാണ് കിട്ടുക. സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി 42 ആൻഡ് ദെൻ ഐ തിങ്ക് ഇറ്റ് ഈസ് 46, കറക്റ്റ്. 42 46 എന്നുള്ള ആൻസർ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. 42 46 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. ഓക്കെ, 80യുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എ ഇസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ആൻഡ് ഇഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു തന്നിട്ടുണ്ട്. അഡ്ജോയിന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അഡ്ജോയിന്റ്, ദെൻ അഡ്ജോയിന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കി, അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഓക്കെ, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അത് നമുക്ക് എഴുതാം ആദ്യം. എ ഇൻവേഴ്സ് എഴുതാം. വാട്ട് ഈസ് എ ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. സോ വാട്ട് ഈസ് അഡ്ജോയിന്റ് ഓഫ് എ? ഫ്രം ഹിയർ അഡ്ജോയിന്റ് ഓഫ് എ ഈസ് ഈക്വൽ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. നൗ ഐ സപ്പോസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. സോ അഡ്ജോയിന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ and then multiplied by a inverse. So what is actually a inverse? It is given to be 1/2 into minus 10 minus 4 2 1. ശരിയല്ലേ? Now what is the determinant a actually? Determinant a എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്നറിയോ? ഇതിന്റെ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അല്ലേ ഇത്. അപ്പോൾ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എടുത്താൽ മതി. സോ ഡിറ്റർമിനന്റ് എ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ you will get the answer as, what is the answer? You will get the answer as -2. Okay, determinant a will be -2. So -2 into 1/2, then 2 2 will cancel and this matrix will remain. So 10 minus 4 and 2 1. So finally we are getting the matrix as positive 10, positive 4, -2 and -1. Okay. So what is the answer? 10 4 -2 -1 ആണ്. 10 4 -2 -1. I think the option is option B. 81 answer എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് 82 നോക്കുക. ഓക്കെ, റൈറ്റ്. സൈൻ ആൽഫ, ഈ ഡിറ്റർമിനന്റ് ആൻസർ എന്ന് പറയുന്നത് സി സൈൻ ആൽഫ. അപ്പൊ ഞാൻ ആ സൈൻ ആൽഫ അങ്ങനെ തന്നെ എഴുതി. ഈ കോസ് ഓഫ് ഇങ്ങനെ വരുന്ന മിക്കവാറും ഡിറ്റർമിനന്റ് ആൻസർ നോ ഡൗട്ട് ആൻസർ ഇസ് 0. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചെയ്യാം, നോക്കാം. കോസ് ഓഫ് ആൽഫ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് എ പ്ലസ് ബി ഫോർമുല യൂസ് ചെയ്താൽ കോസ് എ കോസ് ബി മൈനസ് ആണ് വരിക, സൈൻ എ സൈൻ ബി, സൈൻ ആൽഫ സൈൻ തീറ്റ ആണ് വരിക. ഓക്കെ, അതുപോലെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ കോസ് ആൽഫയാണ്. ആൻഡ് സെക്കൻഡ് റോ സൈൻ ബീറ്റ, ഹിയർ ഇറ്റ് ഈസ് കോസ് ബീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ ബീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് എലമെന്റ് ഈസ് കോസ് ബീറ്റ.
And the third row is sin gamma cos of theta minus sin of theta and finally cos gamma എന്നുണ്ടാവും. ശരിയല്ലേ? അപ്പം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. C2 changes to C2 എന്ന് പറയുന്ന സെക്കൻഡ് കോളത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. C2 changes to C2നെ നമുക്ക് C2 പ്ലസ് എന്ത് ചെയ്യണം? നോക്കൂ, പ്ലസ് ഇവിടെ സൈൻ ആൽഫ ഉണ്ട്, മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വന്നാൽ മതി? ഒരു സൈൻ തീറ്റ വരണം. സോ C1 സൈൻ തീറ്റ ചെയ്യുക. അതേസമയം മൈനസ് ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇതിന് എന്ത് ചെയ്യണം? മൈനസ് ഈ കോസ് ആൽഫ ഇവിടെ ഉണ്ട്, പോസിറ്റീവ് കോസ് ആൽഫ ഉണ്ട്. അപ്പോൾ ഒരു കോസ് തീറ്റ അഡീഷണലി വരണം. അത് കോസ് ആൽഫ ഉള്ളത് തേർഡ് കോളത്തിലാണ്. സോ മൈനസ് എന്ത് ചെയ്യണം എന്നറിയോ? C3 ഇൻറ്റു കോസ് ആൽഫ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മിഡിൽ കംപ്ലീറ്റ് ടേംസ് എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. മിഡിൽ കംപ്ലീറ്റ് 0 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ് കിട്ടുക? 0 എന്നാണ് കിട്ടുക. അതാണ് ഇതിൻ്റെ ആൻസർ. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കൂ. 83 ഫ്രം ലീനിയർ ഇൻഇക്വാലിറ്റി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പോസിറ്റീവ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദർ ഇസ് നോ ചേഞ്ച് ഓഫ് ഇൻഇക്വാലിറ്റി. -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x + 2 ലെസ് ദാൻ. സ്ട്രിക്ട്ലി ലെസ് ആണ് അവിടെ, ശ്രദ്ധിക്കണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 14 എന്ന് കിട്ടും. 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ -6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x ലെസ് ദാൻ 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 എന്ന് കിട്ടും. ഒരു പോസിറ്റീവ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 6 എന്ന് കിട്ടും. ഇതാണ് ആൻസർ വരിക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ x സച്ച് ദാറ്റ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 6 ആണ് വരേണ്ടത്. സോ ആൻസർ ഓപ്ഷൻ ഇ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് നോക്കിക്കേ, ഇ അല്ലേ കറക്റ്റ് വരിക. 83 ഓപ്ഷൻ ഈസ് ഇ, റൈറ്റ്? 83 ഓപ്ഷൻ, ലെറ്റ് മി ചെക്ക്. നോക്കട്ടെ, -2 ലെസ് ദാൻ ഈക്വൽ ടു 3x + 2 ഡിവൈഡ് ബൈ 2 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 കിട്ടും. 3x + 2 ലെസ് ദാൻ 14 വരും. അടുത്തത് -2 ചെയ്യുന്ന സമയത്ത് -4 -2 എത്ര കിട്ടും? -6 ലെസ് ദാൻ ഈക്വൽ ടു 3x ലെസ് ദാൻ 12 - 2 എന്ന് പറയുമ്പോൾ 14 - 2 എത്ര കിട്ടും? 12 കിട്ടും. 3 കൊണ്ട് ഡിവൈഡ്, ഇവിടെ 4 ആണ് വരിക, കറക്റ്റ്. 12/3 4 വരും, ശരിയല്ലേ? 12/3 4 വരും. സോ 4 വരുന്ന സമയത്ത് ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ആണ് വരിക. ആൻസർ -2 ലെസ് ദാൻ ഈക്വൽ x ലെസ് ദാൻ 4 ആണ് വരിക. ഓപ്ഷൻ സി ഇസ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സാറ്റിസ്ഫൈങ് ദി ഇനീക്വാലിറ്റി mod 3x + 4 ലെസ് ദാൻ ഈക്വൽ ടു 7 ആണ്. സോ mod 3x + 4 ലെസ് ദാൻ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x + 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു +7 എന്ന് എഴുതാം ബൈ ദി പ്രോപ്പർട്ടി ഓഫ് മോഡുലസ്. 4 എല്ലാ സ്ഥലത്തു നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുമെന്നറിയോ? 7 - 4 എന്ന് പറയുമ്പോൾ -11 ലെസ് ദാൻ ഈക്വൽ ടു 3x ലെസ് ദാൻ ഈക്വൽ ടു 7 - 4 is 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -11/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ x എലമെന്റ് ഓഫ് ക്ലോസ്ഡ് -11/3, 1 എന്ന് കിട്ടും. സോ ക്ലോസ്ഡ് -11/3, 1 എന്ന് പറയുന്നത് ആൻസർ സി ആണ്. സോ 84ന്റെ ആൻസർ എന്താണ് വരിക? സി ആണ് വരിക. ഓക്കെ, ക്ലിയർ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 85 നോക്കാം. 85ന്റെ നോക്കിക്കേ, ഇവിടെ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. മോഡുലസ് ഓഫ് a + 3x is less than or equal to 6 ആണ്. ഇവിടെ അതേ നമ്മൾ ഐഡിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മോഡുലസിന്റെ പ്രോപ്പർട്ടി -6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a + 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? +6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് a അങ്ങ് മൈനസ് ചെയ്യും. സോ -6 - a ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ 3x കിട്ടി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 - a എന്ന് കിട്ടി. നമ്മളൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -6 - a ഡിവൈഡഡ് ബൈ 3 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 6 - a ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. ഈ രണ്ട് എൻഡ് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് -8/3, ഒന്ന് 4/3. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം, ഏതെടുത്താൽ ആൻസർ സെയിം ആണ് കിട്ടുക. 6 - a ഡിവൈഡ് ബൈ 3 ഞാൻ ഈ എൻഡിലെ നമ്പർ ആകുമ്പോൾ ഈ എൻഡിലെ നമ്പർ എടുക്കണം. 4/3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, 3 കട്ട് ചെയ്യുന്നു. 6 - a is equal to 4 എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് a is equal to 6 - 4, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 2. സോ എയുടെ ആൻസർ എന്താണ്? 2 ആണ്. ഈ ഓപ്ഷൻ ഈസ് കറക്റ്റ്. 85ന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇ ആണ് വരിക. ഓക്കെ, അടുത്ത് നോക്കൂ. 86 കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എവരി പോസിറ്റീവ് റിയൽ നമ്പർ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. x - 10 എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾസ് ആണ്. ബിക്കോസ് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഇപ്പോൾ എക്സിന് നിങ്ങൾ ഒരു
എക്സ് പോസിറ്റീവ് റിയൽ നമ്പർ അല്ലേ, അപ്പോൾ എക്സിന് നിങ്ങൾ 1 എന്ന് കൊടുത്താൽ മതി. എക്സ് പോസിറ്റീവ് റിയൽ നമ്പറാണ്, അപ്പോൾ എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 - 10 എന്താ വരിക, -9 ആണ് വരിക. അപ്പോൾ അത് പോസിറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ശരിയല്ല, എല്ലാ പോസിറ്റീവ് റിയലിനും ശരിയല്ല, അതുകൊണ്ട് അത് ഫോൾസ് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക, n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്, n² ഈവൻ ആണ്, ദെൻ n ഈസ് ഈവൻ. n² ഈവൻ ആണ്, അപ്പോൾ n ഈവൻ. അപ്പോൾ നമുക്കൊരു നമ്പറിനെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈവൻ നമ്പർ കിട്ടി. അപ്പോൾ ആ സ്ക്വയർ ചെയ്ത നമ്പർ എന്തായാലും ഈവൻ തന്നെയായിരിക്കും. സോ ദാറ്റ് ഈസ് ട്രൂ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അടുത്തത്, ഇഫ് എ നാച്ചുറൽ നമ്പർ ഈസ് ഓഡ് ദെൻ സ്ക്വയർ ഈസ് ഓൾസോ ഓഡ്. നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ഓഡിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ കിട്ടുക, ഓഡ് നമ്പർ ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് ഇതും ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എഫ്, ഫസ്റ്റ് വൺ ട്രൂ ഫോൾസ് ആണ്, സെക്കൻഡ് വൺ ട്രൂ ആണ്, അതിൻ്റെ തേർഡ് വൺ ഓൾസോ ട്രൂ. അത് വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 86ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ. അടുത്ത 87 നോക്കുക. cos θ = 5/11, tan θ നെഗറ്റീവ് ആണ്, cos θ പോസിറ്റീവ് ആണ്, tan θ നെഗറ്റീവ് ആണ്. അപ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് വരിക, cos θ പോസിറ്റീവ് tan θ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 4th ക്വാഡ്രന്റിലാണ്. ഓക്കെ, ഇപ്പോൾ 4th ക്വാഡ്രന്റ് നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, അതിൽ അക്യൂട്ട് ആംഗിൾ തീറ്റ എടുത്തു. cos θ എന്ന് പറഞ്ഞാൽ 5/11 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ അഡ്ജസൻ്റ് ആയിട്ട് 5, ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് 11 ആണ്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് നമുക്ക് ഇങ്ങനെ എടുക്കാം, 11² - 5². ഇത് നമുക്ക് a² - b² അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 11 + 5 is 16 into 11 - 5 is 7. ഓക്കെ, എത്ര കിട്ടും, 6. അപ്പോൾ 16 റൂട്ട്, അപ്പോൾ ഇത് ആക്ച്വലി എത്ര കിട്ടി, 4√6 എന്ന് കിട്ടും, 4√6 എന്ന് കിട്ടി. റൈറ്റ്. നമ്മളോട് ചോദിച്ചില്ല സൈൻ തീറ്റയാണ്. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാഡ്രന്റിൽ സൈൻ തീറ്റ എന്താണ്, നെഗറ്റീവ് ആണ്. സൈൻ തീറ്റ = നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് 4√6 ഡിവൈഡഡ് ബൈ hypotenuse is 11. So sin theta value is -4√6 divided by 11. So option D is correct. Okay. അപ്പോൾ 87ന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്. അടുത്ത നോക്കുക 88. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ആർ ടു അക്യൂട്ട് ആംഗിൾസ് ആണ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ആംഗിൾ ആണെന്ന് ആൽഫ എങ്കിൽ ഈ ആംഗിൾ ബീറ്റ, നേരെ തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ആൽഫയും ബീറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് അക്യൂട്ട് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം π/2 കിട്ടും. ശരിയല്ലേ. ഈ ഒരു കണ്ടീഷൻ ഇവിടെ നമുക്ക് മേ ബി യൂസ് ചെയ്യാൻ പറ്റും. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ആർ ടു അക്യൂട്ട് ആംഗിൾസ് ആണ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ദെൻ സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ ഹോൾ സ്ക്വയർ. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ സൈൻ സ്ക്വയർ ആൽഫ, ഇവിടെ കോസ് സ്ക്വയർ ആൽഫ, അത് 1 ആവും. പ്ലസ് ഇവിടെ സൈൻ സ്ക്വയർ ബീറ്റ, ഇവിടെ കോസ് സ്ക്വയർ ബീറ്റ, അത് 1 ആവും. അപ്പോൾ എത്ര ടോട്ടൽ 1 + 1 2, അല്ലെങ്കിൽ നമുക്ക് 1 + 1 എഴുതാം. പ്ലസ് ഇവിടെ 2 സൈൻ ആൽഫ ബീറ്റ ഉണ്ട്, സൈൻ ബീറ്റ ഉണ്ട്, ഇവിടെ 2 കോസ് ആൽഫ കോസ് ബീറ്റ ഉണ്ട്. നമ്മളവിടെ 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ ആൽഫ സൈൻ ബീറ്റ പ്ലസ് കോസ് ആൽഫ കോസ് ബീറ്റ എന്ന് കിട്ടും. അത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി കോസ് ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമിലേക്ക് വരും. ദാറ്റ് മീൻസ് കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ എന്ന് വരും. സോ ഇവിടെ നമുക്ക് 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 + കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ എന്ന് കിട്ടും. സോ ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ബീറ്റ = π/2 - ആൽഫ എന്ന് കിട്ടും. സോ ബീറ്റന്റെ പ്ലേസിൽ നമുക്ക് π/2 - ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 1 + കോസ് ഓഫ് ആൽഫ പ്ലസ് ആൽഫ 2 ആൽഫ മൈനസ് π/2. or in case of cos we can write 2 into 1 plus നമുക്ക് cos 2 ആൽഫ മൈനസ് π/2 എന്ന് പറയുന്നതും കോസ് π/2 - 2 ആൽഫ എന്ന് പറയുന്നതൊക്കെ സെയിം അല്ലേ. കോസ് π/2 - 2 ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക, ആക്ച്വലി sin 2 ആൽഫ ആണ് കിട്ടുക. സോ 1 + sin 2 ആൽഫ. ഓക്കെ, 2 into 1 + sin 2 ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. സോ 88ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 89 നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, സൈൻ ഓഫ് എനിത്തിങ് മാക്സിമം വാല്യൂ എന്താണ്, സൈനിന്റെ ഉള്ളിൽ എന്ത് വന്നാലും മാക്സിമം വാല്യൂ എന്താണ്, 1 ആണ്. മാക്സിമം ഓഫ് സൈൻ ഓഫ് എനിത്തിങ് ഈസ് 1 ആൻഡ് ദി മിനിമം ഈസ് -1. മിനിമം എന്ന് പറയുന്നത് എത്രയാണ്, -1 ആണ്. അപ്പൊ നോക്കുക 2 into മാക്സിമം എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ഞാൻ എഴുതുന്നത് എഫ് മാക്സിമം ആണ്. എഫ് മാക്സിമം എന്ന് പറയുന്നത് 2 into എന്താണ്, സൈൻ 3x മാക്സിമം 1 ആണ്, +1 ആണ്. ദാറ്റ് മീൻസ് 2 into 1 + 1 ആൻസർ ഈസ് 3. And what is f minimum? F minimum എന്ന് പറയുന്നത് 2 into -1 + 1 ആണ്. ദാറ്റ് ഈസ് -2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി മാക്സിമം മിനിമം കിട്ടിയില്ലേ. മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം എന്ന് പറയുന്നത് -1 ആണ്, മാക്സിമം എന്ന് പറയുന്നത് 3 ആണ്. സോ ആൻസർ ഈസ് -1, 3 ആണ് അല്ലേ. -1, 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഇ ആണ് വരിക. സോ 89ന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഇ ആണ് കറക്റ്റ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 90. ദി പീരീഡ് ഓഫ് ദി ഫംഗ്ഷൻ g of x equal to 5 into cot of π/3x plus π/6 plus 2 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കോട്ടിന്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടിന്റെ പീരീഡ് π ആണ്. പക്ഷെ നമ്മൾ പീരീഡ് എഴുതുന്ന സമയത്ത് പീരീഡ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതുക, π എഴുതുക, ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് എഴുതുക. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ആക്ച്വലി π/3 ആണ്. സോ π/3 ക്യാൻസൽ റെസിപ്രോക്കലൈസ് ചെയ്യുക 3 എന്ന് കിട്ടും. സോ ദിസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. എന്താണ്,
3 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ 90 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് ടീച്ചർ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 91 ഓൺവേർഡ്സിലെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 91 ക്വസ്റ്റ്യൻ നോക്കും, നിങ്ങൾ ഈ ടിക്ക് ചെയ്ത് നോക്കണ്ട, അത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. സോ 91 എന്ന് പറയുന്നത് തീറ്റ ബിലോങ്സ് ടു -π to 0 ആണ്. തീറ്റ ബിലോങ്സ് ടു എന്താണ്? -π to 0. കോസ് തീറ്റ = -12/13, ദെൻ സൈൻ θ/2 ആണ് ചോദിച്ചത്. സോ നമുക്കറിയാം ഇവിടെ -π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ -π/2 ലെസ് ദാൻ θ/2 ലെസ് ദാൻ 0 ആയിരിക്കും അല്ലേ? സോ θ/2ൻ്റെ വാല്യൂ -π/2ൻ്റെയും 0ൻ്റെ ഇടയ്ക്കായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കോസ് തീറ്റ എന്ന് പറയുന്നത് -12/13 എന്നാണുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് 1 - 2 sin² θ/2 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ -12/13 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 2 sin² θ/2 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 1 + 12/13 വരും. എന്ന് പറഞ്ഞാൽ അത് 25/13 വരും. അങ്ങനെയാണെങ്കിൽ sin θ/2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ sin² θ/2 എന്ന് പറയുന്നത് 25 എത്ര വരും? 26 വരും. 25/26 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് sin θ/2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ± എത്രയാണ്? 5 അല്ലേ? ± റൂട്ട് ഓഫ് അല്ലേ? 25 അല്ലേ? 25 അപ്പോൾ 5 വരും. 5. സോ 5 എത്ര വരുന്നു? √26 കിട്ടും. പക്ഷേ θ2 എന്ന് പറയുന്നത് ബിലോങ്സ് ടു -π/2 to 0 ആണ്. അപ്പോൾ നമുക്കിതിൽ നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കാൻ പറ്റും. സോ സൈൻ θ/2 എന്ന് പറയുന്നത് -π/2 to π/2 സൈൻ θ/2 എന്ന് പറയുന്നത് ഇസ് നെഗറ്റീവ്, പോസിറ്റീവ് അല്ല കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ -5/√26 ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇതിന് ഇൻറ്റു √26/√26 ചെയ്യുകയാണെങ്കിൽ -5√26/26 ഉണ്ടാവും. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അതായത് -π/2 to 0 സൈൻ θ/2 എന്ന് പറയുന്നത് ഇസ് നെഗറ്റീവ്. സൈൻ θ/2 നെഗറ്റീവാണ്. ഗ്രാഫ് നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രാഫാണല്ലോ അല്ലേ? അപ്പോൾ സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണല്ലോ പോവുക. സോ -π/2 എന്ന് പറയുന്നത് ഇവിടെയാണ്, ടു 0. അതിൽ സൈൻ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 92. സോ 92 എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ cos θ = 2 - 3 sin θ/2 is in the interval 0 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. അങ്ങനെയാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു θ/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? π/2. സോ ജസ്റ്റ് ആ കണ്ടീഷൻ നമ്മളോട് θ/2 ഉള്ളതിനെ കൊണ്ട് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് 2 - 3 sin θ/2 ആണ്. കോസ് θ/2 നമുക്ക് എങ്ങനെ എഴുതാം? 1 - 2 sin² θ/2 എന്ന് എഴുതാം. ശരിയല്ലോ? 1 - 2 sin² θ/2 is equal to 2 - 3 sin θ/2. സോ നമ്മളതൊരു ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ഇതിനെ മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? 2 sin² θ/2 - 3 sin θ/2 +1 = 0 എന്ന് എഴുതാം. ഇത് നമുക്ക് ഫാക്ടർ ചെയ്യാം.
ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? സൈൻ തീറ്റ ബൈ 2 മൈനസ് 1 ഇൻറ്റു 2 സൈൻ തീറ്റ ബൈ 2 മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ബൈ 2 എന്ന് പറയുന്നത് 1 ഓർ സൈൻ തീറ്റ ബൈ 2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് തീറ്റ ബൈ 2 എന്ന് പറയുന്നത് അല്ലേ, വിച്ച് ഇംപ്ലൈസ് തീറ്റ ബൈ 2 എന്ന് പറയുന്നത് π/2 ഓർ തീറ്റ ബൈ 2 എന്ന് പറയുന്നത് π/6. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ഓർ തീറ്റ ഈക്വൽ ടു π/3. സോ π, π/3 സി ഓപ്ഷൻ, അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, സി. ഓക്കെ, സോ നെക്സ്റ്റ് 93 നോക്കിക്കോളൂ. 93ൽ പറയുന്നത് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് ഓഫ് 7π/6 ഇസ് ഈക്വൽ ടു അല്ലേ, 7π/6 എന്ന് പറയുന്നത് 7π/6 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിലോങ്സ് ടു എന്താണ് 0 to π കോസിൻ്റെ അല്ലേ. അപ്പം 0 to πയിൽ വരുന്ന ഒരാളല്ല 7π/6. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് മാറ്റുന്നു. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് കോസ് ഇൻവേഴ്സ് കോസ് 7π/6നെ എനിക്ക് ഇങ്ങനെ എഴുതാലോ, കോസ് ഇൻവേഴ്സ് കോസ് ഓഫ് പൈ പ്ലസ് π/6 എന്ന് എഴുതാം. ശരിയല്ലേ? കോസ് ഓഫ് കോസ് π/6 എന്ന് പറയുമ്പോൾ അതിന് കോസ് ഇൻവേഴ്സ് എന്താണ്, കോസ് പൈ പ്ലസ് π/6 എന്ന് പറഞ്ഞാൽ മൈനസ് വരും, മൈനസ് കോസ് π/6 എന്ന് വരും, മൈനസ് കോസ് π/6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എങ്ങനെ എഴുതാൻ പറ്റും, പൈ മൈനസ് π/6 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ പൈ മൈനസ് π/6 ആണ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 5π/6 ആണ്. സോ ദ ആൻസർ ഈസ് ഇ ആണ് ആൻസർ, 5π/6. ഓക്കെ, നെക്സ്റ്റ് 94 നോക്കിക്കോളൂ. 94ൽ വരുന്നത് ദ വാല്യൂ ഓഫ് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 7/25. ദ വാല്യൂ ഓഫ് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ സൈൻ ഇൻവേഴ്സിൻ്റെ അല്ലേ സൈൻ എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു 7/25 എന്ന് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ 7/25 ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം വരുന്നത് 24 ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 7/25 എന്ന് പറയുന്നത് ഈക്വൽ ടു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ത് എഴുതാൻ പറ്റും, 7/24 എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ 7 എന്തായിരിക്കും, 24. സി ഓപ്ഷൻ, അതാണ് കറക്റ്റ്. സോ 94 ഇസ് സി. റെഡി? ഇനി നെക്സ്റ്റ് 95 വരുന്ന കോസ് ഓഫ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആണ്. അതേപോലെ ഇവിടെ എക്സിന് വരും √3/200 അല്ലേ ഉള്ളൂ ഇവിടെ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, കോസ് ഓഫ് എന്ത് ചെയ്താം, π/2 എന്ന് എഴുതാം. കോസ് π/2 എന്ന് പറയുന്നത് എത്രയാണ്, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, കോസ് 90 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് കേട്ടോ, ഈ ഓപ്ഷൻ അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് 95. ഓക്കെ, സോ നെക്സ്റ്റ് 96 വരുന്നത് ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു y is equal to -3x ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 3 - 2. ഓക്കെ, പാരലൽ ടു ഏതാണ്, ഈ ലൈനിൻ്റെ പേര് y is equal to -3x ആണ്. അതിന് പാരലായിട്ട് പോകുന്ന ഒരു ലൈനാണ്. അത് ഏത് പോയിന്റ് കൂടി പോകുന്നു, 3 - 2 എന്ന് പറയുന്ന പോയിന്റ് കൂടി പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ അതേ സ്ലോപ്പ് തന്നെയായിരിക്കും ഇതിനുണ്ടാവുക. ഇതിൻ്റെ സ്ലോപ്പ് എം എന്ന് പറയുന്നത് -3 ആണ് അല്ലേ. y is equal to mx എന്ന് പറഞ്ഞാൽ ഇത് -3 എങ്ങനെയാണ് ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ്. എങ്ങനെ കടന്നു പോകുന്നതല്ല, ഒറിജിനിലൂടെയാണ് കടന്നു പോകുന്നത്. എവിടെ ഏത് ഡയറക്ഷൻ എന്നുള്ളത് ഞാൻ ജസ്റ്റ് വരച്ചു എന്നുള്ളൂ കേട്ടോ. സോ 3 - 2 അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതും -3 തന്നെയായിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഇക്വേഷൻ നമുക്കറിയാം y1 is equal to m into x minus x1. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ y + 2 is equal to -3 into x - 3 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് y is equal to -3x + 7 എന്ന് കിട്ടും. 9 - 2 7. സോ y is equal to -3x + 7, എ ഓപ്ഷൻ, അതാണ് 96. ഓക്കെ, ഇനി നമ്മൾ 97ലേക്ക് പോകുന്നു. 97 എന്ന് പറയുന്നത് ദ ഇന്റർസെപ്റ്റ്സ് ഓഫ് എ ലൈൻ വിത്ത് കോർഡിനേറ്റ് ആക്സിസ് ആർ ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ആക്സിസിൽ നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ വരച്ചപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ എ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്, എ ആണ്. ഇന്റർസെപ്റ്റ് ഫോം നമുക്കറിയാം x/a + y/b is equal to 1 ആണ്. ഇവിടെ a equal to b ആണ്. അപ്പോൾ രണ്ടും a എന്ന് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് x/a + y/a equal to 1 or x + y equal to a എന്ന് എഴുതാം. ഇനി ഈ ലൈൻ പാസിംഗ് ത്രൂ 2, 3 ആണ് അല്ലേ. സിൻസ് ദ ലൈൻ പാസിംഗ് ത്രൂ എവിടെയാണ്, പാസിംഗ് ത്രൂ 2, 3 therefore 2 + 3 is equal to a കിട്ടും.
Therefore, equation of the line എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? x plus y equal to 5 എന്ന് എഴുതാം. x plus y is equal to 5. a എന്ന് പറഞ്ഞാൽ 5 ആണ് എക്ക് വരുന്നത്, ശരിയല്ലേ? So x plus y equal to 5. So 97 is b ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് 98 എന്ന് പറയുന്നത് if the line y is equal to mx plus c is perpendicular to എന്താണ്? y is equal to x plus 1. ഇതിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് എന്തായിരിക്കും? അതായത് പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് ഈക്വൽ ടു -1 ആയിരിക്കണം, ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ. സോ ഇതിൻ്റെത് m ആണ്, ഇതിൻ്റെത് 1 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം m ഇൻറ്റു 1 is equal to -1, വിച്ച് ഇംപ്ലൈസ് m is equal to -1. m is equal to -1 ആണ്. അതിൻ്റെ പാസസ് ത്രൂ ദ പോയിന്റ് 1 2. ഈ ലൈൻ ഇതിലൂടെ പോകുന്നുണ്ട്, 1 2 എന്ന് പറഞ്ഞ പോയിന്റ് കൂടി കടന്നു പോകുന്നുണ്ട്. അതിൽ m നമുക്ക് കിട്ടിയിട്ടുണ്ട് -1 ആണ്. Therefore നമുക്ക് കിട്ടും ഇനി പോയിന്റ് ഏതാണ്? 1 2. സോ വിച്ച് ഇംപ്ലൈസ് നമുക്കിവിടെ കിട്ടുക y എന്ന് പറയുന്നത് 2 ആണ്. 2 is equal to -1 ഇൻറ്റു x എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, പ്ലസ് c എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 is equal to -1 പ്ലസ് c. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് c is equal to നമുക്ക് കിട്ടുന്നത് 3 ആണ്. സോ സിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? എത്രയാണ്? 3 ആണ്. സോ 3 എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണ്. സോ 98 എന്ന് പറയുന്നത് ഡി, 98 ഡി ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ 99ലേക്ക് പോകുന്നു. Let a of -1 2, b of 1 3 and c of a b are b collinear. So ഇതെല്ലാം കൊളീനിയർ ആണ്. സോ a എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കിവിടെ പറയാം ഇത് b ആണ്, ഇത് c ആണ്. ജസ്റ്റ് നമ്മൾ അങ്ങനെ എടുക്കുന്നുള്ളൂ. a എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? -1 2 ആണ്. ഓക്കെ, സോ b എന്ന് പറയുന്ന പോയിന്റ് 1 3 ആണ് ആൻഡ് c എന്ന് പറയുന്ന പോയിന്റ് a b ആണ്. Then നമ്മളോട് പറഞ്ഞത് if b divides ac such that bc is equal to 8ab, bc is equal to 8ab, bc is equal to എന്താണ്? 8ab ആണ്. ബി സി എന്ന് പറയുന്നത് 8ab ആണ്. അപ്പം ബി സി എന്ന് പറയുന്നത് 8 എന്നാണെങ്കിൽ എ ബി 1 ആയിരിക്കണം. സോ ബി സി is equal to 8ab അല്ലേ. സോ ദ റേഷ്യോ എന്ന് പറയുന്നത് 1:8 ആണ്. റേഷ്യോ 1:8. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അല്ലേ, റേഷ്യോ എത്ര വരുന്നത്? റേഷ്യോ എത്രയാണ് ഉണ്ടാവുക? 1:8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് സെക്ഷൻ ഫോർമുല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സോ വിച്ച് ഇംപ്ലൈസ് ബി എന്താണ്? 1 2. ബീനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ അല്ലേ സി അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 3 എന്ന് പറയുന്നത് ശരിയല്ലേ. 1 3 എന്ന് പറയുന്നത് ഈക്വൽ ടു mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. അങ്ങനെയാകുമ്പോൾ നമുക്ക് വരുന്നത് എ ബി ആണ്. സോ a -8 ഡിവൈഡഡ് ബൈ 9 കോമ അടുത്തത് എന്താ വരിക? ബി പ്ലസ് 16 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. സോ രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കും. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം a -8 by 9 equal to 1 and b plus 16 by 9 equal to 3, which implies okay, so which implies നമുക്കിവിടെ a is equal to 9 plus 8 അപ്പോൾ 17 കിട്ടും അല്ലേ. സോ a എന്ന് പറയുന്നത് 17 ആൻഡ് b is equal to എത്രയാണ് വരുന്നത്? 11. സോ 17 11 അതാണ് വരിക. ബി സി 17 11 ആണ്. സോ 17 11 വരുന്നത് സി ആണ്. സോ 99 എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, ദെൻ 100th question. If the line 2x minus 3y plus 5 is equal to 0, 9x minus yy plus 14 is equal to 0, 3x minus 7 plus lambda are congruent, then the value of lambda. ഈ മൂന്ന് ലൈനും കൺഗ്രുവൻ്റ് ആണല്ലോ. കൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് ആ ഡിറ്റർമിനൻറ്റിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് 2 -3 5 അല്ലേ, പിന്നെന്താ വരുന്നത് 9 -5 14, പിന്നെ വരുന്നത് 3 -7 ലാംഡ എന്ന് പറയുന്നത് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക? 0 ആണ് വരിക. ഇതാണ് കൺഗ്രുവൻ്റ് ആണല്ലോ അല്ലേ. മൂന്ന് ലൈന് കൺഗ്രുവൻ്റ് ആണെങ്കിൽ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് ഞാനൊരു കാര്യം ഞങ്ങൾക്ക് ലാംഡേൻ്റെ വാല്യൂ അല്ലേ കാണേണ്ടത്. ഞാൻ ഈ വഴി എക്സ്പാൻഡ് ചെയ്യുന്നു, പ്ലസ് മൈനസ് പ്ലസ്. സോ 3 ഇൻറ്റു സോ വിച്ച് ഇംപ്ലൈസ് 3 ഇൻറ്റു എത്രയോടെ വരിക? 3 ഇൻറ്റു -3 ഇൻറ്റു 14 പ്ലസ് 25 വരും അല്ലേ. അപ്പോൾ നമുക്ക് വരുന്നത് -17 ഉണ്ടാവും. -17 ഓക്കെ. പ്ലസ് 7 ഇൻറ്റു എന്തൊക്കെ വരുന്നത്? 2 ഇൻറ്റു 14
minus 9 into 15 also minus 17 plus lambda into എത്ര വരുന്നത് 10 plus 20 so 17 okay equal to 0. അപ്പോൾ 17 നമുക്ക് കിട്ടിയതാൽ which implies minus 3 minus 7 plus lambda is equal to 0 which implies lambda is equal to 10 എന്ന് എഴുതാൻ പറ്റും. ലാംഡേൻ്റെ വാല്യൂ 10 ആണ്. ഓക്കെ സി. സോ 100 എന്ന് പറയുന്നത് സി ആണ്. സി. ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് 101 ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The point of intersection of the lines y is equal to x plus 2 and the circle x minus 2 plus whole square plus y square is equal to 16. ഒന്നും നോക്കാനല്ല, ഈ y എന്ന വാല്യൂ ഈ സർക്കിളിൻ്റെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കോമൺ ആയിട്ടുള്ള വാല്യൂ കിട്ടും. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് സർക്കിളിൻ്റെ ഇക്വേഷനിൽ y എന്ന് പറയുന്നത് x plus 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്? x minus 2 whole square plus എന്താ വരിക? y square means x plus 2 the whole square is equal to 16 കിട്ടും. സോ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ 2x² ഉണ്ടാവും. ശരിയല്ലേ? x സ്ക്വയർ എത്രയാണ്? 2x² ഉണ്ടാവും. പിന്നെ വരും നമുക്ക് ഇവിടെ ഒരു -4x ഉണ്ടാവും, ഇവിടെ പ്ലസ് 4x ഉണ്ടാവും, അത് കട്ടാവും. സോ 4 ഇവിടെ വരും, 4 വരും, അപ്പം 8 ഉണ്ടാവും. സോ ദാറ്റ്സ് ഈക്വൽ ടു 16 ആണ്. അങ്ങനെയാണെങ്കിൽ x² എന്ന് പറയുന്നത് എത്രയാണ് വരിക? 4 ആണ് വരുന്നത്. x is equal to പ്ലസ് ഓർ മൈനസ് 2 ആണ് വരിക. എക്സ് ഈക്വൽ ടു എന്താ വരുന്നത്? പ്ലസ് ഓർ മൈനസ് 2. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 2 ആവുകയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് വൈ is equal to 4 ആണ്. എക്സ് എന്ന് പറയുന്നത് -2 ആവുകയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ പോയിന്റ്സ് എന്ന് പറയുന്നത് -2 0യും അല്ല, ഇൻ്റർസെക്ട് ചെയ്ത പോയിന്റ് -2 0യും 2 4ഉം ആണ് വരിക. -2 0 2 4 എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? എ ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത്. എ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? അല്ലേ? സോ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് 102. ഓക്കെ. സോ ദ 3 vertices of a triangle 0 0 3 1 1 3 on this triangle അല്ലേ, ഒരു 3 വെർട്ടിസസ് ആണ്. ഇഫ് ദിസ് ട്രയാങ്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്ത് കിടക്കുന്നു, അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് ഒരു സർക്കിളിൽ ഇൻസ്ക്രൈബ്ഡ് എടുക്കുകയാണ് ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഇങ്ങനെ ജസ്റ്റ് നമുക്കൊരു ട്രയാങ്കിളാണ് വിചാരിച്ചോളൂ. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുന്നതാണ് 0 0. ഈ പോയിന്റ് നമുക്ക് 3 1 ജസ്റ്റ് ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ പോയിന്റ് ഞാൻ 1 3 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റുകളെല്ലാം എവിടെ ഉള്ളത് തന്നെയാണ്? സർക്കിളിൻ്റെ മുകളിലുള്ളതാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് സർക്കിളിൻ്റെ ഇക്വേഷൻ? x minus h the whole square plus y minus k the whole square is equal to r² ആണ്. സോ സിൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? പോയിന്റ് ഏതൊക്കെയാണ്? 0 0യും പിന്നെ ഏതാണ് 3 1ഉം 1 3യും ആർ ആൾസോ എന്താണ്? ഓൺ ദ സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ therefore നമുക്ക് എക്സിന് ഈ XY എന്ന് പറഞ്ഞ പോയിന്റ് 0 0 കൊടുക്കാം, അതേപോലെ 3 1 കൊടുക്കാം, 1 3യും കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പോയിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വിച്ച് ഇംപ്ലൈസ് നമുക്ക് ആദ്യം 0 0 കൊടുക്കാം. 0 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? h² plus k² is equal to r² എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1 ആക്കാം. ഇനി നമ്മൾ 3 1 കൊടുത്തു നോക്കുക. 3 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 9 പ്ലസ് അല്ലേ 6h പ്ലസ് h². പിന്നെ ഇത് വരും 1 minus 2k പ്ലസ് k² വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് വരുന്നത്? h² പ്ലസ് k² വരും. h² പ്ലസ് k² മൈനസ് 6k മൈനസ് 2k പിന്നെ വരുന്നത് 3² 9 പ്ലസ് 1² അപ്പോൾ 10 പ്ലസ് 10 ഈക്വൽ ടു r² എന്നത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ കൊടുക്കുന്നത് അടുത്തൊരു പോയിന്റ് 1 3 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ നേരെ തിരിച്ചുണ്ടാവും. h² പ്ലസ് k² മൈനസ് 2 അത് h ആണ് കേട്ടോ. 2 6 h ആണ്. അപ്പോൾ -2h ഉണ്ടാവും. -2h മൈനസ് 6k പ്ലസ് 10 ഈക്വൽ ടു r² എന്നത് ഇക്വേഷൻ നമ്പർ 3. ഇത് 3 നമ്മൾ സോൾവ് ചെയ്യണം. 1 2 3 കേട്ടോ. അത് 3 സോൾവ് ചെയ്താൽ നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. അത് ഞാൻ 1ഉം 2 ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ 1 ആൻഡ് 2 ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ രണ്ട് r² അല്ല. അപ്പോൾ അത് എന്താ? h² പ്ലസ് k² h² പ്ലസ് k² പ്ലസ് -6h മൈനസ് 2k പ്ലസ് 10 എന്ന് കിട്ടും. അപ്പോൾ h² പ്ലസ് k² കട്ടാകുമ്പോൾ -6h മൈനസ് 2k ഈക്വൽ ടു -10 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3h പ്ലസ് k is equal to 5 എന്ന് കിട്ടും. 3h പ്ലസ് k is equal to 5. സോ 1 2 നമുക്ക് കിട്ടുന്നത് എന്താണ്? 3h പ്ലസ് k ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോറി, അതേതാണ് നമ്മളെടുത്തത്? 1 2 അല്ലേ നമ്മളെടുത്തത്? ഓക്കെ അല്ലേ? 1 2
റെഡിയാണ്. ഇനി നമ്മൾ 2 ഉം 3 കൂടി എടുത്ത് നോക്കിയാലോ. 2 ഉം 3 നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നത് ഏതൊക്കെയാണ്? 2 and 3. 2 ഉം 3 നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് h² പ്ലസ് k² കട്ടാവും. പിന്നെ വരുന്നത് 6h 2h, അപ്പോൾ -4h, പിന്നെ 2k 6k വരും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് h - k = 0 ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? h - k = 0. ഇത് നമുക്ക് ഇത് 3, ഇത് 4ഉം ഇത് 5ഉം കൊടുക്കുക. അപ്പം സോൾവ് ചെയ്യുക. സോൾവിങ് ഏതാണ്? ഇക്വേഷൻ 4 ആൻഡ് ഇക്വേഷൻ 5. ഇക്വേഷൻ 4ഉം 5ഉം നമ്മൾ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് 4h = 5 കിട്ടും, h = 5/4 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് h = 5/4 കിട്ടും. അങ്ങനെയാണെങ്കിൽ k എന്ന് പറയുന്നത് h = k തന്നെ 5/4 കിട്ടും. അങ്ങനെയാണ് hk നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് k. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ വരുന്ന r² കണ്ടു അല്ലേ? r² എന്ന് പറഞ്ഞാൽ നമുക്ക് r² നമുക്കറിയാം h² പ്ലസ് k² ആണ്. അങ്ങനെയാണെങ്കിൽ 25/16 പ്ലസ് 25/16 എന്ന് പറയുമ്പോൾ 50/16 വരും. ഓക്കെ, ഇനിയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ വരിക x - h എന്താണ്? 5/4 the whole square പ്ലസ് y - 5/4 the whole square = r². എത്രയാണ്? 50/16. അപ്പോൾ ഇവിടെ നമുക്ക് x² പ്ലസ് y², പിന്നെ -5/2x -5/2y പ്ലസ് എന്താണ് വരുന്നത്? 25/16 പ്ലസ് 25/16 = 50/16 അങ്ങനെ വരും അല്ലേ? അപ്പോൾ 25 ഇത് രണ്ടും കൂടി നമുക്ക് 50/16 കട്ട് ചെയ്യാം. ഒരു 2 കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ആൻസർ എവിടേക്ക് എഴുതാം? 2x² പ്ലസ് 2y² മൈനസ് 5x മൈനസ് 5y = 0 എന്ന് കിട്ടും. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഇതിലുണ്ടോ നോക്കിയാൽ മതി. 2x² പ്ലസ് 2y² മൈനസ് 5x മൈനസ് 5y = 0 ഉണ്ട് അല്ലേ? അതേതാണ്? അത് ഇ ആണ്. ഇ. സോ 102 എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഇ വരും. ഇ. ഓക്കെ, ഇ ആണ്. റെഡി. ഇനി നമുക്ക് 103 നോക്കാം. 103 the equation of the circle touching the x-axis at 5, and the line y = 10. So y = 10 എന്ന് പറയുന്ന ലൈൻ നമുക്കറിയാം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ സർക്കിൾ ഇങ്ങനെ വരച്ച് വെച്ചു. ഇതാണ് y = 10 കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് x-ആക്സിലെ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? 50-ലാണ്. 50. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുന്ന് ഈ ടച്ച് ചെയ്യുന്ന പോകുന്ന ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് ഇത് 10 ആയതുകൊണ്ട് തന്നെ ഈ ലെങ്ത് 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ടച്ച് ചെയ്യും, ഈ ലെങ്ത്തും 5 ആയിരിക്കും. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും, റേഡിയസും 5 ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻറ്റർ കിട്ടുന്നത് സെൻറ്റർ എന്താണ്? 5 എന്ന് കിട്ടും. റേഡിയസ് എന്ന് പറയുന്നത് എത്ര തന്നെ കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, എങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവും? അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ വരുന്നത് x - 5 the whole square plus y - 5 the whole square = r² എന്നാണ് 5² വരും. അങ്ങനെയാണെങ്കിൽ x² പ്ലസ് y² പ്ലസ് അല്ല ഇനി മൈനസ് ഉണ്ടോ? -10x - 10y പ്ലസ് എത്രയാണ്? 25 പ്ലസ് 25 50 = 25. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക x² പ്ലസ് y² മൈനസ് 10x മൈനസ് 10y പ്ലസ് 25 = 0 എന്ന് കിട്ടും. സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് 103. സോ 103 വരുന്നത് എ ആണ് അല്ലേ? പ്ലസ് 25. ഓക്കെ, എ ഓപ്ഷൻ അതാണ് കറക്റ്റ്. സോ 103 ഈസ് എ. ഓക്കെ, സോ നെക്സ്റ്റ് 104 പോയിക്കോളൂ. 104 എന്ന് പറയുന്നത് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ x² പ്ലസ് y² മൈനസ് ax പ്ലസ് ax പ്ലസ് by പ്ലസ് 3 = 0 is 2. then the point AB lies on the circle. ആ എ ബി എന്ന് പറയുന്നത് എന്താണ്? ലൈ ഓൺ ദ സർക്കിൾ. ഇതിലേത് സർക്കിളിലാണ് ആ പോയിന്റ് എ ബി ലൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. റേഡിയസ് r √, നമ്മൾ പഠിച്ചിട്ടുണ്ട്, g² പ്ലസ് f² മൈനസ് c ആണ്. ഇവിടെ g എന്ന് പറയുന്നത് നമുക്ക് a/2 ആണ്, f എന്ന് പറയുന്നത് b/2 ആണ്. സോ r എന്ന് പറയുന്നത് 2 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് 2 √, എന്താണ്? a²/4 പ്ലസ് b²/4 c എന്ന് പറയുന്നത് 3. അപ്പോൾ -3 അങ്ങനെ കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് 4 = a²/4 പ്ലസ് b²/4 -3. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് കിട്ടുക a² പ്ലസ് b² -12 = എത്ര വരും?
16 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു റെഡി അല്ലേ, 4 × 3 12 കിട്ടും. 12 is equal to 4 × 4 16, 28 കിട്ടും അല്ലേ, 28 റെഡിയാണ്. സോ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് ഈ എ ബി എന്ന പോയിന്റ് ആണ് ഇവല്ലേ, ഇതെന്താ പോയിന്റ് എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ 28 ഇതായിരിക്കും ഉണ്ടാവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ 28 ഡി. സോ 104 is ഡി. ഓക്കെ, സോ നെക്സ്റ്റ് 105 എന്ന് പറയുന്നത് ഇഫ് ദ ലൈൻ 2x - 3y + c equal to 0 passes through the focus of the parabola x square is equal to -8y. So x square is equal to -4ay എന്നുള്ളതാണ്. സോ ഇവിടെ 4a എന്ന് പറയുന്നത് 8 ആണ്, അല്ലെങ്കിൽ -4a എന്ന് പറഞ്ഞാൽ -8. അങ്ങനെയാണെങ്കിൽ ഈ പാരബോള ഉണ്ടാകുന്നത് -4ay ആണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്റെ വാല്യൂ 2 പറയുമ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് ഉണ്ടാവുക. ഇവിടെ ആകുമ്പോൾ പോയിന്റ് ഉണ്ടാവുക 0 - 2 അതാണ് ഫോക്കസ് അല്ലേ. 0, a ആണ് ഫോക്കസ് വരെ. ഫോക്കസ് എന്താണ് 0, -a അല്ലേ, 0, -a. ഓക്കെ, സോ 4a എന്ന് പറയുന്നത് 8 ആണെങ്കിൽ a എന്ന് പറയുന്നത് 2 ആണ്. സോ 0, -2 വരും. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ പാസസ് ത്രൂ ദി ഫോക്കസ്, ഇതിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ്. ആ ലൈനാണ് 2x - 3y + c = 0 എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് അല്ലേ, പോയിന്റ് ഏതാണ് 0, -2 എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഓൺ ദ ലൈൻ ഏതാണ്, ലൈൻ 2x - 3y + c = 0. അതിൻ്റെ മുകളിലുള്ളൊരു പോയിന്റ് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ന് പറയാം വിച്ച് ഇംപ്ലൈസ് 2 × 0 - 3 × -2 + c = 0 -6 അല്ലെ, +6 + c = 0 c = -6 എന്ന് കിട്ടും. c is equal to -6. സോ ബി ഓപ്ഷൻ. സോ 105 is ബി. 105ന്റെ ആൻസർ ബി ആണ്, ബി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് 106ലേക്ക് പോകാം. 106. ഓക്കെ, 106 എന്ന് പറയുന്നത് ദ സെന്റർ ഓഫ് ദ എലിപ്സ്. ഈ ഇതിന്റെ എലിപ്സ് നോക്കണം. x² - 7y² + 14x + 28y + 49 is equal to 0. അപ്പോൾ ഈ എലിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മോഡലാണ് ഉണ്ടാവുക. x - h² ² a² + y - k² b² is equal to 1. ഇങ്ങനെയുള്ള ഒരു എലിപ്സ് ആണ്. അത് സെൻറ്റർ 0, 0 അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ചെയ്യേണ്ട എത്രയോളം, ഇതിന് നമ്മൾ x² + 7y² - 14x + 28y + 49 = 0 ഇങ്ങനെയാണല്ലോ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ x², എക്സിൻ്റെ പിന്നെ ഏതുള്ള -14x + 7y² + 28y + 49 ചെയ്ത്. ഇനി x² കോയിഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. y²ൻ്റെത് 1 ആക്കാൻ നമ്മൾ 7 പുറത്തെടുക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത് വരുന്നത് x² - 14x + 7 × y² + 4y + 49 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എന്താണ് -1/2, അതായത് എക്സിൻ്റെ കോയിഫിഷ്യനോട് -1/2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ പകുതി അല്ലേ, അങ്ങനെ എടുത്താൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ പകുതി അത് എടുത്താലും മതി അല്ലേ. ഇപ്പം നെഗറ്റീവ്. അപ്പം നമുക്കിവിടെ -g അങ്ങനെ ആ രീതിയിൽ 2gx. അപ്പം നമുക്കിവിടെ ഇതിൽ സെൻറ്റർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സെൻറ്റർ HK എന്നാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് അത് കിട്ടുന്നത് എന്താണ് മൈനസ് ഓഫ് എന്താ വരിക -14/2 അല്ലേ, പിന്നെ വരുന്നത് മൈനസ് ഓഫ് എന്താണ് വൈൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ് വരുന്നത് -4/2 എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് = 14 അല്ലേ, 14/2 അല്ലേ 14 ആണ്. അപ്പോൾ അത് വരുന്നത് 7, -2 ഇതാണ് വരിക. 7, അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. y² കോയിഫിഷ്യൻ്റ് ഞാൻ 1 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് ഈ മോഡൽ എഴുതാൻ പറ്റും. ഏത് മോഡലിൽ x - h² / a² + y - k² / b² = 1 എന്ന ഫോമിലേക്ക് എഴുതാം. അതിനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഉള്ള ഒരു വേ ആണ് ഞാൻ പറഞ്ഞത്. കോയിഫിഷ്യൻ്റ് x²ൻ്റെയും y² കോയിഫിഷ്യൻ്റ് 1 ആക്കി ചെയ്യുന്ന ഈ മോഡൽ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 107 എന്ന് പറയുന്നത് ഏതാണ്, 106 എന്ന് പറയുന്നത് സി ആണ്. 7, -2 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 107 നോക്കാം. 107 ദ എൻഡ് പോയിന്റ് ഓഫ് ദ മേജർ ആക്സിസ് ഓഫ് എൻ എലിപ്സ് ആർ 2, 4 and 2, -8. If the distance between the foci and of this ellipse is 4, then the equation of the ellipse is. അപ്പോൾ അത്
2 4ഉം 2 -8 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ എലിപ്സിനെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. 2 4ഉം 2 -8. ഇവിടെയാണ് ശരിക്കും 2 എക്സ് ആക്സിൽ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ആ എലിപ്സ് വരുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് ആക്സസ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിലൂടെ ഇങ്ങനെയാണ് എലിപ്സ് വരുന്നത്. അത് കറക്റ്റ് അല്ല കേട്ടോ, ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് ചെയ്തേ. ഈ പോയിൻ്റാണ് 2 4. ഈ പോയിന്റ് ഞാൻ എന്ത് ചെയ്തി? 2, -8 എഴുതി. 2, അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് 2 ആണ്. അത് ഓക്കെ ആണ് അല്ലേ? അപ്പോൾ നമ്മളോട് തന്നത് എന്താണ്? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ് ഓഫ് ദിസ് എലിപ്സ് ഇസ് 4 ആണ്. ഫോക്കസ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഇത് നമ്മൾ 2c എന്നാണ് വിളിക്കുക. 2c അല്ലേ? സോ ഇവിടെ തന്നത് 2c is equal to എത്രയാണ്? 4 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് c is equal to എത്ര വരും? 2 വരും. അതേപോലെ ഈ ലെങ്ത്, അതായത് 2a നമുക്ക് കിട്ടും. 2a എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഈ ലെങ്ത് ആണ്. അത് എത്ര കിട്ടുന്നത്? ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4ഉം അല്ലേ? ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 8ഉം ആണ്. അപ്പം 12 കിട്ടും. 2a is equal to 12 ആണ്. അങ്ങനെയാണ് a ഈക്വൽ ടു എന്താണ്? 6 ആണ്. എൻ്റെ വാല്യൂ 6 ആണ് ഉണ്ടാവും അല്ലേ? എൻ്റെ വാല്യൂ 6. അങ്ങനെയാണ് നമുക്കറിയാം ബി സ്ക്വയർ എന്ന് പറയുന്നത്. സോ ബി സ്ക്വയർ എന്ന് പറയുന്ന എലിപ്സിൻ്റെ കേസിൽ a² - c² ആണ്. a² - c². അതാണ് ബി സ്ക്വയർ വരുന്നത്. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു a² - c² ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് a² മീൻസ് 36 - 4 is equal to 36 - 4 is equal to 32 എന്ന് കിട്ടും. 32 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഏതാനും സെൻറ്ററോട് കിട്ടും അല്ലേ? സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയിട്ട് പറയാൻ പറ്റും. സെൻറ്റർ എന്ന് പറയുന്നത് ഈ 2 2 + 2 അല്ലേ? സോ സെൻറ്റർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരിക? 2 + 2/2 4 + -8/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2, -2 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് അല്ലേ? എന്താ ഒരു ഇക്വേഷൻ വരുന്നത്? ഇക്വേഷൻ വരുന്നത് x - 2 the whole square by a². a² is ഇത്രയായിരുന്നു 6. അപ്പം b² വരണം. എലിപ്സ് എങ്ങനെയാണ്? y ആക്സിസിന് പാരലായിട്ടാണ് അത് വരുന്നത് അല്ലേ? സോ അങ്ങനെയാണ് x² അല്ലെ? x - 2 the whole square അല്ലെ? മേജർ ആക്സിസ് വരുന്നത് y ആക്സിന് പാരലാണ്. സോ x - 2 the whole square by 32 പ്ലസ് എന്താണ് വരിക? y - 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? y + 2 the whole square ഡിവൈഡഡ് ബൈ 36 ഈക്വൽ ടു 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ അത് വരുന്നത് ഏതാണ്? x - 2 the whole square by 32 പ്ലസ് y + 2 the whole square divided by 36 equal to 1 എന്ന് പറയുന്ന ഓപ്ഷൻ is A. So 107 is A. 107 A ആണ്. So next question നോക്കിക്കോളൂ. 108. If -1, 0 and 30 are the foci of an ellipse and the length of the major axis is 6, then the length of the minor axis 2b കണ്ടാൽ മതി അല്ലേ? സോ നമുക്കിവിടെ ജസ്റ്റ് ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾ പറഞ്ഞത് ഒരു എലിപ്സ് അല്ലേ? എലിപ്സ് പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? സോ ആ എലിപ്സിൽ നമ്മുടെ ഈ ഫോക്കസ് അല്ലേ? എലിപ്സിൻ്റെ എന്തൊക്കെയാണ് ഫോക്കസ്? ഒന്ന് പറയുന്നത് ഒന്ന് -1, 0 ആണ്. ഇതെന്ന് പറയുന്നത് 3, 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് 2c ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം വരെയുള്ള ലെങ്ത് 2a ആണ്. ഈ ലെങ്ത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് 2b. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ, ഇത് c ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 3 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 1 ആണ്. അപ്പോൾ 3 + 1 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2c എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 2c എന്ന് പറയുന്നത് അല്ലേ? സോ 2c എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ c എന്ന് പറയുന്നത് 2 ആയിരിക്കുമല്ലോ അല്ലേ? അതേപോലെ നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ എന്താണ്? 2a എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 6 ആണ്. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു എന്തായിരിക്കും? 3 ആയിരിക്കും. നമുക്കറിയാം b² is equal to a² - c² ആണ്. സോ ഇറ്റ് ഈസ് a² is 9 - 4 ഈക്വൽ ടു എന്ത് വരും? 5. അങ്ങനെയാണ് b is equal to √5 ആണ്. ലെങ്ത് ആണ്, അത് പോസിറ്റീവ് എടുത്താൽ മതി. അങ്ങനെയാണല്ലോ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ 2b എന്ന് പറയുന്നത് 2√5 ആയിരിക്കും. ലെങ്ത് ഓഫ് ദ എന്താണ്? മൈനർ ആക്സിസ്. റെഡി അല്ലേ? സോ 2√5 എന്ന് പറയുന്നത് D ആണ്. സോ 108 എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇനി 109. ഓക്കെ, സോ 109 എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള. ഈ ഹൈപ്പർബോള ഒന്ന് നന്നാക്കി എഴുതുക. നമ്മൾ ഒന്ന് നന്നാക്കി എഴുതുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും. x - 3 the whole square by 9 minus y - 1 the whole square divided by
45/4 ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? നമ്മളോട് ചോദിച്ചത് എക്സെൻട്രിസിറ്റി ആണല്ലോ. എന്താണ് എക്സെൻട്രിസിറ്റി? ഈസ് ഈക്വൽ ടു നമുക്ക് C/A എന്ന് എഴുതാം. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് B²/A² എന്ന് എഴുതാം. ഹൈപ്പർബോള അല്ലേ? സോ 1 പ്ലസ് എന്താണ് B²/A² എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു B² എന്ന് പറയുന്നതും A² എന്ന് പറയുന്നതും എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ഇത് വരുന്നത്? x² by A² minus y² by B² is equal to 1. ഇതാണ് ഹൈപ്പർബോള. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കതെല്ലാം കൂടെ കൊടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് 1 പ്ലസ് എന്താണ് 45/4/9. സോ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 4 പ്ലസ് എത്ര വരിക അല്ലേ? 4 പ്ലസ് 5 9. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 3/2. സോ ദ ആൻസർ ഈസ് 3/2 എന്ന് പറയുന്നത് ഇ ആണ്. ഇ ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഇ. ഓക്കെ, ഇനി നമുക്ക് 110. If A cross B is equal to 7i plus 9j plus 10k and A dot B is equal to minus 20, then magnitude of A square into magnitude of B square is equal to. അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് വെക്ടർ വന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കൂ, എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് ബി വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എത്രയാണ്? 49 പ്ലസ് 81 പ്ലസ് 100 എന്ന് വരും അല്ലേ? സോ ദിസ് ഈസ് റൂട്ട് ഓഫ് 230 എന്ന് വരും. ഇനി നമുക്കറിയാവുന്ന റിസൾട്ട് ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് ബി സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഡോട്ട് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B സ്ക്വയർ ആണ്. കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B എന്താണ്? സൈൻ തീറ്റ മാത്രമാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഡോട്ട് ബി അങ്ങനെ എഴുതുകയാണെങ്കിൽ എഴുതണമെന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B എന്താണ്? സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ. ഓക്കെ, സോ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അത് A ഡോട്ട് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഡോട്ട് ബി 20 ആയിരിക്കും അല്ലേ? സോ ഇത് രണ്ടും നിങ്ങളൊന്ന് സ്ക്വയറിങ് ആൻഡ് ആഡിങ് ചെയ്ത് നോക്കൂ. സ്ക്വയറിങ് ആൻഡ് ആഡിങ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ, സോറി ഇവിടെ ഞാൻ സൈൻ തീറ്റയാണ് എഴുതിയല്ലേ? സൈൻ തീറ്റ അല്ലല്ലോ, ഇതാണ് കോസ് തീറ്റ അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B സ്ക്വയർ മാത്രമല്ലേ ഉണ്ടാവുക? അതല്ലേ നമ്മൾ കോമൺ എടുക്കുന്നത്. സോ അതാണ് ഈ റിസൾട്ട് ഞാൻ എഴുതി വെച്ചത്. ഓക്കെ, സോ ഇത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ B സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണ് A ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരിക? സോ വിച്ച് ഇംപ്ലൈസ് റൂട്ട് ഓഫ് 230 സ്ക്വയർ പ്ലസ് എത്രയാണ് 20 സ്ക്വയർ എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഇതെന്ത് വരുന്നത്? 230 പ്ലസ് 400 630 എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B സ്ക്വയർ വരിക. സോ ഓപ്ഷൻ ഡി അതാണ് കറക്റ്റ്. അതാണ് 110. ഇനി നമുക്ക് 111 അല്ലേ? അത് നോക്കാം. Let A is equal to I plus 2j minus 3k. A plus B is equal to A നമുക്ക് തന്നിട്ടുണ്ട് I plus 2j minus 3k ആണ്. പിന്നെ നമുക്ക് A plus B തന്നിട്ടുണ്ട്. A plus B എന്ന് പറയുന്നത് 4i minus 2j plus lambda k ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ A plus B minus A ആണല്ലോ. B A plus B minus A അല്ലേ? സോ ബി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? A plus B മൈനസ് എ എന്ന് എഴുതിയാൽ മതി. സോ ദാറ്റ്സ് ഈക്വൽ ടു 4i മൈനസ് ഐ 3i മൈനസ് 2i മൈനസ് 2j മൈനസ് 4j ലാംഡ കെ മൈനസ് മൈനസ് 3k അപ്പം പ്ലസ് ലാംഡ പ്ലസ് 3k എന്ന് കിട്ടും. ഇതാണല്ലോ കിട്ടുക ബി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്നാണ് തന്നത്. എ ഡോട്ട് ബി 4 എന്ന് തന്നാൽ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് നമുക്കറിയാവുന്നതല്ലേ. സോ എ ഡോട്ട് ബി 3 ഇൻറ്റു അല്ലേ 1 അപ്പോൾ എന്താ വരിക? സോ വിച്ച് ഇംപ്ലൈസ് എന്താണ് 3 ഇൻറ്റു 1 3 4 മൈനസ് 4 ഇൻറ്റു 2 മൈനസ് 8 പിന്നെ മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 3 എന്ന് പറയുന്നതാണ് ഈക്വൽ ടു 4 കിട്ടുക അല്ലേ? ഇതാണ് 4 കിട്ടുക. അവിടെ നമുക്ക് വിച്ച് ഇംപ്ലൈസ് ലാംഡേൻ്റെ വാല്യൂ കിട്ടുന്നത് -6 ആയിരിക്കും. ലാംഡേൻ്റെ വാല്യൂ -6. സോ സി ഓപ്ഷൻ. സോ 111 അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, സോ ദ ഓപ്ഷൻ ഈസ് സി. സോ 112. So look, magnitude of A is equal to root 14 and magnitude of B is equal to root 10 and magnitude of A minus B, vector A minus B എന്ന് പറയുന്നത് is equal to root 24 and theta is an angle between A and B, then cos theta is equal to very simple. ഇവിടെ നിങ്ങൾ ഈ ഒരു ഇക്വേഷന്
സ്ക്വയർ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 24 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ എന്ന് പറയുന്നതാണ് എത്ര വരുന്നത്? 24 വരുന്നത്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ റൂട്ട് 14 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ നമുക്ക് വരുന്നത് 14 ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ 10 ആയിരിക്കും, മൈനസ് 2 ഇൻറ്റു റൂട്ട് 14 ഇൻറ്റു റൂട്ട് 10 കോസ് തീറ്റ ഈക്വൽ ടു 24. 10 14 പ്ലസ് 10 24 ആയിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് കോസ് തീറ്റ എന്ന് പറയുന്നത് 0 തന്നെയേ കിട്ടൂ. കോസ് തീറ്റ 0 ആണ്. സോ ഓപ്ഷൻ ഇ ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. സോ 112ന്റെ ഓപ്ഷൻ ഏതാണ്? ഇ ആണ്. ഓക്കെ, ഇ ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഇനി 113. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ is equal to 10 and magnitude of b is equal to 5. The value of a plus 2b dot a minus 2b. നിങ്ങൾ ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. a plus b dot a minus b എന്ന് പറയുന്നത് നമുക്ക് a dot a minus b dot b എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് a plus 2b dot a minus 2b എന്ന് പറയുന്നത് ഈക്വൽ ടു a dot a മൈനസ് 2b ഡോട്ട് 2b എന്ന് എഴുതാലോ. അതിനാണ് എ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എന്ന് എഴുതാലോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 100 ഈക്വൽ ടു 4 ഇൻറ്റു 25. സോ 100 മൈനസ് 100 0 ആണ് ആൻസർ വരുന്നത്. 0. ദ ഓപ്ഷൻ ഇ അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. സോ 113 എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഇ ആണ്, അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 114. ഓക്കെ, നോക്കിക്കോളൂ. 114 എന്ന് പറയുന്നത് ഇഫ് എ ഈക്വൽ ടു ഐ മൈനസ് 3j പ്ലസ് 3k ആൻഡ് ബി is equal to 2i പ്ലസ് j മൈനസ് 3k then the value of a cross b ഡോട്ട് ബി. വെറുതെ നമുക്ക് എയും ബി ഒക്കെ തന്നു, നിങ്ങളെ വഴിക്കേ പോകണ്ട. എ ക്രോസ് ബി ഡോട്ട് ഏതാണ്? സി അല്ലെ, സോറി ഡോട്ട് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? ബോക്സ് പ്രൊഡക്റ്റ് ആണ്. ബോക്സ് എ ബി ബി ആണ് അല്ലേ. ഒരു ബോക്സ് പ്രൊഡക്റ്റിൽ വെക്ടർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്കറിയാം 0 ആണ് അല്ലേ. സോ വേറൊന്നും നോക്കാനില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വാല്യൂ ഇ, അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സോ 114 is ഇ. സോ നെക്സ്റ്റ് 115. If a and b are position vectors of the point alpha 3 0 and 1 0 0 respectively, and if the angle between the vector a and b is pi by 4, then the value of alpha is. So ഇവിടെ a എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽഫ i പ്ലസ് 3j പ്ലസ് 0k എന്ന് എടുക്കാം. എൻ്റെ ബി എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് എന്തെടുക്കാം? i പ്ലസ് 0j പ്ലസ് 0k എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് a ഡോട്ട് ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൽഫ ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആൽഫ എന്ന് കിട്ടും അല്ലേ. ഇനി എ ഡോട്ട് ബി നമുക്ക് ആൽഫ എന്ന് കിട്ടും. എയും ബിയും നമ്മൾ ആംഗിൾ പൈ ബൈ 4 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇവിടുന്ന് എന്താണോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൽഫ ഇട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 9 എന്ന് കിട്ടും. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 എന്ന് കിട്ടും. സോ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് ഓഫ് ആംഗിൾ എത്രയായിരുന്നു? പൈ ബൈ 4 എന്ന് പറയുന്നതാണ് എത്ര വരുന്നത്? ആൽഫ എന്ന് വരുന്നത്. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പറഞ്ഞാൽ റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു 1 ഇൻറ്റു 1 ബൈ റൂട്ട് 2 എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ എന്ന് എഴുതാം. സോ സ്ക്വയറിങ് വി ഗെറ്റ്. സോ ഞാൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇങ്ങനെ പറയാം റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 9 എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് 2 ആൽഫ എന്ന് എഴുതാമല്ലോ. റൂട്ട് 2 ആൽഫ കേട്ടോ, റൂട്ട് ഓഫ് അല്ലേ, റൂട്ട് 2 ആൽഫ. അതിനാണ് സ്ക്വയർ ചെയ്താൽ ആൽഫ സ്ക്വയർ പ്ലസ് 9 എന്ന് പറയുന്നത് 2 ആൽഫ സ്ക്വയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ is equal to 9 ആണ് കിട്ടുക. ആൽഫ ഈക്വൽ ടു എത്ര കിട്ടും? പ്ലസ് ഓർ മൈനസ് 3. ഇവിടെ 3 ആണ് ഓപ്ഷൻ ഉള്ളത്, അതുകൊണ്ട് 3 കിട്ടും. സോ സി ആണ് വരുന്നത്. സോ 115 എന്ന് പറയുന്നത്
സി ആണ്. സോ ഇനി 116. If A is equal to 2i plus 3j minus 4k and B is equal to I plus 3j plus 2k, then A is a unit vector in the direction of A plus B. A unit vector in the direction of A plus B എന്ന് പറയുന്നത് നമുക്കറിയാം A plus B divided by magnitude of A plus B ആണ് നമുക്ക് ആ യൂണിറ്റ് വെക്ടറിന് എഴുതാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ A plus B നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏതാലോ എന്താ വരിക 2i plus i. അപ്പോൾ 3i plus 6j minus 2k divided by root of magnitude of A plus B എന്നാൽ 9 plus 36 plus 4 7 ഉണ്ടാവും. സോ 1/7 ഇൻറ്റു 3i plus 6j minus 2k ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് 117. 117 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് u 3 ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് v 2 ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് u ക്രോസ് v is 3. Then the angle between u and v is equal to, so എങ്ങനെ എഴുതാം? magnitude of u cross v, magnitude of u cross v എന്ന് പറയുന്നത് is equal to 3 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇതെന്താണ് വരിക? magnitude of u into magnitude of v എന്താണ്? sin theta എന്ന് പറയുന്നതാണ് 3. so magnitude of v ആണ് 3 into 2 sin theta equal to 3. so theta is equal to 1/2 അല്ലേ? sin theta is equal to 1/2. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 5/6 ആവാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ആവാം, കാരണം സെക്കൻഡ് ക്വാഡ്രൻറ്റും സൈൻ പോസിറ്റീവ് ആണ്. ഓർ എന്താണ്? പൈ മൈനസ് 5/6. അങ്ങനെയാണെങ്കിൽ 5/6 ഓർ എന്താണ് 5π/6. ബി ഓപ്ഷൻ. സോ 117 എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് 118. സോ 118 എന്ന് പറയുന്നത് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് -1 -2 -3 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ എക്സ് ആക്സിസ്. സോ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ തൽക്കാലം ഇതിന് എക്സ് എന്ന് കൊടുക്കാം, ഈ ആക്സിസിന്. ഇത് നമുക്ക് വൈ എന്ന് കൊടുക്കാം, ഏതെങ്കിലും ഒന്ന് വൈ എന്ന് കൊടുത്തു, ഇത് ഞാൻ സെഡ് എന്ന് കൊടുത്തു. പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, അല്ല സോറി പെർപെൻഡിക്കുലർ ടു എക്സ്. അപ്പോൾ പ്ലെയിൻ എന്ന് പോകുന്നത് ഇങ്ങനെയാണ്, എന്താണ്? എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു നോർമലായിട്ട് നിന്നോളൂ, നോർമലായിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ മുകളിലൊരു പോയിന്റ് നമുക്കറിയാം, എന്താണ്? 1 0 0 എന്ന് പറഞ്ഞൊരു പോയിന്റാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നോർമൽ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? i plus 0j plus 0k എന്ന് എഴുതാം, ശരിയല്ലേ? ഇനി ഇതൊരു പോയിന്റ് കൂടി കടന്നു പോകുന്നുണ്ട്, ആ പോയിന്റാണ് -1 -2 -3 അല്ലേ? ഇങ്ങനെ ഒരു പോയിന്റും ഒരു നോർമലും ഉണ്ടെങ്കിൽ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a ഇൻറ്റു x മൈനസ് x1 പ്ലസ് b ഇൻറ്റു y മൈനസ് y1 പ്ലസ് c ഇൻറ്റു z മൈനസ് z1 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ 1 ഇൻറ്റു എക്സ് മൈനസ്, ആ പോയിന്റ് എക്സ് മൈനസ് -1 എക്സ് പ്ലസ് 1 ആകും, ശരിയല്ലേ? സോ എക്സ് പ്ലസ് 1 പ്ലസ് 0 ഇൻറ്റു വൈ പ്ലസ് 2 പ്ലസ് 0 ഇൻറ്റു സെഡ് പ്ലസ് 3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -1. ഇതാണ് ഇക്വേഷൻ വരുന്നത്, എ ആണ് ആൻസർ വരിക, എ. ഓക്കെ, ഇതാണ് 118. എന്ന് നമ്മൾ പറയുന്നത് 119. നോക്കിക്കോളൂ. ലെറ്റ് L1 ബി ദ ലൈൻ ജോയിനിങ് 0 0 0 and 1 2 3 and L2 be the line joining 2 3 4 and 3 4 5. then point of intersection ആണ് ചോദിച്ചത്. വെരി സിമ്പിൾ. നമ്മൾ ഇവിടെ നോക്കുന്നത് രണ്ട് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റാണ് കണ്ടത്. ഇത് ഞാൻ L1 എന്നെടുക്കുന്നു, ഇത് ഞാൻ L2 എന്നെടുക്കുന്നു, L2. അങ്ങനെയാണെങ്കിൽ ഇതൊരു പോയിന്റ് പോകുന്ന പോയിന്റ് ഒക്കെയാണ് 0 0 0യും പിന്നെ ഏതാണ് 1 2 3 എന്ന് പറഞ്ഞ പോയിന്റ് കൂടി പോകുന്നുണ്ട്. ഇത് പോകുന്നത് ഏതൊക്കെയാണ്? 2 3 4ലും പിന്നെ ഏതാണ് 2 3 4 and 3 4 5 3 4 5. ഇങ്ങനെ രണ്ട് പോയിന്റ് കൂടി പോകുന്ന ഒരു ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു z മൈനസ് z1 ഡിവൈഡഡ് ബൈ z2 മൈനസ് z1 ആണ്. ഇത് നമുക്കറിയാം. സോ ഈക്വൽ ടു സം ലാംഡാന്നോ എന്ത് വേണേ എഴുതാം, മ്യൂന്നോ എന്ത് വേണേ എഴുതാം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു, L1 ഇക്വേഷൻ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, എക്സ് മൈനസ് x1 x മൈനസ് 0 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 മൈനസ് x1 1 അല്ലേ, ഈക്വൽ ടു y മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു z മൈനസ് 0 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ജനറൽ പോയിന്റ് കിട്ടും. ജനറൽ പോയിന്റ് ഓൺ L1 കിട്ടുന്നത് എന്താണ്? ഈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ, വൈ ഇസ് ഈക്വൽ ടു 2 ലാംഡ, സെഡ് ഇസ് ഈക്വൽ ടു 3 ലാംഡ എന്ന് കിട്ടും. ഇനി L2ൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ L2ൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് മൈനസ് 2 by x2 minus x1 3 minus 2 1 equal to y minus 3 divided by 1
ഈക്വൽ ടു സെഡ് മൈനസ് 4 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു ഞാൻ മ്യൂ എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ജനറൽ പോയിന്റ് കിട്ടും. ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ പ്ലസ് 2, വൈ ഇസ് ഈക്വൽ ടു മ്യൂ പ്ലസ് 3, സെഡ് ഇസ് ഈക്വൽ ടു മ്യൂ പ്ലസ് 4 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഞാൻ എക്സ് വൈ സെഡ് എന്ന് എടുക്കാം. എക്സ് വൈ സെഡ് അതാണ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എക്സ് വൈ സെഡ്. സോ അവിടെ ഈ രണ്ട് ലൈനും ഒരു ജനറൽ പോയിന്റ് ഉണ്ടാവും അല്ലെ, കോമൺ പോയിന്റ്, ഒരു കോമൺ പോയിന്റ് അങ്ങനെ പറയാം, ഒരു കോമൺ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടും ഇക്വേറ്റ് ചെയ്യാം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 2 എന്ന് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് എനിക്ക് കിട്ടുന്നത് ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 2, പിന്നെ 2 ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 3, 2 ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 3, പിന്നെ വരുന്നത് 3 ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 4, 3 ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 4 എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3. ഇത് സോൾവ് ചെയ്യുക. ഓൺ സോൾവിങ് ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ലാംഡ ഈക്വൽ ടു 1 കിട്ടും, മ്യൂ ഈക്വൽ ടു -1 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് വൈ സെഡ് ആണ് കാണേണ്ടത്. അതാണല്ലോ ആ പോയിന്റ് നമ്മൾ എടുത്തത്. അപ്പോൾ ലാംഡേൻ്റെ വാല്യൂ മ്യൂവിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ലാംഡ കൊടുക്കുകയാണെങ്കിൽ എക്സ് വൈ സെഡ്, മ്യൂ കൊടുക്കുകയാണെങ്കിൽ എക്സ് വൈ സെഡ് കിട്ടും. ലാംഡ കൊടുക്കുകയാണെങ്കിൽ എക്സ് കിട്ടുന്നത് 1, 2, 3 എന്നാണ്. 1 ലാംഡയ്ക്ക് 1, മ്യൂവിന് -1 കൊടുക്കുകയാണെങ്കിലും എക്സ് എന്ന് പറയുന്നത് 1, 2, 3 തന്നെ കിട്ടും. എന്തായാലും അതല്ലേ കിട്ടേണ്ട ആവശ്യമില്ല, അതേ കിട്ടുകയുള്ളൂ അല്ലേ. അതാണ് നമ്മൾ ആ കോമൺ പോയിന്റ് എടുത്തത് എക്സ് വൈ സെഡ്. ഓക്കെ, ദർഫോർ നമുക്ക് കിട്ടും എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് 1, 2, 3 എന്നായിരിക്കും. 1, 2, 3. ഓക്കെ, അത് നമ്മുടെ ഓപ്ഷനിലുണ്ട് 1, 2, 3. അതാണ് ബി. ഇതാണ് 119 എന്ന് പറയുന്നത് ബി ആണ്, ബി ഓപ്ഷൻ. ഓക്കെ, അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. സോ നെക്സ്റ്റ് 120. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ്? അത് ഈസി തന്നെ അല്ലേ. ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് 1, -1, 1 ആൻഡ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് -2, 2, 0 ആൻഡ് -1, 1, 1 അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 1, -1, 1 എന്ന് പറഞ്ഞ പോയിന്റ് കൂടിയാണ്. അത് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ 2 പോയിന്റ് ഏതൊക്കെയാണ്? -2, 2, 0യും പിന്നെന്താണ് -1, 1, 1 ആണ് അല്ലേ. -1, 1, 1 റെഡിയാണ്. മറ്റത് 1, -1. അങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് കിട്ടുന്നത്. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടുന്നത് -2 + 1 എത്രയാണ്? -1. പിന്നെ 2 - 1, 1, 0 - 1, -1 ഇതാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എൽ അല്ലേ എന്താണ്? x - x1 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഇതാണ് -1. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് -1 ഡിവൈഡഡ് ബൈ -1 ഈക്വൽ ടു വൈ +1 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു സെഡ് -1 ഡിവൈഡഡ് ബൈ -1. ഓർ നമുക്ക് ഈ -1 മുകളിലോട്ട് എടുക്കാം. ഓർ നമുക്ക് ഇങ്ങനെ പറയാം 1 - x is equal to എന്താണ്? 1 + y ഈക്വൽ ടു 1 - z എന്ന് പറയാം. 1 - x is equal to 1 + y is equal to 1 - z. ബി ഇതാണ് കറക്റ്റ്. ഓക്കെ, സോ നിങ്ങൾ ഈ 120 ക്വസ്റ്റ്യൻസും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഈസി ആയിരുന്നു അല്ലേ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1, +2, നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1, +2, നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ